ക്ലാസ്സിലേക്ക് കിടക്കാം. രോഗങ്ങളും രോഗകാരികളും. ശ്രദ്ധിക്കുക, രോഗങ്ങളെ പറ്റിയുള്ള പഠനം എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? പാത്തോളജി എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് രോഗങ്ങളെ പറ്റിയുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? പാത്തോളജി. രോഗങ്ങളെ പറ്റിയുള്ള പഠനമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നു? പാത്തോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പാത്തോളജിയുടെ പിതാവായി കണക്കാക്കപ്പെടുന്ന വ്യക്തി ആരാണ്? റുഡോൾഫ് വിർഷോയാണ്. പാത്തോളജിയുടെ പിതാവ് ആരാണ്? റുഡോൾഫ് വിർഷോയാണ്. ഈ റുഡോൾഫ് വിർഷോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് അദ്ദേഹത്തിന് വേറൊരു പ്രത്യേകത? അതായത് കോശ സിദ്ധാന്തത്തെ പരിഷ്കരിച്ച വ്യക്തിയും ആര് തന്നെയാണ്? റുഡോൾഫ് വിർഷോ തന്നെയാണ്. കോശ സിദ്ധാന്തത്തെ പരിഷ്കരിച്ച വ്യക്തിയും ആര് തന്നെയാണ്? റുഡോൾഫ് വിർഷോയാണ്. ഇദ്ദേഹത്തെയാണ് എന്തായിട്ട് കണക്കാക്കുന്നത്? പാത്തോളജിയുടെ പിതാവായി കണക്കാക്കുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ ഈ രോഗകാരികളെ നമ്മൾ പറയുന്ന പേരെന്താണ്? പാത്തോജൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, രോഗകാരികളെയാണ് എന്തെന്ന് അറിയപ്പെടുന്നു? പാത്തോജൻസ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, രോഗങ്ങളെ കുറിച്ചുള്ള പഠനം എന്താണ്? പാത്തോളജിയാണ്. പാത്തോളജിയുടെ പിതാവായി കണക്കാക്കപ്പെടുന്ന വ്യക്തിയാണ് ആര്? റുഡോൾഫ് വിർഷോ. അതുപോലെ രോഗകാരികളെ അറിയപ്പെടുന്ന പേരെന്താണ്? പാത്തോജൻസ് എന്നാണ്. ഇനി ശ്രദ്ധിക്കുക, വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഹിപ്പോക്രാറ്റസ് ആണ്. വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഹിപ്പോക്രാറ്റസ്. അപ്പൊ പാത്തോളജിയുടെ പിതാവ് റുഡോൾഫ് വിർഷോയാണ്. വൈദ്യശാസ്ത്രത്തിന്റെ പിതാവാണ് ആര്? ഹിപ്പോക്രാറ്റസ്. ഇനി മറ്റൊരു ടേം ശ്രദ്ധിക്കുക, ഇമ്മ്യൂണോളജി. എന്തായിരിക്കും ഇമ്മ്യൂണോളജി? ഇമ്മ്യൂണിറ്റി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണ്? രോഗ പ്രതിരോധ ശേഷി പറയുന്ന പേരാണ് എന്ത്? ഇമ്മ്യൂണിറ്റി എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇമ്മ്യൂണോളജി എന്തായിരിക്കും? രോഗപ്രതിരോധത്തെ പറ്റിയുള്ള പഠനത്തെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഇമ്മ്യൂണോളജി. രോഗപ്രതിരോധത്തെ പറ്റിയുള്ള പഠനമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഇമ്മ്യൂണോളജി എന്ന് അറിയപ്പെടുന്നത്. ഇമ്മ്യൂണോളജിയുടെ പിതാവായി കണക്കാക്കപ്പെടുന്ന വ്യക്തി ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. ഇമ്മ്യൂണോളജിയുടെ പിതാവ് ആരാണ്? എഡ്വേർഡ് ജെന്നറിനെയാണ് ഇമ്മ്യൂണോളജിയുടെ പിതാവായി കണക്കാക്കപ്പെടുന്നത്. ഈ എഡ്വേർഡ് ജെന്നറിനെ തന്നെ നമ്മൾ വേറൊരെണ്ണത്തിന്റെ പിതാവായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. ഏതിന്റെയാണ്? വാക്സിനേഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആരെ തന്നെയാണ്? എഡ്വേർഡ് ജെന്നറിനെയാണ്. വാക്സിനേഷന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന വ്യക്തിമാരാണ് എഡ്വേർഡ് ജെന്നർ ആണ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഇമ്മ്യൂണോളജിയുടെ പിതാവും വാക്സിനേഷന്റെ പിതാവും ഒരാൾ തന്നെയാണ്. ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ വാക്സിനേഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? അതായത് ആദ്യമായി ഒരു രോഗത്തിനെതിരെ ഒരു വാക്സിൻ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. ഏത് രോഗത്തിനെതിരെയായിരുന്നു? വസൂരി അഥവാ സ്മോൾ പോക്സ്. വസൂരി അഥവാ സ്മോൾ പോക്സിനെതിരെ ആദ്യമായി ഒരു വാക്സിൻ കണ്ടുപിടിച്ച വ്യക്തിയാണ് ആര്? എഡ്വേർഡ് ജെന്നർ. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? വാക്സിനേഷന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഈ വസൂരി വാക്സിൻ ആദ്യമായി പരീക്ഷിച്ചത് ആരിലാണ്? ആ വ്യക്തിയുടെ പേര് ഓർക്കുക, ജെയിംസ് ഫിപ്സ്. ഓക്കെ, അപ്പോൾ വസൂരി വാക്സിൻ ആദ്യമായി പരീക്ഷിച്ചത് ആരിലാണെന്ന് ചോദിച്ചാൽ ആരിലാണ്? ജെയിംസ് ഫിപ്സ് എന്ന വ്യക്തിയിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. രോഗപ്രതിരോധത്തെ പറ്റിയുള്ള പഠനമാണ് എന്ത്? ഇമ്മ്യൂണോളജി. ഇമ്മ്യൂണോളജിയുടെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? എഡ്വേർഡ് ജെന്നറിനെയാണ്. ഇദ്ദേഹത്തെ തന്നെയാണ് വാക്സിനേഷന്റെ പിതാവായും കണക്കാക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ വാക്സിനേഷന്റെ പിതാവായി കണക്കാക്കുന്നത്? അതായത് ആദ്യമായി ഒരു രോഗത്തിനെതിരെ ഒരു വാക്സിൻ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. ഏത് രോഗത്തിനെതിരെയായിരുന്നു? വസൂരി രോഗത്തിനെതിരെ അല്ലെങ്കിൽ സ്മോൾ പോക്സ്. ഈ വസൂരി വാക്സിൻ ആദ്യമായി പരീക്ഷിച്ചത് ആരിലാണെന്ന് ചോദിച്ചാൽ ജെയിംസ് ഫിപ്സ് എന്നൊരു കുട്ടിയിലാണ് ആദ്യമായി ഇത് പരീക്ഷിച്ചത്. അടുത്തതായി ലൂയിസ് പാസ്റ്റർ കണ്ടുപിടിച്ച വാക്സിനുകൾ ഏതൊക്കെയെന്നാണ് നോക്കുന്നത്. ശ്രദ്ധിക്കുക, ലൂയിസ് പാസ്റ്റർ കണ്ടുപിടിച്ച വാക്സിനുകൾ ഏതൊക്കെ രോഗത്തിനെതിരെ? ആന്ത്രാക്സ്, കോളറ, റാബീസ് എന്നിവയ്ക്കെതിരെയായിരുന്നു അദ്ദേഹം കണ്ടുപിടിച്ചത്. അപ്പോൾ ഓർത്തു വയ്ക്കുക, ലൂയിസ് പാസ്റ്റർ കണ്ടുപിടിച്ച വാക്സിനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആന്ത്രാക്സ്, കോളറ, റാബീസ്. ഇതില് റാബീസ് വാക്സിൻ ആദ്യമായി പരീക്ഷിച്ചത് ആരിലാണ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ആരിലാണ്? ജോസഫ് മീസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയിലാണ് ആദ്യമായി റാബീസ് വാക്സിൻ പരീക്ഷിച്ചത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, റാബീസ് വാക്സിൻ ആദ്യമായി പരീക്ഷിച്ചത് ആരിലാണെന്ന് ചോദിച്ചാൽ ആരിലാണ്? ജോസഫ് മീസ്റ്റർ. അതുപോലെ പോളിയോ എന്ന് പറയുന്ന നമ്മൾ വാക്സിൻ കൊടുക്കുന്നത് രണ്ട് രീതിയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഏതൊക്കെയാണ്? പോളിയോ തുള്ളിമരുന്നായിട്ടും കൊടുക്കാൻ പറ്റും, പോളിയോ ഇഞ്ചക്ഷൻ ആയിട്ടും കൊടുക്കാൻ പറ്റും അല്ലേ? അതായത് പോളിയോ ഇഞ്ചക്ഷൻ ആയാലും തുള്ളിമരുന്നായാലും ഇത് രണ്ടും കണ്ടുപിടിച്ചത് രണ്ടു പേരാണ്. ഓർത്തു വയ്ക്കുക, പലപ്പോഴും PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ്.
പോളിയോ കുത്തിവയ്പ് കൊണ്ടുവന്നത് ആരാണ്? ജോനാസ് സാൽക്ക്. ഓർത്തു വയ്ക്കുക, പോളിയോ കുത്തിവയ്പ്പാണെങ്കിൽ ആരാണ്? ജോനാസ് സാൽക്കാണ്. അതുപോലെ പോളിയോ തുള്ളിമരുന്ന് കൊണ്ടുവന്ന വ്യക്തിയാണ് ആര്? ആൽബർട്ട് സാബിൻ. പോളിയോ തുള്ളിമരുന്ന് ആൽബർട്ട് സാബിനാണ്. അതുപോലെ പോളിയോ ഇഞ്ചക്ഷൻ ആണെങ്കിൽ ആരാണ്? ജോനാസ് സാൽക്കാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ലൂയിസ് പാസ്റ്റർ കണ്ടുപിടിച്ച വാക്സിനുകൾ ഏതൊക്കെയാണ്? ആന്ത്രാക്സ്, കോളറ, റാബീസ്. ഇതിൽ റാബീസ് വാക്സിൻ ആദ്യമായി പരീക്ഷിച്ചത് ആരിലാണ്? ജോസഫ് മേസ്റ്റർ എന്ന ഒരു കുട്ടിയിലാണ് അത് ആദ്യമായിട്ടത് പരീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പോളിയോ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇഞ്ചക്ഷൻ ആയിട്ടും കൊടുക്കുന്നുണ്ട്, മറ്റൊന്ന് തുള്ളിമരുന്നായിട്ടും കൊടുക്കുന്നുണ്ട്. അതിൽ പോളിയോ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ പോളിയോ കുത്തിവയ്പ് കൊണ്ടുവന്ന വ്യക്തിയാണ് ആര്? ജോനാസ് സാൽക്ക്. അതുപോലെ തന്നെ പോളിയോ തുള്ളിമരുന്ന് കൊണ്ടുവന്ന വ്യക്തിയാണ് ആൽബർട്ട് സാബിൻ. അടുത്തതാണ് BCG വാക്സിൻ. ഏത് രോഗത്തിനെതിരെയാണ് BCG വാക്സിൻ നൽകുന്നത്? നമുക്കറിയാം, ഏതാണ്? ക്ഷയരോഗത്തിനെതിരെ നൽകുന്ന വാക്സിൻ ആണ് ഏത്? BCG എന്ന് പറയുന്നത് അല്ലെ. ക്ഷയരോഗത്തിനെതിരെ നൽകുന്ന വാക്സിൻ ആണ് ഏത്? BCG വാക്സിൻ. ഈ BCG വാക്സിൻ കൊണ്ടുവന്ന 2 പേര് ചേർന്നാണ്. ആരൊക്കെയാണ്? കാൽമറ്റെ ഗ്വാറിൻ എന്നീ 2 സയന്റിസ്റ്റുകളാണ് ഈ BCG വാക്സിനെ വികസിപ്പിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ BCGയുടെ ഫുൾ ഫോം ആയിട്ട് എന്താണ് പറയുന്നത്? ബാസിലസ് കാൽമറ്റെ ഗ്വാറിൻ. ബാസിലസ് ബാക്ടീരിയ, കാൽമറ്റെ ഗ്വാറിൻ എന്നീ 2 സയന്റിസ്റ്റുകൾ ചേർന്നിട്ടാണ് ഈ പറയുന്ന BCG വാക്സിൻ രൂപീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എന്ത്? BCG എന്നൊരു പേര് നൽകിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ BCG വാക്സിൻ എന്ന് പറയുന്നത് ഏത് രോഗത്തിനെതിരെയാണെന്ന് ചോദിച്ചാൽ അത് ക്ഷയരോഗത്തിനെതിരെയാണ് നൽകുന്നത്. BCGയുടെ ഫുൾ ഫോം എന്താണ്? ബാസിലസ് കാൽമറ്റെ ഗ്വാറിൻ എന്നതാണ്. അതുപോലെ BCG വാക്സിൻ കണ്ടുപിടിച്ചത് ആരൊക്കെയാണ്? കാൽമറ്റെ അതുപോലെ ഗ്വാറിൻ എന്നീ 2 പേര് ചേർന്നാണ് BCG വാക്സിൻ കണ്ടുപിടിച്ചത്. ഇനി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, BCG വാക്സിൻ നൽകുന്നത് എപ്പോഴാണ്? ഓർത്തു വയ്ക്കുക, ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ നൽകുന്ന വാക്സിൻ ആണ് ഏത്? BCG വാക്സിൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തു വയ്ക്കുക. BCG വാക്സിൻ നൽകുന്നത് എപ്പോഴാണ്? ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ നൽകുന്ന വാക്സിനെയാണ് എന്തെന്ന് പറയുന്നത്? BCG വാക്സിൻ. ഓക്കെ ആണല്ലോ. അടുത്തതാണ് എന്ത്? മീസിൽസ് വാക്സിൻ. ഈ മീസിൽസ് വാക്സിൻ കണ്ടുപിടിച്ച വ്യക്തിയാണ് ആര്? ജോൺ ആൻഡേഴ്സൺ. ഓർത്തു വയ്ക്കുക, ജോൺ ആൻഡേഴ്സൺ ആണ് മീസിൽസ് വാക്സിൻ കണ്ടുപിടിച്ചത്. അതായത് മീസിൽസിന് മാത്രമായിട്ടാണ് അത് കണ്ടുപിടിച്ചത്. ഇനിയുണ്ട് MMR വാക്സിൻ. MMR വാക്സിനിലും ഏത് വരുന്നുണ്ട്? മീസിൽസ് വരുന്നുണ്ട് അല്ലേ. എന്താണ് M? ഫസ്റ്റ് M എന്ന് പറയുന്നത് മംസ്, മംസ് അഥവാ മുണ്ടിനേര്. അതുപോലെ അടുത്ത M എന്താണ്? മീസിൽസ് അഥവാ 5ാം പനി. 6 എന്താണ്? റുബെല്ല. അപ്പോൾ ഓർത്തു വയ്ക്കുക, MMR വാക്സിൻ. ഈ MMR വാക്സിൻ കൊണ്ടുവന്ന വ്യക്തി ആരാണ്? മൗറിസ് ഹിൽമാൻ ആണ്. ഏതൊക്കെ രോഗത്തിന് എതിരെയാണ് MMR വാക്സിൻ നൽകുന്നത്? മംസ് അഥവാ മുണ്ടിനീര്, മീസിൽസ് അഥവാ 5ാം പനി, റുബെല്ല. ഈ 3 എണ്ണത്തിനും എതിരായിട്ട് നൽകുന്ന വാക്സിൻ ആണ് ഏത്? MMR വാക്സിൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ റുബെല്ലയെ അറിയപ്പെടുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്. എന്താണ്? ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്നതും ഏതിനെ തന്നെയാണ്? റുബെല്ലയാണ്. ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? റുബെല്ലയാണ്. ഓക്കെ ആണല്ലോ. രോഗങ്ങളെ പറ്റിയുള്ള പഠനം എന്തെന്ന് പറഞ്ഞു? പാത്തോളജി ആണെന്ന് പറഞ്ഞു അല്ലേ. ഇനി ശ്രദ്ധിക്കുക, രോഗവർഗീകരണത്തെ പറ്റിയുള്ള പഠനം, രോഗവർഗീകരണത്തെ കുറിച്ചുള്ള പഠനത്തെയാണ് എന്തെന്നറിയപ്പെടുന്നത്? നോസോളജി എന്നറിയപ്പെടുന്നു. ഓർത്തു വയ്ക്കുക, രോഗവർഗീകരണത്തെ പറ്റിയുള്ള പഠനമാണ് എന്ത്? നോസോളജി. അതുപോലെ രോഗകാരണത്തെ പറ്റിയുള്ള പഠനമുണ്ട്. എന്താണ്? എറ്റിയോളജി. രോഗകാരണത്തെ പറ്റിയുള്ള പഠനമാണ് എന്ത്? എറ്റിയോളജി എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു രോഗം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാനുള്ള കാരണത്തെ പറ്റിയുള്ള പഠനമാണെങ്കിൽ അതെന്താണ്? എപ്പിഡെമിയോളജി ആണ്. അപ്പോൾ ഈ 3 എണ്ണം ഒന്ന് ഓർത്തു വയ്ക്കാൻ. നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ്? പാത്തോളജി എന്ന് പറയുന്നത് രോഗങ്ങളെ പറ്റിയുള്ള പഠനമാണ്. അതുപോലെ രോഗവർഗീകരണത്തെ പറ്റിയുള്ള പഠനം എന്താണ്? നോസോളജി ആണ്. രോഗകാരണത്തെ പറ്റിയുള്ള പഠനമാണെങ്കിൽ എന്താണത്? എത്തിയോളജി ആണ്. അതുപോലെ ഒരു രോഗം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാനുള്ള കാരണങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള പഠനമാണെന്ത്? എപ്പിഡെമിയോളജി എന്ന് അറിയപ്പെടുന്നത്. ഇനി ശ്രദ്ധിക്കുക, എന്താണ് എപ്പിഡെമിക് രോഗങ്ങൾ എന്നറിയപ്പെടുന്നത്? അതായത് ഒരു സ്ഥലത്ത് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? എപ്പിഡെമിക്. ഒരു സ്ഥലത്ത് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾക്കാണ് എന്ത് പറയുന്നത്? എപ്പിഡെമിക് എന്നറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ജലദോഷം എന്ന് പറയുന്നത് ഒരു എന്താണ്? എപ്പിഡെമിക് രോഗത്തിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരാൾക്ക് ജലദോഷം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? തൊട്ടടുത്തുള്ളവർക്കും അത് പടരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്തു വയ്ക്കുക, ഒരു സ്ഥലത്ത് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്?
എപ്പിഡെമിക് രോഗങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഉദാഹരണം ഏത് പറയാം? ജലദോഷം എന്ന് പറയുന്നത് ഒരു എപ്പിഡെമിക് രോഗത്തിന് ഉദാഹരണമാണ്. ഇനി ശ്രദ്ധിക്കാൻ മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പാൻഡമിക്. എന്താണ് പാൻഡമിക്? അതായത് ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്കോ അല്ലെങ്കിൽ ഒരു വൻകരയിൽ നിന്നും മറ്റൊരു വൻകരയിലേക്കോ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾക്കാണ് എന്ത് പറയുന്നത്? പാൻഡമിക് എന്നറിയപ്പെടുന്നത്. ഓർക്കുക, ഒന്നുകിൽ ഒരു വൻകരകളിൽ നിന്നും മറ്റു വൻകരകളിലേക്കോ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്കോ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്? പാൻഡമിക്. ഇപ്പൊ നമുക്കറിയാം COVID-19 എന്ന് പറയുന്നത് എന്ത് രോഗത്തിന് ഉദാഹരണമാണ്? ഒരു പാൻഡമിക് രോഗത്തിന് ഉദാഹരണമാണ്. കാരണം അറിയാലോ, ഒന്നുകിൽ അത് വൻകരകളിൽ നിന്നും വൻകരകളിലേക്ക് പോകുന്നുണ്ട്, രാജ്യത്ത് നിന്നും മറ്റു രാജ്യങ്ങളിലേക്കും പോകുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? COVID-19 ഒരു പാൻഡമിക് രോഗമെന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഒന്നുകിൽ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പോകണം, അതല്ലെങ്കിൽ വൻകരകളിൽ നിന്നും വൻകരകളിലേക്ക് പോകുന്ന രോഗങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്? പാൻഡമിക് രോഗങ്ങൾ എന്നറിയപ്പെടുന്നു. ഉദാഹരണം ഏതാണ്? COVID-19. ഇനി എന്താണ് എൻഡമിക്? നമ്മൾ എപ്പിഡമിക് പറഞ്ഞു കഴിഞ്ഞു, പാൻഡമിക് പറഞ്ഞു, അടുത്തതാണ് എന്ത്? എൻഡമിക്. എന്താണ് എൻഡമിക് രോഗങ്ങൾ എന്ന് പറയുന്നത്? അതായത് നമ്മുടെ സമൂഹത്തിൽ ഇത് കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്, പക്ഷേ അതിനെ ഇതുവരെയും പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള രോഗങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്? എൻഡമിക് രോഗങ്ങൾ എന്നറിയപ്പെടുന്നത്. എന്താണ്? നമ്മുടെ സമൂഹത്തിൽ ഇത് വർഷങ്ങളോളം നിലനിൽക്കുന്നതാണ്, പക്ഷേ ഇതിനെ ഇതുവരെയും പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്? എൻഡമിക്. സമൂഹത്തിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കാത്തതുമായിട്ടുള്ള രോഗത്തെ പറയുന്ന പേരാണ് എന്ത്? എൻഡമിക് എന്നറിയപ്പെടുന്നത്. ഉദാഹരണം നമുക്ക് ഏത് പറയാം? ചിക്കൻ പോക്സ് എന്ന് പറയുന്നത് ഒരു എൻഡമിക് രോഗത്തിന് ഉദാഹരണമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എപ്പിഡമിക് എന്താണെന്ന് പറഞ്ഞു, പാൻഡമിക് പറഞ്ഞു, എൻഡമിക് പറഞ്ഞു. എന്താണ് എപ്പിഡമിക്? അതായത് ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമായിട്ട് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്? എപ്പിഡമിക് എന്ന് പറയുന്നു. ഉദാഹരണം ഏതാണ്? ജലദോഷമാണ്. ഇനി എന്താണ് പാൻഡമിക്? ഒന്നുകിൽ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക്, അതല്ലെങ്കിൽ വൻകരകളിൽ നിന്നും മറ്റു വൻകരകളിലേക്ക് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്? പാൻഡമിക് രോഗങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം ഏതാണ്? COVID-19. ഇനി എന്താണ് എൻഡമിക്? നമ്മുടെ സമൂഹത്തിൽ കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെയും അതിനെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള രോഗങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്? എൻഡമിക്. ഉദാഹരണം ഏതാണ്? ചിക്കൻ പോക്സ്. ഇനി മറ്റൊന്നാണ് നോസോകോമിയൽ എന്നറിയപ്പെടുന്നത്. എന്താണ് നോസോകോമിയൽ? ആശുപത്രികളിൽ നിന്നും പടർന്നു പിടിക്കുന്ന രോഗങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്? നോസോകോമിയൽ. ആശുപത്രികളിൽ നിന്നും പടർന്നു പിടിക്കുന്ന രോഗങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്? നോസോകോമിയൽ എന്ന് അറിയപ്പെടുന്നത്. ഇനി രണ്ട് ടേം ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് എപ്പിസ്യൂട്ടിക് ഉണ്ട്, മറ്റൊന്ന് സൂനോട്ടിക്. എന്താണ് എപ്പിസ്യൂട്ടിക്കും സൂനോട്ടിക്കും തമ്മിലുള്ള വ്യത്യാസം? സൂനോട്ടിക് എന്ന് വെച്ചാൽ എന്താണ്? മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്? സൂനോട്ടിക്. എന്താണ്? മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നതിനെയാണ് എന്ത് പറയുന്നത്? സൂനോട്ടിക് എന്നറിയപ്പെടുന്നത്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തു വെക്കുക. ഇനി എന്താണ് എപ്പിസ്യൂട്ടിക്? മൃഗങ്ങൾക്ക് ഇടയിലുള്ള പകർച്ചവ്യാധിക്ക് പറയുന്ന പേരാണ് എന്ത്? എപ്പിസ്യൂട്ടിക്. അത് മനുഷ്യരിലേക്ക് പകരുന്നില്ല, മൃഗങ്ങളിൽ നിന്ന് മറ്റു മൃഗങ്ങളിലേക്ക് തന്നെയാണ് അത് പകരുന്നത്. അങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണ് എന്ത്? എപ്പിസ്യൂട്ടിക് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഓർത്ത് വയ്ക്കുക, എന്താണ് സൂനോട്ടിക്? മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന പകർച്ചവ്യാധിക്ക് അറിയപ്പെടുന്ന പേരാണ് എന്ത്? സൂനോട്ടിക് എന്നറിയപ്പെടുന്നു. ഇനി എന്താണ് എപ്പിസ്യൂട്ടിക്? മൃഗങ്ങൾക്ക് ഇടയിലുള്ള പകർച്ചവ്യാധിക്കാണ് എന്തെന്നറിയപ്പെടുന്നത്? എപ്പിസ്യൂട്ടിക് എന്ന് അറിയപ്പെടുന്നത്. ഇനി പ്രധാനപ്പെട്ട ബാക്ടീരിയൽ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട ബാക്ടീരിയൽ രോഗങ്ങളൊന്ന് എലിപ്പനി, കുഷ്ഠം, ക്ഷയം, ഡിഫ്തീരിയ, പ്ലേഗ്, ടൈഫോയിഡ്, കോളറ, ടെറ്റനസ്, ന്യൂമോണിയ, വില്ലൻ ചുമ, ആന്ത്രാക്സ്, ബോട്ടുലിസം, ഗൊണേറിയ, സിഫിലിസ്, സാൽമണലോസിസ്, ട്രക്കോമ, ബ്രൂസല്ലോസിസ്, മെനിഞ്ചൈറ്റിസ് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ബാക്ടീരിയൽ രോഗങ്ങളിൽ ഉൾപ്പെടുന്നത്. പഠിച്ചു വയ്ക്കുക, പ്രധാനപ്പെട്ട ബാക്ടീരിയൽ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? എലിപ്പനി, കുഷ്ഠം, ക്ഷയം, ഡിഫ്തീരിയ, പ്ലേഗ്, ടൈഫോയിഡ്, കോളറ, ടെറ്റനസ്, ന്യൂമോണിയ, വില്ലൻ ചുമ, ആന്ത്രാക്സ്, ബോട്ടുലിസം, ഗൊണേറിയ, സിഫിലിസ്, സാൽമണലോസിസ്, ട്രക്കോമ, ബ്രൂസല്ലോസിസ്, മെനിഞ്ചൈറ്റിസ് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ബാക്ടീരിയൽ രോഗങ്ങൾ. ഇനി നമുക്ക് ഇവയുടെ ഓരോന്നിൻ്റെയും പ്രത്യേകതകളാണ് നോക്കാനുള്ളത്. ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ബാക്ടീരിയൽ രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് എലിപ്പനി. എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്?
ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ. ഓർത്തുവെക്കുക, പേര് ഓർത്തുവെക്കുക. എന്താണ്? ലെപ്റ്റോസ്പൈറ ബാക്ടീരിയയാണ് ഏതിന് കാരണമായിട്ട് വരുന്നത്? എലിപ്പനിക്ക് കാരണമാകുന്നത്. അപ്പൊ എലിപ്പനിയുടെ രോഗാണു ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ലെപ്റ്റോസ്പൈറ. ഇനി ശ്രദ്ധിക്കുക, എലിപ്പനി അറിയപ്പെടുന്ന വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ പരത്തുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? എലിപ്പനിയാണ്. ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? എലിപ്പനിയാണ്. മറ്റു പേരുകൾ ഓർത്തു വയ്ക്കുക: 7 ഡേ ഫീവർ, വീൽസ് രോഗം, കർഷകരുടെ രോഗം, ബ്ലാക്ക് ജോണ്ടിസ് എന്നീ പേരുകൾ അറിയപ്പെടുന്നത് ഏത് രോഗമാണ്? എലിപ്പനിയാണ്. അപ്പോൾ എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരാണ് എന്ത്? ലെപ്റ്റോസ്പൈറ. വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ലെപ്റ്റോസ്പൈറോസിസ്, 7 ഡേ ഫീവർ, കർഷകരുടെ രോഗം, ബ്ലാക്ക് ജോണ്ടിസ്, വീൽസ് രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏതാണ്? എലിപ്പനിയാണ്. ഇനി എലിപ്പനി ഏതിലൂടെയാണ് പകരുന്നത്? ജലത്തിലൂടെ പകരുന്ന രോഗമാണ് ഏത്? എലിപ്പനി എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ജലത്തിലൂടെ പകരുന്ന രോഗമാണ് ഏത്? എലിപ്പനി. ഇനി എലിപ്പനിക്ക് എതിരായിട്ട് നൽകുന്ന ഒരു ആന്റിബയോട്ടിക് ഉണ്ട്. എന്താണ് അതിന്റെ പേര്? ഡോക്സിസൈക്ലിൻ. ഓർത്തു വയ്ക്കുക, എന്താണ്? ഡോക്സിസൈക്ലിൻ. എലിപ്പനിക്ക് എതിരായിട്ട് നൽകുന്ന ആന്റിബയോട്ടിക്കിന്റെ പേരാണ് എന്ത്? ഡോക്സിസൈക്ലിൻ എന്നറിയപ്പെടുന്നത്. ഇനി ശ്രദ്ധിക്കുക, പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ സാധ്യത കൂടുതലുള്ള രോഗമാണ് ഏത്? എലിപ്പനി. പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള രോഗം ഏതെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? എലിപ്പനിയാണ്. അതുപോലെ എലിപ്പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ശക്തമായ പനി, തലവേദന, പേശീവേദന, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം എന്നിവ ഏതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്? എലിപ്പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. അപ്പോൾ ഒന്ന് ഓർത്തു വയ്ക്കുക, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. ഏതിൻ്റെയൊക്കെ കൂടെ വരുന്നു? പനി, തലവേദന, പേശീവേദന എന്നിവയുടെ കൂടെ കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം. ഇത്രയും ഉണ്ടെങ്കിൽ ഏതിന്റെ ലക്ഷണമായിട്ട് പറയാൻ പറ്റും? എലിപ്പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഇനി എലിപ്പനി ഏതൊക്കെ അവയവ വ്യവസ്ഥകളെയാണ് ബാധിക്കുന്നത്? അതായത് ഒരു അവയവത്തെ മാത്രമല്ല ബാധിക്കുന്നത്, ഒന്നിലേറെ അവയവങ്ങളെ എലിപ്പനി ബാധിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? കരൾ, ശ്വാസകോശം, വൃക്ക, രക്തചംക്രമണ വ്യവസ്ഥ എന്നിവയെ ബാധിക്കുന്ന രോഗമാണേത്? എലിപ്പനി. അപ്പോൾ ജലത്തിലൂടെയാണ് ഇത് പകരുന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു ആന്റിബയോട്ടിക് ഉണ്ട്. ഏതാണ്? ഡോക്സിസൈക്ലിൻ. അതായത് എലിപ്പനി പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി, തടയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആന്റിബയോട്ടിക് ആണ് ഇത് ഡോക്സിസൈക്ലിൻ എന്നറിയപ്പെടുന്നു. പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള രോഗമാണേത്? എലിപ്പനി. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? ശക്തമായ പനി, തലവേദന, പേശീവേദന, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം എന്നിവയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഏതിനെയൊക്കെയാണ് ബാധിക്കുന്നത്? കരൾ, ശ്വാസകോശം, വൃക്ക, രക്തചംക്രമണ വ്യവസ്ഥ തുടങ്ങിയവയാണ് എലിപ്പനി പ്രധാനമായിട്ടും ബാധിക്കുന്നത്. മറ്റൊരു ബാക്ടീരിയൽ രോഗമാണേത്? ക്ഷയം. ക്ഷയം അല്ലെങ്കിൽ TB എന്നറിയപ്പെടുന്നു അല്ലേ? ക്ഷയം. ഓക്കെ, ഓർക്കുക. ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്നാണ്. ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തു വെക്കുക. അതുപോലെ ക്ഷയരോഗം അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ വിശേഷണങ്ങളാണ് ക്ഷയരോഗത്തിനുള്ളത്? രോഗങ്ങളുടെ രാജാവ്, കോക്സ് രോഗം, വെളുത്ത പ്ലേഗ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രോഗം ഏതാണ്? ക്ഷയരോഗമാണ്. വെളുത്ത പ്ലേഗ്, രോഗങ്ങളുടെ രാജാവ്, കോക്സ് രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏതിനെയാണ്? ക്ഷയരോഗത്തെയാണ്. ക്ഷയരോഗം ഏതിലൂടെയാണ് പകരുന്നത്? വായുവിലൂടെ പകരുന്ന രോഗമാണ് ഏത്? ക്ഷയം. ഏതിലൂടെയാണ്? വായുവിലൂടെയാണ് ഇത് പ്രധാനമായിട്ടും പകരുന്നത്. അപ്പോൾ ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ട്യൂബർക്കിൾ ബാസിലസ് എന്നും പറയുന്നുണ്ട്, അതാണ് TB. ട്യൂബർക്കിൾ ബാസിലസ് എന്നും ഇതിനെ പറയുന്നുണ്ട്. ഓക്കെ. അതുപോലെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? രോഗങ്ങളുടെ രാജാവ്, കോക്സ് രോഗം, വെളുത്ത പ്ലേഗ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഏതാണ്? ക്ഷയരോഗമാണ്. വായുവിലൂടെയാണ് ഈ ക്ഷയരോഗം പകരുന്നത്. ക്ഷയരോഗം പകരുന്നത് വായുവിലൂടെയാണെന്ന് പറഞ്ഞു അല്ലേ? ഇനി ഏത് വ്യവസ്ഥയാണ് ഇത് ബാധിക്കുന്നത്? നമ്മുടെ ശ്വസന വ്യവസ്ഥയാണ് ബാധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു രോഗമാണിത് ക്ഷയം അല്ലെങ്കിൽ TB എന്നറിയപ്പെടുന്നത്. ഏതിനെയാണ് ബാധിക്കുന്നത്? ശ്വാസകോശത്തെയാണിത് ബാധിക്കുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു BCG വാക്സിൻ ഏത് രോഗത്തിനെതിരെയാണെന്ന് പറഞ്ഞു? ക്ഷയരോഗത്തിനെതിരെ നൽകുന്ന ഒരു വാക്സിനാണ് ഏത്? BCG വാക്സിൻ അല്ലേ? കണ്ടുപിടിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? കാൽമറ്റയും ഗ്വാറിനും, 2 വ്യക്തികൾ ചേർന്നാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. BCGയുടെ ഫുൾ ഫോം ഒന്ന് ഓർത്തു വയ്ക്കുക.
ബാസിലസ് കാൽമറ്റെ ഗ്വാറിൻ. ഓക്കെ, അപ്പൊ BCG യുടെ ഫുൾ ഫോം എന്താണ്? ബാസിലസ് കാൽമറ്റെ ഗ്വാറിൻ എന്നതാണ് ഇതിന്റെ ഫുൾ ഫോം. കാൽമറ്റെ ഗ്വാറിൻ എന്നീ 2 ശാസ്ത്രജ്ഞർ ചേർന്നാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അതുപോലെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്, BCG വാക്സിൻ നൽകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ നൽകുന്ന വാക്സിൻ ആണ് ഇത് BCG. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തു വെക്കുക. ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ നൽകുന്ന വാക്സിൻ ആണ് ഇത് BCG വാക്സിൻ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത മറ്റൊരെണ്ണം ശ്രദ്ധിക്കുക, ഡോട്ട്സ്. എന്താണ് ഡോട്ട്സ് എന്ന് പറയുന്നത്? അതായത് ക്ഷയരോഗത്തിന്റെ ചികിത്സാ രീതിക്ക് അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഡോട്ട്സ്. ക്ഷയരോഗത്തിന്റെ ചികിത്സാ രീതിക്കാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ഡോട്ട്സ് എന്നറിയപ്പെടുന്നത്. അതായത് ഒരു വ്യക്തി ക്ഷയരോഗി ആണെന്ന് തിരിച്ചറിയുന്നത് മുതൽ അദ്ദേഹത്തിന് ടാബ്ലറ്റ് നിർദ്ദേശിക്കുന്ന ഒരു സമയമുണ്ട്. ഒരുപക്ഷെ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം 2 വർഷം എത്രയാണോ ആ കാലയളവ്, അതുവരെയുള്ള ചികിത്സാ രീതിക്ക് പറയുന്ന പേരാണ് എന്ത്? ഡോട്ട്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ക്ഷയരോഗത്തിന്റെ ചികിത്സാ രീതി അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഡോട്ട്സ്. എന്താണ് ഡോട്ട്സിന്റെ ഫുൾ ഫോം? ഡയറക്റ്റ്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ്. ഓക്കെ, അപ്പോൾ ക്ഷയരോഗത്തിന്റെ ചികിത്സാ രീതിക്ക് പറയുന്ന പേരാണ് എന്ത്? ഡോട്ട്സ് എന്നറിയപ്പെടുന്നത്. ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഡയറക്റ്റ്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് എന്നതാണ് ഡോട്ട്സിന്റെ ഫുൾ ഫോം. ക്ഷയരോഗത്തിന്റെ ചികിത്സാ രീതിയാണ് ഡോട്ട്സ്. ഓക്കെ ആണല്ലോ. ഇനി ശ്രദ്ധിക്കുക, ക്ഷയരോഗ നിർമ്മാർജ്ജന ദിനം അല്ലെങ്കിൽ ക്ഷയരോഗ നിവാരണ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനമായിട്ട് ആചരിക്കുന്നത്. എന്നാണ്? മാർച്ച് 24 ലോക ക്ഷയരോഗ നിവാരണ ദിനമായിട്ട് ആചരിക്കുന്നത്. അതുപോലെ ക്ഷയരോഗം തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് മാൻഡോ ടെസ്റ്റ്. മാൻഡോ ടെസ്റ്റ് അല്ലെങ്കിൽ മാൻഡോക്സ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ എഴുതുമ്പോൾ മാൻടോക്സ് എന്ന് തന്നെയാണ് എഴുതുന്നത്. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കാം, മാൻഡോ ടെസ്റ്റ് അല്ലെങ്കിൽ മാൻടോക്സ് എന്നും പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ മാൻഡോ ടെസ്റ്റ് ഉണ്ട്. മറ്റൊന്നുണ്ട് ടൈൻ ടെസ്റ്റ്. ടൈൻ ടെസ്റ്റ്. അതുപോലെ TST വരുന്നുണ്ട്. TST എന്താണ്? സ്പുട്ടം സാമ്പിളൊക്കെ വെച്ചിട്ടുള്ള പരിശോധനയ്ക്കാണ് എന്ത്? TST എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. മാൻഡോ ടെസ്റ്റ്, ടൈൻ ടെസ്റ്റ്, TST തുടങ്ങിയവയൊക്കെ ക്ഷയരോഗ നിർണയ ടെസ്റ്റുകളാണ്. അതുപോലെ എന്താണ്? ശ്വാസകോശത്തെയാണ് ക്ഷയരോഗം ബാധിക്കുന്നത്. BCG വാക്സിൻ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് BCGയുടെ ഫുൾ ഫോം? ബാസിലസ് കാൽമറ്റെ ഗ്വാറിൻ എന്നതാണ്. അതുപോലെ ഡോട്ട്സ് എന്താണ്? ക്ഷയരോഗത്തിന്റെ ചികിത്സാ രീതിക്ക് പറയുന്ന പേരാണ് ഡോട്ട്സ്. ഡയറക്റ്റ്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് എന്നതാണ് ഇതിന്റെ പൂർണ്ണരൂപം. അതുപോലെ ലോക ക്ഷയരോഗ ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 24. പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മാൻഡോ ടെസ്റ്റ്, ടൈൻ ടെസ്റ്റ്, TST തുടങ്ങിയവയാണ്. മറ്റൊരു ബാക്ടീരിയൽ രോഗമാണ് കുഷ്ഠം. കുഷ്ഠം അല്ലെങ്കിൽ ലെപ്രസി. കുഷ്ഠം അല്ലെങ്കിൽ ലെപ്രസി. ഈ കുഷ്ഠരോഗത്തിന്റെ രോഗാണുവിന്റെ പേരെന്താണ്? മൈക്കോബാക്ടീരിയം ലെപ്രേ എന്നതാണ് കുഷ്ഠരോഗത്തിന്റെ രോഗാണുവിന്റെ പേര്. ഓർത്ത് വെക്കുക, എന്താണ്? മൈക്കോബാക്ടീരിയം ലെപ്രേ. അപ്പൊ മൈക്കോബാക്ടീരിയം ഉള്ള 2 എണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, ഏതിന്റെയാണ്? ക്ഷയരോഗത്തിന്റെ രോഗകാരിയാണ്. അതുപോലെ മൈക്കോബാക്ടീരിയം ലെപ്രേ എന്ന് പറയുന്നത് ഏതിന്റെയാണ്? ലെപ്രസി അഥവാ കുഷ്ഠത്തിന്റെ രോഗാണുവാണ്. ഇനി ഹാൻസൺസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? കുഷ്ഠരോഗമാണ്. അപ്പോൾ കുഷ്ഠരോഗത്തെ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, ഓർത്ത് വയ്ക്കുക, എന്താണ്? ഹാൻസൺസ് രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതിനെയാണ്? കുഷ്ഠരോഗത്തെയാണ്. അതുപോലെ ശ്രദ്ധിക്കുക, ഏറ്റവും പഴക്കമേറിയ രോഗം എന്നറിയപ്പെടുന്നതും ഏതിനെയാണ്? കുഷ്ഠരോഗത്തെയാണ്. ഏറ്റവും പഴക്കമേറിയ രോഗം ഏതെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? കുഷ്ഠരോഗമാണ്. ഈ കുഷ്ഠരോഗം ഏതിനെയാണ് ബാധിക്കുന്നത്? ശ്രദ്ധിക്കുക, കുഷ്ഠരോഗം ബാധിക്കുന്നത് നമുക്കറിയാം, നമ്മുടെ ചർമ്മത്തിൽ ചെറിയ വെളുത്ത പാടുകളായിട്ട് വരുന്നുണ്ടല്ലേ. പക്ഷെ കുഷ്ഠരോഗം ബാധിക്കുന്നത് ഏത് വ്യവസ്ഥയാണെന്ന് ചോദിച്ചാൽ ഏത് പറയണം? നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കുഷ്ഠരോഗം ബാധിക്കുന്നത് ഏതിനെയാണെന്ന് ചോദിച്ചാൽ ഏതിനെയാണ്? നാഡീവ്യവസ്ഥയെയാണ് ബാധിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടാൻ കാരണം? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നു എന്ന് പറയുന്നത്? അതായത് നമുക്കറിയാം, ശരീരത്തിൽ വെളുത്ത പാടുകൾ ഉണ്ടാവുന്നതാണ് കുഷ്ഠം എന്ന് പറയുന്നത് അല്ലേ. ഈ പാടുകളിൽ എന്തുണ്ടാവുന്നു? അതായത് നമുക്ക് സ്പർശന ശേഷി ഇല്ലാത്ത അവസ്ഥയാണ്. അതിനകത്ത് നമ്മൾ തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പർശിച്ചാൽ എന്താണ്? ഒരു സ്പർശന ശേഷിയും അവിടെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നു എന്ന് അറിയപ്പെടുന്നത്. അതായത് സ്പർശന ശേഷി എന്ന് പറയുന്നത് നമ്മുടെ ഏതിന്റെ ധർമ്മമാണ്? നാഡീവ്യവസ്ഥയുടെ ഭാഗം
ഭാഗമായിട്ടാണ് വരുന്നത് അല്ലേ. അതായത് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും സ്പർശിക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത്? നമ്മുടെ നാഡീ വ്യവസ്ഥയിലൂടെ, നാഡികളിലൂടെ അല്ലെങ്കിൽ ന്യൂറോൺസിലൂടെ എന്ത് ചെയ്യുന്നു? അത് നമ്മുടെ തലച്ചോറിലെത്തുന്നു. തലച്ചോറാണ് അപ്പോൾ പറയുന്നത് എന്താണ്? അവിടെ എന്തെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു സ്പർശനം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നാഡീ വ്യവസ്ഥയിൽ എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചാൽ എന്ത് പറയുന്നില്ല, എന്ത് അനുഭവപ്പെടുന്നില്ല? നമുക്കവിടെ സ്പർശനം ഉണ്ടായി എന്നത് അനുഭവപ്പെടുന്നില്ല. അപ്പോൾ ഓർത്ത് വയ്ക്കുക, നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഏത്? കുഷ്ഠം. ഇനി ശ്രദ്ധിക്കുക, ഇത് എങ്ങനെയാണ് പകരുന്നത്? സമ്പർക്കത്തിലൂടെയാണ് ഇത് പകരുന്നത്. ഇപ്പോൾ 1-2 ദിവസം അടുത്തിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, കുഷ്ഠരോഗം പകരുന്നില്ല. കോവിഡ് പോലെയൊന്നും പകരുന്ന രോഗമല്ല. പിന്നെ എന്താണ്, കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ എന്നല്ല, കുറച്ച് മാസങ്ങളൊക്കെ എന്താണ് സമ്പർക്കത്തിൽ വരുന്നു എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന കുഷ്ഠരോഗം പകരുന്നുള്ളൂ. ഓക്കെ ആണല്ലോ. അടുത്ത ശ്രദ്ധിക്കുക, കുഷ്ഠരോഗ നിവാരണ ദിനം എന്നാണ്? ജനുവരി 30 ജനുവരി 30 കുഷ്ഠരോഗ നിവാരണ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇപ്പോൾ ഓർത്തു വയ്ക്കുക, കുഷ്ഠം അഥവാ ലെപ്രസി കാരണമാകുന്ന രോഗാണുവിന്റെ പേരെന്താണ്? മൈക്കോബാക്ടീരിയം ലെപ്രേ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് അറിയപ്പെടുന്ന വിശേഷണം എന്താണ്? ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? കുഷ്ഠരോഗത്തെയാണ്. ഏറ്റവും പഴക്കമേറിയ രോഗവും ഏത് തന്നെയാണ്? കുഷ്ഠരോഗമാണ്. കുഷ്ഠരോഗം ഏതിനെയാണ് ബാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ നാഡീ വ്യവസ്ഥയാണ് ബാധിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കുഷ്ഠരോഗം ബാധിക്കുന്നത് ഏതിനെയാണ്? നാഡീ വ്യവസ്ഥയെയാണ്. അതുപോലെ സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമാണ് ഏത്? കുഷ്ഠം. കുഷ്ഠരോഗ നിവാരണ ദിനം എന്നറിയപ്പെടുന്നത് ജനുവരി 30. ഇനി ശ്രദ്ധിക്കുക, കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതി ആരംഭിച്ച വർഷം എന്നാണ്? 1955. ഓർത്തു വയ്ക്കുക, കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതി ആരംഭിച്ച വർഷമാണെന്ന് 1955. അതുപോലെ കുഷ്ഠരോഗികൾ കൂടുതലുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? തമിഴ്നാടാണ്. കുഷ്ഠരോഗികൾ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഇപ്പോൾ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതി ആരംഭിച്ച വർഷമാണ് 1955. കുഷ്ഠരോഗികൾ കൂടുതലുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? തമിഴ്നാടാണ്. ഇനി മറ്റൊരു രോഗമാണ്, ബാക്ടീരിയൽ രോഗത്തിന് ഉദാഹരണമാണ് ഏത് പറയുന്നത്? പ്ലേഗ്. ഓക്കെ, പ്ലേഗ് രോഗത്തിന് കാരണമാകുന്ന രോഗാണുവിന്റെ പേരെന്താണ്? എർസീനിയ പെസ്റ്റിസ് എന്നാണ്. ഓർത്തു വയ്ക്കുക, എന്താണ് പേര്? എർസീനിയ പെസ്റ്റിസ്. പ്ലേഗ് രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരാണ് എന്ത്? എർസീനിയ പെസ്റ്റിസ് എന്നറിയപ്പെടുന്നു. അതുപോലെ ഈ പ്ലേഗ് അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, എന്താണ്? കറുത്ത മരണം, ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? പ്ലേഗിനെയാണ്. വെളുത്ത പ്ലേഗ് എന്തെന്ന് നമ്മൾ പറഞ്ഞു? ക്ഷയരോഗത്തെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? വെളുത്ത പ്ലേഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ കറുത്ത മരണം അല്ലെങ്കിൽ ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്? പ്ലേഗ്. പ്ലേഗ് രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? എർസീനിയ പെസ്റ്റിസ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, പ്ലേഗിന്റെ വാഹകരാരാണ്? പ്ലേഗിന്റെ വാഹകരാണ് ആര് പറയുന്നത്? എലിച്ചെള്ളുകൾ. പ്ലേഗ് രോഗത്തിന്റെ വാഹകരാരാണ്? എലിച്ചെള്ളുകളാണ് പ്ലേഗിന്റെ വാഹകർ. അതുപോലെ തന്നെ പ്ലേഗ് രോഗം ഏതൊക്കെ വ്യവസ്ഥയാണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ലിംഫ്, ശ്വാസകോശം, രക്തചംക്രമണം തുടങ്ങിയ വ്യവസ്ഥകളെയാണ് ഏത് ബാധിക്കുന്നത്? പ്ലേഗ് ബാധിക്കുന്നത്. ഇപ്പോൾ പ്ലേഗ് രോഗത്തിന്റെ രോഗാണു ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? എർസീനിയ പെസ്റ്റിസ് എന്നതാണ്. എർസീനിയ പെസ്റ്റിസ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? പ്ലേഗിനെയാണ്. വാഹകർ എന്താണ്? എലിച്ചെള്ളുകളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വാഹകർ. അതുപോലെ തന്നെ ഏതൊക്കെ വ്യവസ്ഥയാണ് ഇത് ബാധിക്കുന്നത്? ലിംഫ്, ശ്വാസകോശം, രക്തചംക്രമണ വ്യവസ്ഥ തുടങ്ങിയവയാണ് പ്ലേഗ് ബാധിക്കുന്നത്. അടുത്ത മറ്റൊരു ബാക്ടീരിയൽ രോഗമാണ് ഏത്? ഡിഫ്തീരിയ. എന്താണ് പേര്? ഡിഫ്തീരിയ. ഡിഫ്തീരിയ എന്ന് പറയുന്ന ഏത് രോഗത്തിന് ഉദാഹരണമാണ്? ബാക്ടീരിയൽ രോഗത്തിന് ഉദാഹരണമാണ്. ശ്രദ്ധിക്കുക, ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ എന്നതാണ്. കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ എന്നതാണ് ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ. ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് എടുത്താൽ ഇതിന്റെ പേര് കൊടുത്തിരിക്കുന്നത് കൊറിനി ബാക്ടീരിയം എന്നാണ്. കൊറിനി ബാക്ടീരിയം എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതായത് കൊറൈൻ, CORINE എന്നതാണ് അതിന്റെ സ്പെല്ലിംഗ്. ഓർത്ത് വെക്കുക, CORINE, കൊറൈൻ ബാക്ടീരിയ. ഓക്കെ, അതിൽ സ്കൂൾ ടെക്സ്റ്റിൽ കൊറിനി ബാക്ടീരിയം എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും മാറിപ്പോകരുത്. ഇപ്പോൾ ഓർത്ത് വയ്ക്കുക, ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? കൊറൈൻ ബാക്ടീരിയ ഡിഫ്തീരിയ എന്നതാണ്. കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ. ശ്രദ്ധിക്കുക, തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന ഒരു രോഗമാണ് ഏത്? ഡിഫ്തീരിയ. അപ്പൊ ഡിഫ്തീരിയ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്?
തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗമാണേത്? ഡിഫ്തീരിയ. അതുപോലെ തന്നെ ഡിഫ്തീരിയ രോഗം തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. ഏതാണ്? ഷിക് ടെസ്റ്റ്. ഏതാണ്? ഷിക് ടെസ്റ്റ് ആണ് ഏതിന് വേണ്ടിയിട്ടുള്ളത്? ഡിഫ്തീരിയ രോഗം തിരിച്ചറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ഏത്? ഷിക് ടെസ്റ്റ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഒരു വാക്സിൻ ഉണ്ട്, DPT വാക്സിൻ അല്ലെ? DPT, അതായത് ഒരു 3 രോഗത്തിനെതിരായിട്ട് നൽകുന്ന വാക്സിൻ ആണ് ഏത്? DPT. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? ഡിഫ്തീരിയ. ഓർത്ത് വെക്കുക. ഡി എന്താണ്? ഡിഫ്തീരിയ. അടുത്തതാണ് എന്ത്? പി എന്ന് പറയുന്നത് പെർട്ടോസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമ. മറ്റൊന്ന് ടി ആണ്. ടി എന്താണ്? ടെറ്റനസ്. അപ്പോൾ ശ്രദ്ധിക്കുക, DPT വാക്സിൻ എന്ന് പറയുന്നത് ഏതൊക്കെ രോഗങ്ങൾക്കെതിരായിട്ടാണ് നൽകുന്നത്? ഈ പറഞ്ഞ ഡിഫ്തീരിയക്കുണ്ട്. അതുപോലെ തന്നെ പി എന്താണെന്ന് വെച്ചാൽ പെർട്ടോസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമ. ടി എന്താണ്? ടെറ്റനസ് ആണ്. ഓർത്ത് വയ്ക്കുക. ഒരു തവണ PSCയുടെ ആൻസർ കീയിൽ വന്നതിൽ എന്താണ്? പെർട്ടോസിസ് എന്ന ഓപ്ഷനിൽ വന്നിട്ടില്ലായിരുന്നു, പകരം വില്ലൻ ചുമ എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. DPT വാക്സിൻ എന്ന് പറയുന്നത് ഏതൊക്കെ രോഗത്തിനെതിരെയാണ്? ഡി എന്താണ്? ഡിഫ്തീരിയ. പി എന്ന് പറയുന്ന പെർട്ടോസിസ് അല്ലെങ്കിൽ മറ്റൊരു പേര് ഓർത്ത് വയ്ക്കുക. എന്താണ്? വില്ലൻ ചുമ. ടി എന്താണ്? ടെറ്റനസ്. ഓക്കെ ആണല്ലോ? അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, ഡിഫ്തീരിയ എന്ന് പറയുന്നത് ഏത് രോഗാണുവാണ് അതിന് കാരണമാകുന്നത്? കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ അല്ലെങ്കിൽ കൊറിനി ബാക്ടീരിയം എന്ന് ഓർത്ത് വയ്ക്കുക. തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്? ഡിഫ്തീരിയ. ഏത് ടെസ്റ്റ് ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഷിക് ടെസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ വാക്സിൻ ഏതെന്ന് ചോദിച്ചാൽ 3 രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാക്സിനാണ് DPT. എന്താണ്? ഡിഫ്തീരിയ, പെർട്ടോസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമ. ടി എന്താണ്? ടെറ്റനസ്. മറ്റൊരു ബാക്ടീരിയൽ രോഗമാണ് കോളറ. നമുക്കറിയാം കോളറ എന്ന് പറയുന്നത് ഏത് രോഗത്തിന് ഉദാഹരണമാണ്? അതൊരു ജലജന്യ രോഗമാണ് അല്ലെ? അതായത് നമുക്ക് ജലത്തിലൂടെ പകരുന്ന, മലിനജലത്തിലൂടെയൊക്കെ പകരുന്ന ഒരു രോഗമാണ് ഏത് പറയുന്നത്? കോളറ എന്നറിയപ്പെടുന്നത്. ഈ കോളറ രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വയ്ക്കുക. എന്താണ്? വിബ്രിയോ കോളറ എന്നതാണ് ഇതിന്റെ പേര്. ഓർത്ത് വയ്ക്കുക. കോളറ രോഗത്തിന് കാരണമാകുന്ന രോഗാണുവിന്റെ പേരെന്താണ്? വിബ്രിയോ കോളറ എന്നതാണ് പേര്. അതുപോലെ തന്നെ ഇത് ഏതിലൂടെയാണ് പകരുന്നത്? ജലത്തിലൂടെ പകരുന്ന രോഗമാണ് ഏത്? കോളറ. ഈ കോളറ അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വിഷൂജിക, റിവറൈൻ രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഏതാണ്? കോളറയാണ്. വിഷൂജിക, റിവറൈൻ രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രോഗമാണ് ഏത്? കോളറ. കോളറ രോഗത്തിന് കാരണമാകുന്ന രോഗാണുവിന്റെ പേരാണ് എന്ത്? വിബ്രിയോ കോളറ. അതുപോലെ ഏതിലൂടെയാണ് പകരുന്നത്? ജലത്തിലൂടെയാണ് കോളറ ബാധിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, കോളറ രോഗത്തിന് കാരണമാകുന്ന വാഹകർ ഏതാണ്? വാഹകർ അല്ലെങ്കിൽ വെക്ടേഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഈച്ചകളാണ്. ഇപ്പൊ രോഗാണു ഏതാണെന്ന് ചോദിച്ചാൽ വിബ്രിയോ കോളറയാണ്. വാഹകർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഈച്ചയാണ്. ഇനി എന്താണ് ORS? അതായത് കോളറ ബാധിച്ച ആളുകൾക്ക് നൽകുന്ന ഒരു സൊല്യൂഷൻ ആണ് എന്ത് പറയുന്നത്? ORS എന്ന് പറയുന്നത് അല്ലെ? ORS ലായനി എന്ന് അറിയപ്പെടുന്നുണ്ട്. എന്താണ് ORS എന്ന് വെച്ചാൽ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. അപ്പോൾ എന്താണ് ORS? ഫുൾ ഫോം എന്താണ്? ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. ഇനി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ORS എന്ന് പറയുന്നത് ഇപ്പോഴാണ് ഇതിന്റെ പൂർണ്ണരൂപം ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന് മാറ്റിയത്. ഇതിന് മുന്നേ ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് സൊല്യൂഷൻ എന്നും കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു സോൾട്ടിനെ WHO ഈ ഇടയ്ക്കെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ പേര് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നതാണ്. ആദ്യം അത് ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് സൊല്യൂഷൻ എന്നായിരുന്നു പേരുണ്ടായിരുന്നത്. ആ സോൾട്ടിനെ എടുത്ത് മാറ്റിയിട്ടുണ്ട്, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നാക്കി. ഓക്കെ ആണല്ലോ? ഇപ്പോൾ കോളറ ബാധിച്ചവർക്ക് നൽകുന്ന ഒരു സൊല്യൂഷനാണ് എന്ത്? ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ അല്ലെങ്കിൽ ORS. ഇനി ഏതൊക്കെ ഘടകങ്ങളാണ് ഈ ORSലുള്ളത്? അതായത് ശ്രദ്ധിക്കുക, നമുക്കറിയാം എന്തുണ്ട്? ഒന്ന് ഗ്ലൂക്കോസ് കാണപ്പെടുന്നുണ്ട് അല്ലേ? ഗ്ലൂക്കോസ്. അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഉപ്പ്. മറ്റൊന്ന് ട്രൈസോഡിയം സിട്രേറ്റ്. ട്രൈസോഡിയം സിട്രേറ്റ്. പിന്നെന്താണ്? KCl, ചെറിയ അളവിൽ പൊട്ടാസ്യം ക്ലോറൈഡും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് ചോദിച്ചാൽ ഗ്ലൂക്കോസ് വരുന്നുണ്ട്, സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഉപ്പ്, ട്രൈസോഡിയം സിട്രേറ്റ്, KCl അല്ലെങ്കിൽ ചെറിയ അളവിൽ എന്താണ്? പൊട്ടാസ്യം ക്ലോറൈഡും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, കോളറ എന്ന് പറയുന്നത് ഒരു ജലജന്യ രോഗത്തിന് ഉദാഹരണമാണ്.
ഏതാണ് രോഗാണു എന്ന് ചോദിച്ചാൽ അത് വിബ്രിയോ കോളറ എന്നതാണ്. പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? വിഷൂചിക, റിവറൈൻ രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഏതാണ്? കോളറയാണ്. വാഹകരാരാണെന്ന് ചോദിച്ചാൽ അത് ഈച്ചയാണ്. അതുപോലെ കോളറ ബാധിച്ചവർക്ക് നൽകുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്. എന്താണ് പേര്? ORS, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. ORSന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ്. ORSലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഏതൊക്കെ? ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഉപ്പ്, ട്രൈസോഡിയം സിട്രേറ്റ്, അതുപോലെ ചെറിയ അളവിൽ ഏതും കാണപ്പെടുന്നുണ്ട്? പൊട്ടാസ്യം ക്ലോറൈഡും കാണപ്പെടുന്നുണ്ട്. മറ്റൊരു ബാക്ടീരിയൽ രോഗമാണ് ഏത്? ടെറ്റനസ്. എന്താണ്? ടെറ്റനസ്. ഈ ടെറ്റനസിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്നാണ് അതിന്റെ പേര്. ഓർത്തു വയ്ക്കുക, ക്ലോസ്ട്രിഡിയം ടെറ്റനി ഏതിന് കാരണമാകുന്നു? ടെറ്റനസിന് കാരണമാകുന്നു. അപ്പൊ ടെറ്റനി എന്ന് പറയുന്നത് എന്താണ്? ടെറ്റനിയും ടെറ്റനസും ഒന്നാണോ? അല്ല. ടെറ്റനി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? ടെറ്റനി എന്നറിയപ്പെടുന്നത്. ടെറ്റനി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ രോഗം അല്ല. അവിടെ എന്താണ്? നമ്മുടെ രക്തത്തിലുള്ള കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഏത്? ടെറ്റനി എന്നറിയപ്പെടുന്നത്. എന്നാൽ ടെറ്റനസ് എന്താണ്? അതൊരു ബാക്ടീരിയൽ രോഗമാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഓർത്തു വയ്ക്കുക, ടെറ്റനസിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണെന്ന് ചോദിച്ചാൽ ക്ലോസ്ട്രിഡിയം ടെറ്റനി. അവിടെ ബാക്ടീരിയയുടെ പേര് ടെറ്റനി എന്ന് കാണുന്നത് കൊണ്ട് മാറിപ്പോവരുത്. ചിലപ്പോൾ ഓപ്ഷനിൽ ഫസ്റ്റ് ഓപ്ഷൻ ടെറ്റനി തന്നെ കൊടുത്തിരിക്കും, എന്നാലും മാറിപ്പോവരുത്. എന്താണ്? ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന് പറയുന്നത് ഏത് രോഗത്തിന്റെ രോഗാണുവാണ്? ടെറ്റനസിന്റെ രോഗാണുവാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ലോക്ക് ജാ രോഗം, കുതിരസന്നി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ടെറ്റനസ് തന്നെയാണ്. ലോക്ക് ജാ രോഗം, അതായത് വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ കുതിരസന്നി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും ഏത് രോഗത്തെ തന്നെയാണ്? ടെറ്റനസിനെ തന്നെയാണ്. ഇനി ടെറ്റനസ് എവിടെയൊക്കെയാണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ പേശികൾ, സന്ധികൾ എന്നിവയെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഏത്? ടെറ്റനസ്. പേശികൾ, സന്ധികൾ എന്നിവയാണ് ഇത് ബാധിക്കുന്നത്. എങ്ങനെയാണ് പകരുന്നത്? മുറിവിലൂടെ പകരുന്ന രോഗം കൂടിയാണ് ഏത്? ടെറ്റനസ്. മുറിവിലൂടെയാണ് ഇത് പകരുന്നത്. അതുപോലെ തന്നെ ടെറ്റനസിന്റെ ഒരു വാക്സിൻ ഉണ്ട്. ഏതാണ്? TT. എന്താ ഫുൾ ഫോം? ടെറ്റനസ് ടോക്സോയിഡ്. ഓക്കെ, അപ്പൊ ടെറ്റനസ് ടോക്സോയിഡ്, TT. എന്താണ് TT? ടെറ്റനസ് ടോക്സോയിഡ്. ഓക്കെ ആണല്ലോ? അപ്പൊ ടെറ്റനസിന്റെ ഒരു വാക്സിൻ ആണ് എന്തെന്ന് അറിയപ്പെടുന്നത്? TT എന്നറിയപ്പെടുന്നത്. ടെറ്റനസ് ടോക്സോയിഡ് എന്നതാണ് ഇതിന്റെ പൂർണ്ണ രൂപം. ഓർത്തു വയ്ക്കുക, ടെറ്റനസിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്നതാണ്. ലോക്ക് ജാ രോഗം, കുതിരസന്നി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഏതിനെയൊക്കെ ബാധിക്കുന്നു? പേശികൾ, സന്ധികൾ എന്നിവയെ ബാധിക്കുന്നു. എങ്ങനെയാണ് ഇത് പകരുന്നത്? മുറിവിലൂടെ പകരുന്ന രോഗമാണ്. അതുപോലെ വാക്സിൻ ഏതാണ്? ടെറ്റനസ് ടോക്സോയിഡ് അഥവാ TT. മറ്റൊരു ബാക്ടീരിയൽ രോഗമാണ് ടൈഫോയിഡ്. എന്താണ്? ടൈഫോയിഡ്. ഈ ടൈഫോയിഡിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേര് ഓർത്തു വയ്ക്കുക. സാൽമൊണല്ല ടൈഫി എന്നാണ് പേര്. എന്താണ്? സാൽമൊണല്ല ടൈഫി. ടൈഫോയിഡിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? സാൽമൊണല്ല ടൈഫി. അതുപോലെ ടൈഫോയിഡ് അറിയപ്പെടുന്ന മറ്റ് പേരുകൾ എന്തൊക്കെയാണ്? സന്നിപാത ജ്വരം, എൻഡറിക് ഫീവർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഏതാണ്? ടൈഫോയിഡ് ആണ്. ഏതൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നു? സന്നിപാത ജ്വരം, എൻഡറിക് ഫീവർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഏതാണ്? ടൈഫോയിഡ് ആണ്. അതുപോലെ ശ്രദ്ധിക്കുക, ടൈഫോയിഡ് രോഗത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. എന്താണ് ടെസ്റ്റിന്റെ പേര്? വൈഡൽ ടെസ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടെസ്റ്റ്, ഓർത്തു വയ്ക്കുക. എന്താണ്? വൈഡൽ ടെസ്റ്റ്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗം തിരിച്ചറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഏതാണ്? ടൈഫോയിഡ്. ടൈഫോയിഡിനെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റിന്റെ പേരെന്താണ്? വൈഡൽ ടെസ്റ്റ്. അതുപോലെ ടൈഫോയിഡ് എന്ന് പറയുന്നത് ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കുടലിനെ ബാധിക്കുന്ന രോഗമാണ്. കുടലിനെ ബാധിക്കുന്ന ഒരു രോഗത്തിന് ഉദാഹരണം ഏതാണ്? ടൈഫോയിഡ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തു വയ്ക്കുക. ടൈഫോയിഡ് ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കുടലിനെയാണിത് ബാധിക്കുന്നത്. അതുപോലെ ടൈഫോയിഡ് എങ്ങനെയാണ് പകരുന്നത്? ജലത്തിലൂടെയാണ് പകരുന്നത്. അതിൻ്റെ വാഹകരാരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഈച്ചകളാണ്. അപ്പോൾ ജലത്തിലൂടെ പകരുന്നു. വാഹകരാരാണ്? ഈച്ചകളാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ടൈഫോയിഡിന് കാരണമാകുന്ന രോഗാണുവിൻ്റെ പേരാണെന്ത്? സാൽമൊണല്ല ടൈഫി എന്നറിയപ്പെടുന്നു. വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? എൻഡറിക് ഫീവർ, അതുപോലെ സന്നിപാത ജ്വരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഏതാണ്? ടൈഫോയിഡ് ആണ്.
ടെസ്റ്റ് ഏതാണ്? വൈഡാൽ ടെസ്റ്റ് ആണ്. ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കുടലിനെയാണ് ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. അതുപോലെ ജലത്തിലൂടെ പകരുന്നു. വാഹകരാരാണ്? ഈച്ചകളാണ്. മറ്റൊരു ബാക്ടീരിയൽ രോഗമാണ് ഏത്? ആന്ത്രാക്സ്. ഈ ആന്ത്രാക്സിന് കാരണമാകുന്ന രോഗാണുവിന്റെ പേരെന്താണ്? ബാസിലസ് ആന്ത്രാസിസ് എന്നതാണ് പേര്. ഓർത്തു വയ്ക്കുക, എന്താണ്? ബാസിലസ് ആന്ത്രാസിസ്. ആന്ത്രാക്സിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? ബാസിലസ് ആന്ത്രാസിസ്. അതുപോലെ ആന്ത്രാക്സ് അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, ഓർത്തു വയ്ക്കുക, എന്താണ്? വൂൾ സോർട്ടേഴ്സ് രോഗം. എന്തെന്നറിയപ്പെടുന്നു? വൂൾ സോർട്ടേഴ്സ് രോഗം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ആന്ത്രാക്സിനെയാണ്. അതുപോലെ ആന്ത്രാക്സ് ഏതിനെയൊക്കെയാണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ശ്വസന വ്യവസ്ഥ, അതുപോലെ ചർമ്മം എന്നിവയാണ് ആന്ത്രാക്സ് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. അതുപോലെ ഇത് ഏത് രോഗത്തിന് ഉദാഹരണമാണ്? ജന്തുജന്യ രോഗത്തിന് ഉദാഹരണമാണ്. അതായത് ജന്തുക്കളിൽ നിന്നും മനുഷ്യരിലേക്കാണ് ഇത് പകരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രോഗത്തിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും? ഇതൊരു സൂനോട്ടിക് ഡിസീസസിന് ഉദാഹരണമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആന്ത്രാക്സിന് കാരണമാകുന്ന രോഗാണുവിന്റെ പേരെന്താണ്? ബാസിലസ് ആന്ത്രാസിസ് എന്നാണ് പേര്. വൂൾ സോർട്ടേഴ്സ് രോഗം എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? ആന്ത്രാക്സിനെയാണ്. ഏതിനെയൊക്കെയാണ് ബാധിക്കുന്നത്? ശ്വസന വ്യവസ്ഥ, ചർമ്മം എന്നിവയാണ് ബാധിക്കുന്നത്. അതുപോലെ തന്നെ ജന്തുക്കളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗം കൂടിയാണ് ഇത് ആന്ത്രാക്സ്. മറ്റൊരു ബാക്ടീരിയൽ രോഗമാണ് ന്യൂമോണിയ. ഈ ന്യൂമോണിയയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്നാണ്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്നാണ് ഏതിന്റെ പേര്? ന്യൂമോണിയയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരാണെന്ത്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. അതുപോലെ ഇത് ഏതിനെയാണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഇത് ന്യൂമോണിയ. ശ്വസന വ്യവസ്ഥയാണിത് ബാധിക്കുന്നത്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്നതാണ് ന്യൂമോണിയ രോഗത്തിന്റെ രോഗാണു. അതുപോലെ തന്നെ ഏത് വ്യവസ്ഥയാണ് ഇത് ബാധിക്കുന്നത്? ശ്വസന വ്യവസ്ഥയാണിത് ബാധിക്കുന്നത്. അതുപോലെ മറ്റൊരു രോഗമുണ്ട്, എന്ത്? പെർട്ടോസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമ. പെർട്ടോസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമ. ഇതും ഏതിനെ തന്നെയാണ് ബാധിക്കുന്നത്? ശ്വസന വ്യവസ്ഥയെ തന്നെയാണ് ബാധിക്കുന്നത്. ഓർത്തു വയ്ക്കുക, ശ്വസന വ്യവസ്ഥയെ തന്നെയാണ് ഏത് ബാധിക്കുന്നത്? പെർട്ടോസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമ. ഈ പെർട്ടോസിസിന് കാരണമാകുന്ന രോഗാണുവിന്റെ പേരാണ് എന്ത്? ബോർഡട്ടെല്ല പെർട്ടോസിസ്. ഓർത്തു വയ്ക്കുക, പേര് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ബോർഡട്ടെല്ല പെർട്ടോസിസ്. പെർട്ടോസിസിന് കാരണമാകുന്ന രോഗാണുവിന്റെ പേരാണ് എന്ത്? ബോർഡട്ടെല്ല പെർട്ടോസിസ്. അതുപോലെ ഊഫിംഗ് കഫ് എന്നറിയപ്പെടുന്ന രോഗവും ഏത് തന്നെയാണ്? പെർട്ടോസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമയാണ്. ഊഫിംഗ് കഫ് എന്നറിയപ്പെടുന്ന ഏതാണ്? പെർട്ടോസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമയാണ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, ന്യൂമോണിയയ്ക്ക് കാരണമാകുന്ന രോഗാണു ഏതാണ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയാണ്. ഏതിനെ ബാധിക്കുന്നു? ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്നു. ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന മറ്റൊരു രോഗമുണ്ട്, ഏതാണ്? പെർട്ടോസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമ. എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഊഫിംഗ് കഫ് എന്നറിയപ്പെടുന്ന ഏതാണ്? പെർട്ടോസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമയാണ്. അതുപോലെ തന്നെ രോഗാണുവിന്റെ പേരെന്താണ്? ബോർഡട്ടെല്ല പെർട്ടോസിസ്. ഇനി മറ്റൊരു ബാക്ടീരിയൽ രോഗം ശ്രദ്ധിക്കുക, ബോട്ടുലിസം. ബോട്ടുലിസം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബോട്ടുലിസത്തിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? എന്താണ്? ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം. പേരെന്താണ്? ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം. ഓർത്തു വയ്ക്കുക, ബോട്ടുലിസത്തിന് കാരണമാകുന്ന രോഗാണുവിന്റെ പേരാണെന്ത്? ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം. ഈ ബോട്ടുലിസം എന്ന് പറയുന്നത് എന്ത് രോഗത്തിന് ഉദാഹരണമാണ്? ഇതൊരു ഭക്ഷ്യ വിഷബാധയാണ്. ബോട്ടുലിസം എന്ന് പറയുന്നത് ഒരു ഭക്ഷ്യ വിഷബാധയാണ്. അതായത് നമ്മുടെ ടിന്നിലൊക്കെ അടച്ചു വെച്ചിരിക്കുന്ന ഫുഡിലൊക്കെ വരുന്ന ഒരു രോഗബാധയാണ് എന്ത് പറയുന്നത്? ബോട്ടുലിസം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊരു ഭക്ഷ്യ വിഷബാധയ്ക്ക് ഉദാഹരണമാണ് ഏത്? ബോട്ടുലിസം. ബോട്ടുലിസത്തിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം എന്നാണ്. ഓക്കെ, അതുപോലെ ഓർത്തു വയ്ക്കുക, ഈ ബോട്ടുലിസം എന്ന് പറയുന്ന രോഗം ഏതിനെയാണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ചെറുകുടലിനെയാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈനെയാണ് ഇത് ബാധിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ബോട്ടുലിസത്തിന് കാരണമാകുന്ന രോഗാണുവിന്റെ പേരെന്താണ്? ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം എന്നാണ്. അതുപോലെ തന്നെ ഇതൊരു ഭക്ഷ്യ വിഷബാധയാണ്. ഏതിനെയാണ് ബാധിക്കുന്നത്? ചെറുകുടലിനെയാണ് ഇത് ബാധിക്കുന്നത്. ഇനി മറ്റൊരു രോഗമുണ്ട്, ഏതാണ്? ഗൊണേറിയ എന്നറിയപ്പെടുന്നു.
ഈ ഗൊണേറിയ എന്ന് പറയുന്നത് ഏത് രോഗത്തിന് ഉദാഹരണമാണ്? ഇതൊരു STDസിന് ഉദാഹരണമാണ്. എന്താണ് STD എന്ന് പറയുന്നത്? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് എന്ത് പറയുന്നത്? STD എന്നറിയപ്പെടുന്നത് അല്ലേ? അപ്പോൾ ഗൊണേറിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന് ഉദാഹരണമാണ്, STDക്ക് ഉദാഹരണമാണ്. അതായത് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗത്തിന് ഉദാഹരണമാണ് ഏത് പറയുന്നത്? ഗൊണേറിയ എന്നറിയപ്പെടുന്നത്. ഈ ഗൊണേറിയയ്ക്ക് കാരണമാകുന്ന രോഗാണുവിന്റെ പേരെന്താണ്? നിസേറിയ ഗൊണേറിയെ. എന്താണ്? നിസേറിയ ഗൊണേറിയ എന്നതാണ് ഏതിന്റെ പേര്? ഗൊണേറിയയ്ക്ക് കാരണമാകുന്ന രോഗാണുവിന്റെ പേര്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. താഴെ പറയുന്നവയിൽ ഒരു STDക്ക് ഉദാഹരണം ഏത് എന്ന് ചോദിച്ചാൽ അവിടെ ഗൊണേറിയ വരുന്നുണ്ട്, മറ്റൊരു രോഗം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഓർത്തു വയ്ക്കുക, ബാക്ടീരിയൽ രോഗമാണ് ഏത്? ഗൊണേറിയ എന്ന് പറയുന്നത്. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ രോഗാണുവിന്റെ പേരെന്താണ്? നിസേറിയ ഗൊണേറിയെ. നമ്മൾ നേരത്തെ പറഞ്ഞു ഗൊണേറിയ എന്ന് പറയുന്നത് ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന് ഉദാഹരണമാണെന്ന് പറഞ്ഞു അല്ലേ? അതുപോലെ മറ്റൊരു രോഗവും കൂടി ഉണ്ട്, ഏതാണ്? സിഫിലിസ്. സിഫിലിസ് എന്ന് പറയുന്നതും ഏതിന് ഉദാഹരണം തന്നെയാണ്? STDസിന് ഉദാഹരണമാണ്. എന്താണ്? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന് ഉദാഹരണം തന്നെയാണ് ഏത്? സിഫിലിസ് എന്ന് പറയുന്നത്. ലൈംഗിക ബന്ധത്തിലൂടെയാണ് ഈ പറയുന്ന സിഫിലിസും പകരുന്നത്. ലൈംഗിക ബന്ധവും അതുപോലെ തന്നെ അണുവിമുക്തമാക്കാത്ത സിറിഞ്ച്, രക്തദാനം തുടങ്ങിയവയിലൂടെയൊക്കെ പകരുന്ന രോഗങ്ങൾ തന്നെയാണ് ഏത്? സിഫിലിസും ഗൊണേറിയയും. ഓക്കെ ആണല്ലോ? ഇനി ശ്രദ്ധിക്കുക, ഈ സിഫിലിസ് അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്. എന്താണ്? പറങ്കിപ്പുണ്ണ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്? സിഫിലിസ് എന്നറിയപ്പെടുന്നത്. പറങ്കിപ്പുണ്ണ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്? സിഫിലിസ് എന്നറിയപ്പെടുന്നത്. അതായത് പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരെയാണ്? പോർച്ചുഗീസുകാരെയാണ് അല്ലേ? പോർച്ചുഗീസുകാരെയാണ് നമ്മൾ പറങ്കികൾ എന്ന് വിളിക്കുന്നത്. അതായത് പോർച്ചുഗീസുകാരിൽ നിന്നും ഇന്ത്യയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത ഒരു രോഗമാണ് ഏത് പറയുന്നത്? സിഫിലിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എന്തെന്നറിയപ്പെടുന്നത്? പറങ്കിപ്പുണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. സിഫിലിസിന് കാരണമാകുന്ന ബാക്ടീരിയ ട്രിപ്പോണിമ പാലിഡം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ, ഓർത്തു വയ്ക്കുക. സിഫിലിസിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? ട്രിപ്പോണിമ പാലിഡം. പേരെന്താണ്? ട്രിപ്പോണിമ പാലിഡം. ഓക്കെ, അപ്പോൾ STDക്ക് ഉദാഹരണമാണ് ഏത്? സിഫിലിസ് എന്ന് പറയുന്നത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. സിഫിലിസിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരാണ് എന്ത്? ട്രിപ്പോണിമ പാലിഡം. ട്രിപ്പോണിമ പാലിഡം എന്നറിയപ്പെടുന്നു. അതുപോലെ സിഫിലിസ് അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, എന്താണ്? പറങ്കിപ്പുണ്ണ്. അതുപോലെ ശ്രദ്ധിക്കുക, ഈ സിഫിലിസിനെ തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? VDRL ടെസ്റ്റ്, അതുപോലെ വാസർമാൻ ടെസ്റ്റ്. VDRL ടെസ്റ്റ്, വാസർമാൻ ടെസ്റ്റ് എന്നിവ സിഫിലിസിനെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ്. ഇതും വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ VDRL, അതുപോലെ വാസർമാൻ ടെസ്റ്റ്. ഏതാണ്? രോഗാണു ട്രിപ്പോണിമ പാലിഡം. അതുപോലെ STDസിന് ഉദാഹരണമാണ്, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന് ഉദാഹരണമാണ് ഏത്? സിഫിലിസ്. പറങ്കിപ്പുണ്ണ് എന്നറിയപ്പെടുന്ന രോഗം കൂടിയാണ് ഏത്? സിഫിലിസ്. അടുത്ത മറ്റൊരു രോഗമാണ് സാൽമണല്ലോസിസ്. മറ്റൊരു ബാക്ടീരിയൽ രോഗമാണ് സാൽമണല്ലോസിസ്. സാൽമണല്ലോസിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? സാൽമൊണല്ല ബാക്ടീരിയ. എളുപ്പമുണ്ടല്ലോ പഠിക്കാൻ. എന്താണ്? സാൽമൊണല്ല ബാക്ടീരിയ ആണ് ഏതിന് കാരണമാകുന്നത്? സാൽമണല്ലോസിന് കാരണമാകുന്നത്. അതുപോലെ തന്നെ ഈ സാൽമണല്ലോസിസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്? ഒരു ഭക്ഷ്യ വിഷബാധയാണ്. നേരത്തെ ഒരു ബോട്ടുലിസത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലേ? അതൊരു ഭക്ഷ്യ വിഷബാധയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സാൽമണല്ലോസിസ് എന്ന് പറയുന്നതും ഏതിന് ഉദാഹരണമാണ്? ഭക്ഷ്യ വിഷബാധയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ സാൽമണല്ലോസിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? സാൽമൊണല്ല എന്നാണ്. ഇത് എന്തിന് ഉദാഹരണമാണ്? ഒരു ഭക്ഷ്യ വിഷബാധയ്ക്ക് ഉദാഹരണമാണ്. അതുപോലെ ശ്രദ്ധിക്കുക, PSC മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയൽ രോഗം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ട്രക്കോമയാണ്. ഓർത്തു വയ്ക്കുക. എന്താണ്? ട്രക്കോമ. കണ്ണിനെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയൽ രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ട്രക്കോമയാണ്. എന്താണ്? കണ്ണിനെ ബാധിക്കുന്ന ബാക്ടീരിയൽ രോഗമാണ് ഇത്? ട്രക്കോമ. അതുപോലെ തന്നെ മെനിഞ്ചൈറ്റിസ് അല്ലേ? മെനിഞ്ചൈറ്റിസ് എന്നൊരു രോഗമുണ്ട്. ഈ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് ഏതിനെയാണ് ബാധിക്കുന്നത്? തലച്ചോറിനെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയൽ രോഗമാണ്. തലച്ചോറിനെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയൽ രോഗമാണ് ഏത്? മെനിഞ്ചൈറ്റിസ്. ഓർത്തു വയ്ക്കുക. ട്രക്കോമ എന്ന് പറയുന്നത് ഏതിനെയാണ്? കണ്ണിനെയാണ് ബാധിക്കുന്നത്. അതുപോലെ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് ഏതിനെ ബാധിക്കുന്നതാണ്? തലച്ചോറിനെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയൽ രോഗമാണ്. അതുപോലെ മറ്റൊന്നുണ്ട്, ബ്രൂസെല്ലോസിസ്. ഈ ബ്രൂസെല്ലോസിസ് എന്ന് പറയുന്നതിന്റെ മറ്റൊരു പേര് ഓർത്തു വയ്ക്കുക. ബ്രൂസെല്ലോസിസ് അല്ലെങ്കിൽ അത് മാൾട്ട പനി എന്നാണ് അറിയപ്പെടുന്നത്.
മാൾട്ടാപ്പനി. ഓർത്തു വയ്ക്കുക, ബ്രൂസെല്ലോസിസിന്റെ മറ്റൊരു പേരുണ്ട്, എന്താണ്? മാൾട്ടാപ്പനി. ബ്രൂസെല്ലോസിസും എന്താണ്? അതൊരു ബാക്ടീരിയൽ രോഗം തന്നെയാണ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, ബാക്ടീരിയൽ രോഗത്തിൽ പ്രധാനപ്പെട്ട ഒരേ ഒരു പനിയാണ് വന്നിരുന്നത്, ഏതാണ്? എലിപ്പനിയായിരുന്നു അല്ലേ. അതുപോലെ ബ്രൂസെല്ലോസിസിന്റെ മറ്റൊരു പേരാണ് എന്ത് പറയുന്നത്? മാൾട്ടാപ്പനി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ട്രക്കോമ എന്ന് പറയുന്ന ഏതിനെ ബാധിക്കുന്നു? കണ്ണിനെയാണ് ബാധിക്കുന്നത്. മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന തലച്ചോറിനെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയൽ രോഗമാണ്. അതുപോലെ ബ്രൂസെല്ലോസിസ് അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, എന്താണ്? മാൾട്ടാപ്പനി. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ബാക്ടീരിയൽ രോഗങ്ങൾ. അടുത്തതായി നമുക്ക് പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണ്? എയ്ഡ്സ്, എബോള, ചിക്കൻഗുനിയ, ചിക്കൻ പോക്സ്, ജലദോഷം, ഹെപ്പറ്റൈറ്റിസ്, ഇൻഫ്ലുവൻസ, മുണ്ടിനീര്, മീസിൽസ്, പോളിയോ, റാബീസ്, സാർസ്, വസൂരി, പക്ഷിപ്പനി, പന്നിപ്പനി, ഡെങ്കിപ്പനി, കുരങ്ങുപനി, മഞ്ഞപ്പനി, ജപ്പാൻ ജ്വരം, വെസ്റ്റ് നൈൽ ഫീവർ, സിക്ക, നിപ്പ, COVID-19 തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങൾ. ഒന്ന് ഓർത്തു വയ്ക്കുക, താഴെ പറയുന്നവയിൽ വൈറസ് രോഗം ഏതെന്നോ അല്ലാത്തത് ഏതെന്നോ ഒക്കെ ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് ഓർത്തു വയ്ക്കുക. ഏതൊക്കെയാണ്? എയ്ഡ്സ്, എബോള, ചിക്കൻഗുനിയ, ചിക്കൻ പോക്സ്, ജലദോഷം, ഹെപ്പറ്റൈറ്റിസ്, ഇൻഫ്ലുവൻസ, മുണ്ടിനീര്, മീസിൽസ്, പോളിയോ, റാബീസ്, സാർസ്, വസൂരി, പക്ഷിപ്പനി, പന്നിപ്പനി, ഡെങ്കിപ്പനി, കുരങ്ങുപനി, മഞ്ഞപ്പനി, ജപ്പാൻ ജ്വരം, വെസ്റ്റ് നൈൽ ഫീവർ, സിക്ക, നിപ്പ, COVID-19 തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങൾ. ഓക്കെ, നമുക്ക് പ്രധാനപ്പെട്ട വൈറസ് രോഗം പരിചയപ്പെടാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് എയ്ഡ്സ്. എന്താണ് എയ്ഡ്സിന്റെ പൂർണ്ണ രൂപം? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഓർത്തു വയ്ക്കുക, എന്താണ് എയ്ഡ്സിന്റെ പൂർണ്ണ രൂപം? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നതാണ് പൂർണ്ണ രൂപം. ഓക്കെ ആണല്ലോ. ഇനി എയ്ഡ്സിന് കാരണമാകുന്ന വൈറസിന്റെ പേരെന്താണ്? HIV എന്നാണ് അല്ലെ. എയ്ഡ്സിന് കാരണമാകുന്ന വൈറസിന്റെ പേരെന്താണ്? HIV എന്നാണ്. HIV-യുടെ പൂർണ്ണ രൂപം എന്താണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഓർത്തു വയ്ക്കുക, എന്താണ് HIV-യുടെ പൂർണ്ണ രൂപം? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നതാണ് ഏതിൻ്റെ? HIV-യുടെ പൂർണ്ണ രൂപം. അപ്പോൾ എയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു വൈറസ് ഡിസീസിന് ഉദാഹരണമാണ്. എയ്ഡ്സിന്റെ പൂർണ്ണ രൂപം എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നതാണ് പൂർണ്ണ രൂപം. അതുപോലെ തന്നെ എയ്ഡ്സിന് കാരണമാകുന്ന വൈറസിന്റെ പേരെന്താണ്? HIV എന്നതാണ്. എന്താണ് HIV? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നതാണ് ഏത്? HIV. ഇനി ശ്രദ്ധിക്കുക, ഈ HIV വൈറസിനെ ആദ്യമായി കണ്ടുപിടിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ രണ്ട് പേര് ചേർന്നാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ്? ലൂക്ക് മൊണ്ടൈനറും അതുപോലെ റോബർട്ട് ഗാലോ എന്നീ രണ്ട് പേര് ചേർന്നാണ് ഏത് കണ്ടുപിടിച്ചത്? HIV വൈറസിനെ ആദ്യമായി കണ്ടുപിടിച്ചത്. ഓർത്തു വയ്ക്കുക, ആരൊക്കെയാണ്? ലൂക്ക് മൊണ്ടൈനറും റോബർട്ട് ഗാലോയും. ഒരു തവണ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത് എന്താണ്? ലൂക്ക് മൊണ്ടൈനർ എന്ന ഒരൊറ്റ പേര് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, റോബർട്ട് ഗാലോ ഓപ്ഷനിൽ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഒന്ന് ഓർത്തു വയ്ക്കുക, HIV വൈറസിനെ കണ്ടുപിടിച്ച വ്യക്തികളാണ് ആരൊക്കെ? ലൂക്ക് മൊണ്ടൈനർ അതുപോലെ റോബർട്ട് ഗാലോ. ശ്രദ്ധിക്കുക, എയ്ഡ്സ് അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? സ്ലിം രോഗം അതുപോലെ ഗ്രിഡ് രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഏതിനെയാണ്? എയ്ഡ്സിനെയാണ്. എന്തിനെയാണ്? എയ്ഡ്സിനെ അറിയപ്പെടുന്ന പേരുകളാണ് എന്തൊക്കെ? സ്ലിം രോഗമെന്നും അതുപോലെ തന്നെ ഗ്രിഡ് രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഏതാണ്? എയ്ഡ്സ് ആണ്. ഈ എയ്ഡ്സ് എന്ന് പറയുന്നത് ഏതിനെയാണ് ബാധിക്കുന്നത്? നമുക്കറിയാം, പ്രധാനമായിട്ടും രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഇത് എയ്ഡ്സ് എന്ന് പറയുന്നത് അല്ലേ. അതായത് എയ്ഡ്സ് വന്നാൽ നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു WBC ഉണ്ട്. എന്താണ്? ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. ലിംഫോസൈറ്റ്. ഈ ലിംഫോസൈറ്റിനെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന എയ്ഡ്സ് എന്ത് ചെയ്യുന്നു? ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്ന ഒരു വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ഒരു
വെളുത്ത രക്താണുവാണ് ഏത് പറയുന്നത്? ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. ഈ ലിംഫോസൈറ്റിനെയാണ് ആക്രമിക്കുന്നത്? എയ്ഡ്സ് ആക്രമിക്കുന്നത്. ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു WBC ആണ് ഏത്? ലിംഫോസൈറ്റ്. അതുകൊണ്ട് തന്നെ അതിനെ ആക്രമിക്കുന്നത് കൊണ്ട് ഈ എയ്ഡ്സ് വന്ന ആൾക്കാർക്ക് എന്താണ് പെട്ടെന്ന് മരണം സംഭവിക്കുന്നു പറയുന്നു. എന്താണ് കാരണം? ഈ എയ്ഡ്സ് ബാധിച്ചാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട WBC അല്ലെ, WBC എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന രക്തകോശങ്ങളാണ് ഏത്? WBC. അതായത് ഈ ലിംഫോസൈറ്റ് ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ശക്തമായിട്ടുള്ള WBC. ഈ ലിംഫോസൈറ്റിനെ ആര് അറ്റാക്ക് ചെയ്യുന്നുണ്ട്? HIV വന്ന് അല്ലെങ്കിൽ HIV വൈറസ് വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിട്ടും മറ്റു രോഗങ്ങൾ നമ്മുടെ ശരീരത്തിനെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ ശക്തിയാണ് നമ്മുടെ ഏത്? ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ലിംഫോസൈറ്റിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ മറ്റേത് രോഗങ്ങൾക്ക് വേണമെങ്കിലും വന്ന് നമ്മുടെ ശരീരത്തെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്താണ് പറയുന്നത്? ഈ എയ്ഡ്സ് രോഗം വന്നാൽ പിന്നീട് മരണത്തിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്നതിനുള്ള കാരണം ഇതാണ്. എയ്ഡ്സ് അല്ല യഥാർത്ഥത്തിൽ മരണത്തിന് നയിക്കുന്നത്. പിന്നെ എന്താണ്? എയ്ഡ്സ് ബാധിക്കുന്ന ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ശ്വേതരക്താണുവാണ്. അതിനെ ആക്രമിക്കുന്നത് കൊണ്ട് തന്നെ മറ്റു രോഗങ്ങൾ നമ്മുടെ ശരീരത്തെ പിടികൂടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ മറ്റു രോഗങ്ങൾ ആക്രമിക്കുന്നത് കൊണ്ടാണ് എന്തിന് കാരണമാകുന്നത്? മരണത്തിന് കാരണമാകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഏത്? എയ്ഡ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഏത് കോശങ്ങളെയാണെന്ന് വെച്ചാൽ ലിംഫോസൈറ്റ്. WBCയിൽ ഒരു പ്രധാനപ്പെട്ട രക്തകോശമാണ് ഏത്? ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. ഈ ലിംഫോസൈറ്റിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്? HIV വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ഈ പറയുന്ന എയ്ഡ്സ് എന്ന് പറയുന്നതും ഏത് രോഗത്തിന് ഉദാഹരണമാണ്? STDസിന് ഉദാഹരണമാണ്. എന്താണ് STD എന്ന് പറയുന്നത്? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് അല്ലേ. ഒന്നുകിൽ അത് എന്താണ് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്നുണ്ട്, അല്ലെങ്കിൽ ശരീരസ്രവങ്ങളിലൂടെ പകരുന്നുണ്ട്, സിറിഞ്ചിലൂടെയൊക്കെ പകരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു രോഗത്തിന് ഉദാഹരണമാണ് ഏത് പറയുന്നത്? എയ്ഡ്സ് എന്ന് പറയുന്നത്. ലൈംഗിക ബന്ധത്തിലൂടെയും അതുപോലെ തന്നെ അണുവിമുക്തമാക്കാത്ത സിറിഞ്ചിലൂടെയും ശരീരസ്രവങ്ങളിലൂടെയും ഒക്കെയാണ് ഏത് പകരുന്നത്? എയ്ഡ്സ് പകരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു STDക്ക് ഉദാഹരണം, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന് ഉദാഹരണമാണ് ഏത്? എയ്ഡ്സ്. പറഞ്ഞ പോയിന്റ്സ് ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. എയ്ഡ്സ് എന്താണ് പൂർണ്ണരൂപം? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നതാണ് അതിൻ്റെ പൂർണ്ണരൂപം. കാരണമാകുന്ന വൈറസ് ഏതാണ്? HIV ആണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. ഈ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസിനെ കണ്ടുപിടിച്ചത് ആരൊക്കെയാണ്? ലൂക്ക് മൊണ്ടൈനർ, റോബർട്ട് ഗാലോ എന്നിവർ ചേർന്നാണ് ഇത് കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ഏതൊക്കെ പേരുകളിലാണ് എയ്ഡ്സ് അറിയപ്പെടുന്നത്? സ്ലിം രോഗം, ഗ്രിഡ് രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. അതുപോലെ ഏതിനെയാണ് ഇത് ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ രോഗപ്രതിരോധ ശേഷിയാണ് ബാധിക്കുന്നത്. ഇനി ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ലിംഫോസൈറ്റിനെ ആണ് ഇത് ബാധിക്കുന്നത്. അതുപോലെ തന്നെ STDക്ക് ഉദാഹരണമാണ്, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന് ഉദാഹരണമാണ് ഏത്? എയ്ഡ്സ് എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, എയ്ഡ്സ് തിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ടെസ്റ്റുകളാണ് എയ്ഡ്സ് തിരിച്ചറിയുന്നതിന് വേണ്ടി സഹായിക്കുന്നത്? ശ്രദ്ധിക്കുക, എലിസ ടെസ്റ്റ് ഉണ്ട്, PCR ഉണ്ട്. എലിസ, PCR, അതുപോലെ നേവ, P24 ആന്റിജൻ എന്നിവയാണ് എയ്ഡ്സ് തിരിച്ചറിയുന്നതിന് വേണ്ടി സഹായിക്കുന്ന ടെസ്റ്റുകൾ. ഏതൊക്കെയാണ്? എലിസ, PCR, നേവ, P24 ആന്റിജൻ ടെസ്റ്റ്. ഇനി ശ്രദ്ധിക്കാം, മറ്റൊരു ടെസ്റ്റും കൂടി ഉണ്ട്. ഏതാണ്? വെസ്റ്റേൺ ബ്ലോട്ട്. എന്താണ്? വെസ്റ്റേൺ ബ്ലോട്ട്. അപ്പോൾ വെസ്റ്റേൺ ബ്ലോട്ട് എന്ന് പറയുന്നത് ഏതിൻ്റെ ടെസ്റ്റ് തന്നെയാണ്? എയ്ഡ്സിൻ്റെ ടെസ്റ്റ് തന്നെയാണ്. എന്നാലൊന്ന് ശ്രദ്ധിക്കുക, എയ്ഡ്സിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വെസ്റ്റേൺ ബ്ലോട്ട് ആണ്. അപ്പോൾ വെസ്റ്റേൺ ബ്ലോട്ട് ഏതിൻ്റെ ടെസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? എയ്ഡ്സിൻ്റെ ടെസ്റ്റ് ആണെന്ന് പറയണം. എന്നാൽ ഇങ്ങനെ ചോദിച്ചാൽ എന്താണ്? എയ്ഡ്സിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? വെസ്റ്റേൺ ബ്ലോട്ട് ആണ്. അപ്പോൾ പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? എലിസ, PCR, വെസ്റ്റേൺ ബ്ലോട്ട്, നേവ, P24 ആന്റിജൻ ടെസ്റ്റ് എന്നിവയെല്ലാം എയ്ഡ്സിന്റെ പ്രധാനപ്പെട്ട ടെസ്റ്റുകളാണ്. അതിൽ തന്നെ വെസ്റ്റേൺ ബ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ്? എയ്ഡ്സിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഈ എയ്ഡ്സിന്റെ ചികിത്സാ രീതിക്ക് പറയുന്ന പേരുണ്ട്. എന്താണ്? ART. ART. എന്താണ് ART? ആൻറ്റി റിട്രോവൈറൽ ട്രീറ്റ്മെൻറ്റ്. ആൻറ്റി റിട്രോവൈറൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ തെറാപ്പി എന്നറിയപ്പെടുന്നു. ART, ആൻറ്റി റിട്രോവൈറൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ തെറാപ്പി. ഓക്കെ ആണല്ലോ. അപ്പോൾ എയ്ഡ്സിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പറയുന്ന പേരാണെന്ത്? ART, ആൻറ്റി റിട്രോവൈറൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ തെറാപ്പി. ഇനി ലോകത്തിൽ ആദ്യമായി എയ്ഡ്സ് സ്ഥിരീകരിച്ചത് എവിടെയാണ്?
അത് USA വർഷം ഓർത്തു വയ്ക്കുക 1981 ഡിസംബർ 1 1981 ഡിസംബർ 1 USA ലോകത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡിസംബർ 1 എന്തായിട്ട് ആചരിക്കുന്നു? ലോക എയ്ഡ്സ് ദിനം എന്നാണ് എന്ന് ചോദിച്ചാൽ അത് ഡിസംബർ 1. ലോക എയ്ഡ്സ് ദിനം എന്നാണ് ഡിസംബർ 1. എന്താണ് കാരണം? ലോകത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം സ്ഥിരീകരിച്ചതെന്നാണ് 1981 ഡിസംബർ 1 USA അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം സ്ഥിരീകരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 1986 എവിടെയാണ്? ചെന്നൈയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം തിരിച്ചറിഞ്ഞത് 1986 ചെന്നൈയിലാണ്. അതുപോലെ കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ടയിലാണ്. തൊട്ടടുത്ത വർഷം 1987 ഇപ്പൊ കേരളത്തിൽ ആദ്യം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പത്തനംതിട്ടയിലാണ്. എന്നാണ്? 1987. അപ്പൊ ഓർത്തു വയ്ക്കുക, ലോകത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് USA 1981 ഡിസംബർ 1 അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് 1986 ചെന്നൈയിലാണ്. കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എന്നാണ്? പത്തനംതിട്ടയിൽ 1987. ഇനി മറ്റൊരു വൈറസ് രോഗമാണേത്? എബോള. മറ്റൊരു വൈറസ് രോഗമാണേത്? എബോള എന്നറിയപ്പെടുന്നത്. ഈ എബോള രോഗത്തിന് കാരണമാകുന്ന വൈറസിന്റെ പേരെന്താണ്? എബോള വൈറസ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. എബോള രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? എബോള വൈറസ് തന്നെയാണ്. ഇത് ഉൾപ്പെടുന്ന ഫാമിലി എന്ന് ചോദിച്ചാൽ ഫിലോവിരിഡേ ഫാമിലി. ഫിലോവിരിഡേ ഫാമിലിയിൽ ഉൾപ്പെടുന്ന വൈറസാണേത്? എബോള വൈറസ്. ഓർത്തു വയ്ക്കുക, എബോള രോഗത്തിന് കാരണമാകുന്ന വൈറസാണേത്? എബോള വൈറസ് എന്നറിയപ്പെടുന്നത്. ഇത് ഉൾപ്പെടുന്ന ഫാമിലിയുടെ പേരെന്താണ്? ഫിലോവിരിഡേ ഫാമിലി. അതുപോലെ EHF എന്താണ്? EHF എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? എബോളയുടെ പേര് തന്നെയാണ്. അതായത് എബോള ഹെമറേജിക് ഫീവർ എന്നാണ് EHFന്റെ പൂർണ്ണ രൂപം. എന്താണ്? എബോള ഹെമറേജിക് ഫീവർ. അതായത് എബോളയുടെ മറ്റൊരു മാരകമായിട്ടുള്ള രൂപത്തെയാണ് എന്ത് പറയുന്നത്? എബോള ഹെമറേജിക് ഫീവർ അല്ലെങ്കിൽ EHF എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓർത്തു വയ്ക്കുക, EHF എന്താണ്? എബോള തന്നെയാണ്. ഇനി ലോകത്തിൽ ആദ്യമായി എബോള രോഗം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? 1976 ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ്. ലോകത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് 1976 എവിടെയാണ്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഓർത്തു വയ്ക്കുക, 2014 ഇതിന് ഒരു വലിയ ഔട്ട് ബ്രേക്ക് ഉണ്ടായി. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഗിനിയയിലാണ്. ഓർത്തു വയ്ക്കുക, 2014 ഔട്ട് ബ്രേക്ക് ഉണ്ടായത് എവിടെയാണ്? ഗിനിയയിലാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തത് 1976 ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ്. അതിനുശേഷം പിന്നെ വലിയ രീതിയിലൊന്നും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ 2014 ഇതിന് വലിയൊരു ഔട്ട് ബ്രേക്ക് ഉണ്ടായി. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഗിനിയയിലാണ്. ഓർത്തു വയ്ക്കുക, എബോളയ്ക്ക് കാരണമാകുന്ന വൈറസ് ഏതാണ്? എബോള വൈറസ് ആണ്. ഉൾപ്പെടുന്ന ഫാമിലി ഏതാണ്? ഫിലോവിരിഡേ ഫാമിലിയിലാണ് ഉൾപ്പെടുന്നത്. EHF എന്നറിയപ്പെടുന്നതും എന്തിനെ തന്നെയാണ്? എബോളയെ തന്നെയാണ്. ലോകത്തിൽ ആദ്യമായി എബോള വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 1976 ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ്. അതുപോലെ 2014 ഇതിനൊരു വലിയ ഔട്ട് ബ്രേക്ക് ഉണ്ടായി. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഗിനിയയിലാണ്. ഇനി എബോള എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കറുത്ത നദി എന്നാണ് അർത്ഥം. എബോള എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കറുത്ത നദി എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ഈ എബോള പകരുന്നത് ഏതിൽ നിന്നാണ്? മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക്. പ്രധാനമായിട്ടും അത് ഏതിൽ നിന്നാണെന്ന് ചോദിച്ചാൽ വവ്വാലുകളിൽ നിന്നാണ്. വവ്വാലുകളിൽ നിന്നും മനുഷ്യനിലേക്ക് പകരുന്ന രോഗമാണേത്? എബോള. അപ്പൊ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? സൂനോട്ടിക് രോഗമാണെന്ന് പറയാൻ പറ്റും അല്ലേ? സൂനോട്ടിക് രോഗത്തിന് ഉദാഹരണമാണേത്? എബോള എന്നറിയപ്പെടുന്നത്. അപ്പൊ എബോള എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കറുത്ത നദി എന്നാണ്. അതുപോലെ വവ്വാലുകളിൽ നിന്നും മനുഷ്യനിലേക്ക് പകരുന്ന രോഗമാണേത്? എബോള. മറ്റൊരു വൈറസ് രോഗമാണേത്? ചിക്കുൻഗുനിയ. എന്താണ്? ചിക്കുൻഗുനിയ എന്നറിയപ്പെടുന്നു. ഇതിന് കാരണമാകുന്ന വൈറസിന്റെ പേരെന്താണ്? ആൽഫ വൈറസ്. ചിക്കുൻഗുനിയയ്ക്ക് കാരണമാകുന്ന വൈറസ് ഏതാണ്? ആൽഫ വൈറസ് ആണ്.
അതുപോലെ തന്നെ ഇതിന്റെ വാഹകർ എന്നറിയപ്പെടുന്നത് ഏതാണ്? കൊതുകുകളാണ്. ഏതൊക്കെ കൊതുകുകളാണ്? ഈഡിസ് ഈജിപ്റ്റി ഉണ്ട്, അതുപോലെ ഈഡിസ് ആൽബോപിക്ടസും ഉണ്ട്. ഈഡിസ് ഈജിപ്റ്റി, ഈഡിസ് ആൽബോപിക്ടസ് എന്നീ കൊതുകുകളാണ് ഏതിന് കാരണമായിട്ട് വരുന്നത്? ചിക്കുൻ ഗുനിയയ്ക്ക് വാഹകരായിട്ട് വരുന്നത്, വെക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ചിക്കുൻ ഗുനിയ പരത്തുന്ന ഏത് വൈറസ് ആണെന്ന് ചോദിച്ചാൽ, കാരണമാകുന്ന രോഗാണു അല്ലെങ്കിൽ വൈറസ് ഏതെന്ന് ചോദിച്ചാൽ അത് ആൽഫ വൈറസ് ആണ്. ചിക്കുൻ ഗുനിയയുടെ വാഹകർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈഡിസ് ഈജിപ്റ്റി കൊതുകുകളുണ്ട്, അതുപോലെ ഈഡിസ് ആൽബോപിക്ടസും വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ശ്രദ്ധിക്കുക, ഈ പറയുന്ന ചിക്കുൻ ഗുനിയ ലോകത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ്? ടാൻസാനിയയിലാണ്. എവിടെയാണ്? ടാൻസാനിയയിലാണ്. ലോകത്തിൽ ആദ്യമായി ചിക്കുൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ടാൻസാനിയയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ആലപ്പുഴയിലാണ്. ഓർത്തു വയ്ക്കുക, ലോകത്തിൽ ആദ്യമായി ചിക്കുൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ടാൻസാനിയയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് കൊൽക്കത്തയിലാണ്. കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. അപ്പോൾ ചിക്കുൻ ഗുനിയയ്ക്ക് കാരണമാകുന്ന വൈറസ് ഏതാണ്? ആൽഫ വൈറസ് ആണ്. വാഹകരാരൊക്കെയാണ്? ഈഡിസ് ഈജിപ്റ്റി കൊതുകുകളും അതുപോലെ ആൽബോപിക്ടസ് കൊതുകുകളുമാണ് വാഹകർ. മറ്റൊരു വൈറസ് രോഗമാണ് ഏത്? ചിക്കൻ ബോക്സ് എന്നറിയപ്പെടുന്നത് അല്ലെ? മറ്റൊരു വൈറസ് രോഗമാണ് ചിക്കൻ ബോക്സ്. ഈ ചിക്കൻ ബോക്സിന് കാരണമാകുന്ന വൈറസ് ഏതാണെന്ന് ചോദിച്ചാൽ വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ്. ഓർത്തു വയ്ക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചിക്കൻ ബോക്സിന് കാരണമാകുന്ന വൈറസിന്റെ പേരെന്താണ്? വാരിസെല്ല സോസ്റ്റർ വൈറസ് എന്നാണ്. അതുപോലെ ചിക്കൻ ബോക്സ് ഏതിലൂടെയാണ് പകരുന്നത്? വായുവിലൂടെ പകരുന്ന രോഗമാണ് ഏത്? ചിക്കൻ ബോക്സ്. വാരിസെല്ല സോസ്റ്റർ വൈറസ് എന്നതാണ് അതിന്റെ രോഗാണു. ഏതിലൂടെയാണ് പകരുന്നതെന്ന് ചോദിച്ചാൽ ഏതിലൂടെയാണ്? വായുവിലൂടെ പകരുന്നു. ഇനി മറ്റൊരു രോഗമുണ്ട്, ഏതാണ്? ജലദോഷം. ജലദോഷത്തിന് കാരണമാകുന്ന വൈറസിന്റെ പേരാണ് എന്ത്? റിനോ വൈറസ്. എന്താണ്? റിനോ വൈറസ് എന്നറിയപ്പെടുന്നത്. ജലദോഷത്തിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? റിനോ വൈറസ് ആണ്. അതുപോലെ ജലദോഷം അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, എന്താണ്? നെയ്സോഫാരിഞ്ചൈറ്റിസ് എന്നറിയപ്പെടുന്നത്. എന്താണ്? നെയ്സോഫാരിഞ്ചൈറ്റിസ് എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? ജലദോഷത്തെയാണ്. അതുപോലെ ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന ഒരു രോഗം കൂടിയാണ് ഏത്? ജലദോഷം. അപ്പോൾ ജലദോഷത്തിന് കാരണമാകുന്ന വൈറസിന്റെ പേരെന്താണ്? റിനോ വൈറസ് എന്നാണ്. അതുപോലെ ജലദോഷത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, എന്താണ്? നെയ്സോഫാരിഞ്ചൈറ്റിസ്. ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന ഒരു രോഗം കൂടിയാണ് ഏത്? ജലദോഷം. ഓക്കെ, മറ്റൊരു വൈറസ് രോഗമാണ് ഏത്? പകർച്ചപ്പനി. ഈ പകർച്ചപ്പനിക്ക് കാരണമാകുന്ന വൈറസ് ഏത് എന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ഇൻഫ്ലുവൻസ വൈറസ് ആണ്. ഓർത്തു വയ്ക്കുക, ഇൻഫ്ലുവൻസ വൈറസ് ആണ് ഏതിന് കാരണം? പകർച്ചപ്പനിക്ക് കാരണം. ഇതിനെ തന്നെയാണ് എന്ത്? ഇൻഫ്ലുവൻസ ഫ്ലൂ എന്നറിയപ്പെടുന്നത് ഏതിനെ തന്നെയാണ്? ഈ പറയുന്ന പകർച്ചപ്പനിയെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ പകർച്ചപ്പനിക്ക് കാരണമാകുന്ന വൈറസ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇൻഫ്ലുവൻസ വൈറസ് ആണ്. മറ്റൊരു വൈറസ് രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് ഏതിനെയാണ് ബാധിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതിനെയാണ്? കരളിനെ ബാധിക്കുന്ന ഒരു അണുബാധയാണ് ഏത് പറയുന്നത്? ഹെപ്പറ്റൈറ്റിസ്. ഏതിനെയാണ് ബാധിക്കുന്നത്? കരളിനെയാണ് ഇത് ബാധിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസിനെ നമുക്ക് പലതരത്തിൽ പറയാൻ പറ്റുന്നുണ്ട്. ഇതിൽ തന്നെ ജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയുമാണ്. ഓർത്തു വയ്ക്കുക, ജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസുകൾ ഏതൊക്കെയാണ്? ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും ഏതിലൂടെയാണ് പകരുന്നത്? ജലത്തിലൂടെയാണ് പകരുന്നത്. ഇനി ശ്രദ്ധിക്കുക, ലൈംഗിക ബന്ധം, രക്തദാനം, സിറിഞ്ച് തുടങ്ങിയവയിലൂടെയൊക്കെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഹെപ്പറ്റൈറ്റിസ് ബിയും സിയുമാണ്. ഓർത്തു വയ്ക്കുക, ലൈംഗിക ബന്ധത്തിലൂടെയും രക്തദാനം, അതുപോലെ അണുവിമുക്തമാക്കാത്ത സിറിഞ്ച് ഉപയോഗിക്കുക എന്നിവയിലൂടെയൊക്കെ പകരുന്ന ഹെപ്പറ്റൈറ്റിസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയുമാണ്. അപ്പോൾ ജലത്തിലൂടെ പകരുന്നത് ഏതൊക്കെയാണ്? എയും ഇയുമാണ്. ബിയും സിയും ആണെങ്കിൽ ലൈംഗിക ബന്ധത്തിലൂടെയാണ് പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഏത് അണുബാധയാണ്? ഏതിനെയാണ് ബാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏതിനെയാണ്? കരളിനെയാണ് ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. അതുപോലെ ശ്രദ്ധിക്കുക, ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം എന്നാണ്. ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. എന്നാണ്? ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് കരളിനെയാണ് ബാധിക്കുന്നത്. പല ടൈപ്പ് ഉണ്ട്. എയും ഇയും ജലത്തിലൂടെ പകരുന്നു. അതുപോലെ ലൈംഗിക ബന്ധം, രക്തദാനം, സിറിഞ്ച് എന്നിവയിലൂടെ പകരുന്നത് ബിയും സിയുമാണ്. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം എന്നാണ്? ജൂലൈ 28. അതുപോലെ പകർച്ചപ്പനിക്ക് കാരണമാകുന്ന വൈറസ് ആണ് ഏത്? ഇൻഫ്ലുവൻസ വൈറസ്. ഇനി മറ്റൊരു രോഗമാണ് മുണ്ടിനീർ അല്ലെങ്കിൽ മംസ്. മുണ്ടിനീർ അഥവാ മംസ്. ശ്രദ്ധിക്കുക, മുണ്ടിനീരിന് കാരണമാകുന്ന രോഗാണു അല്ലെങ്കിൽ വൈറസ് ഏതാണെന്ന് ചോദിച്ചാൽ അത്
പാരാമിക്സോ വൈറസ് ആണ്. എന്താണ്? പാരാമിക്സോ വൈറസ് ആണ് ഏതിന് കാരണമാകുന്നത്? മുണ്ടിനീരിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? പാരാമിക്സോ വൈറസ് ആണ്. എന്നാൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് മുണ്ടിനീരിന് കാരണമാകുന്ന വൈറസ് ഏതാണെന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് എന്താണ്? മംസ് വൈറസ് എന്ന് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഓർത്തു വെക്കുക, മംസ് വൈറസ് എന്നാണ് അതിലെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. അപ്പൊ മുണ്ടിനീരിന് കാരണമാകുന്ന വൈറസ് യഥാർത്ഥത്തിൽ ഏതാണ്? പാരാമിക്സോ വൈറസ് ആണ്. ഏതാണ്? പാരാമിക്സോ വൈറസ് ആണ്. എന്നാൽ PSC യോടെയാണ് ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഏതാണ്? മംസ് വൈറസ് എന്ന് തന്നെയാണ് ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ ഈ മുണ്ടിനീര് ഏതിനെയാണ് ബാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഉമിനീർ ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്. ഉമിനീർ ഗ്രന്ഥിയാണ് ബാധിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് പറയാം? പരോട്ടിഡ് ഗ്ലാൻഡ്, പരോട്ടിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഏതെന്ന് പറയുന്നത്? മുണ്ടിനീർ എന്ന് പറയുന്നത്. ഒന്നുകിൽ അത് ഉമിനീർ ഗ്രന്ഥിയെ ബാധിക്കുന്നു, അല്ലെങ്കിൽ പരോട്ടിഡ് ഗ്രന്ഥി എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? മുണ്ടിനീരാണ്. അങ്ങനെ PSC ചോദിച്ചിട്ടുണ്ട്. പരോട്ടിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗം ഏതാണ് എന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഏതാണ്? മുണ്ടിനീർ അല്ലെങ്കിൽ മംസ് ആണ്. ഇപ്പോൾ ഓർത്തു വയ്ക്കുക, മുണ്ടിനീരിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? പാരാമിക്സോ വൈറസ് ആണ്, അല്ലെങ്കിൽ മംസ് വൈറസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏതിനെയാണ് ഇത് ബാധിക്കുന്നത്? ഉമിനീർ ഗ്രന്ഥി അല്ലെങ്കിൽ പരോട്ടിഡ് ഗ്ലാൻഡിനെയാണ് ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് അഞ്ചാം പനി അല്ലെങ്കിൽ മീസിൽസ്. അഞ്ചാം പനി അല്ലെങ്കിൽ മീസിൽസ് എന്ന് പറയുന്നത് ഏത് രോഗം തന്നെയാണ്? ഒരു വൈറസ് രോഗം തന്നെയാണ്. ഈ അഞ്ചാം പനിക്ക് കാരണമാകുന്ന വൈറസിന്റെ പേരെന്താണ്? മീസിൽസ് വൈറസ് അല്ലെങ്കിൽ റൂബിയോള വൈറസ്. ഓർത്ത് വയ്ക്കുക, റൂബിയോള വൈറസ്. ഇത് ഏതിൽ വരുന്നതാണ്? പാരാമിക്സോ വൈറസിന്റെ ഫാമിലിയിൽ ഉൾപ്പെടുന്നതാണ് ഏത്? ഈ പറയുന്ന റൂബിയോള വൈറസ് എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ തന്നെ മറ്റൊരു പേരും കൂടിയുണ്ട്, മീസിൽസ് മോർബില്ലി വൈറസ് എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? മീസിൽസിന് കാരണമാകുന്ന വൈറസ് തന്നെയാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, അഞ്ചാം പനി അല്ലെങ്കിൽ മീസിൽസിന് കാരണമാകുന്ന വൈറസിന്റെ പേരെന്താണ്? മീസിൽസ് വൈറസ് അല്ലെങ്കിൽ റൂബിയോള വൈറസ്. ഓർത്ത് വയ്ക്കുക, എന്താണ്? റൂബിയോള വൈറസ് എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ മീസിൽസ് മോർബില്ലി വൈറസ് എന്നറിയപ്പെടുന്നു. ഏതിനെയാണ്? മീസിൽസ് അല്ലെങ്കിൽ അഞ്ചാം പനിക്ക് കാരണമാകുന്ന വൈറസിനെയാണ്. അഞ്ചാം പനി അല്ലെങ്കിൽ മീസിൽസ് ഏതിലൂടെയാണ് പകരുന്നത്? വായുവിലൂടെ പകരുന്ന രോഗമാണ് അല്ലെ. അഞ്ചാം പനി അല്ലെങ്കിൽ മീസിൽസ് എന്ന് പറയുന്നത് ഏതിലൂടെയാണ് പകരുന്നത്? വായുവിലൂടെയാണ് പകരുന്നത്. അതുപോലെ ഓർത്ത് വയ്ക്കുക, ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? റുബല്ലയാണ്. ഏതാണ്? റുബല്ലയാണ് ഏത്? ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, MMR വാക്സിൻ എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ്? മംസ്, മീസിൽസ്, റുബല്ല എന്നിവയ്ക്കെതിരായിട്ട് നൽകുന്ന വാക്സിനാണ് ഏത്? MMR വാക്സിൻ. മംസ്, മീസിൽസ്, റുബല്ല എന്നിവയ്ക്കെതിരായിട്ട് നൽകുന്ന വാക്സിനാണ് ഏത്? MMR വാക്സിൻ. ഓക്കെ, മറ്റൊരു വൈറസ് രോഗം പരിചയപ്പെടാം. ഏതാണ്? പോളിയോ. പോളിയോ രോഗത്തിന് കാരണമാകുന്ന വൈറസിന്റെ പേരെന്താണ്? പോളിയോ വൈറസ് എന്ന് തന്നെയാണ്. ഓർത്തു വയ്ക്കുക, പോളിയോ രോഗത്തിന് കാരണമാകുന്ന വൈറസിന്റെ പേരെന്താണ്? പോളിയോ വൈറസ്. ഇത് ഏതിനെയാണ് ബാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഏത്? പോളിയോ. നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗം ഏതാണ്? പോളിയോയാണ്. അപ്പോൾ പോളിയോ രോഗത്തിന് കാരണമാകുന്ന വൈറസിന്റെ പേരെന്താണ്? പോളിയോ വൈറസ് എന്ന് തന്നെയാണ്. അതുപോലെ ഓർത്തു വയ്ക്കുക, ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി WHO അംഗീകരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 2014 ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി WHO അംഗീകരിച്ച വർഷം എന്നാണ് 2014. അതുപോലെ ഓർത്തു വയ്ക്കുക, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? പത്തനംതിട്ടയാണ്. ഓർത്തു വയ്ക്കുക, ഏതാണ്? പത്തനംതിട്ട. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? പത്തനംതിട്ടയാണ്. അപ്പോൾ പോളിയോ രോഗത്തിന് കാരണമാകുന്ന വൈറസിന്റെ പേരെന്താണ്? പോളിയോ വൈറസ് എന്ന് തന്നെയാണ്. അതുപോലെ ഏതിനെയാണ് ഇത് ബാധിക്കുന്നത്? നാഡീ വ്യവസ്ഥയാണ് ബാധിക്കുന്നത്. ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി WHO അംഗീകരിച്ച വർഷം എന്നാണ് 2014. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? പത്തനംതിട്ടയാണ്. ശ്രദ്ധിക്കുക, പോളിയോ വാക്സിനുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. ഒന്ന് ഇഞ്ചക്ഷനായിട്ടും കൊടുക്കുന്നുണ്ട്, മറ്റൊന്ന് തുള്ളിമരുന്നായിട്ടും കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അതിൽ OPV. എന്താണ് OPV എന്നറിയപ്പെടുന്നത്? ഓറൽ പോളിയോ വാക്സിൻ. എന്താണ്? ഓറൽ പോളിയോ വാക്സിൻ. OPV എന്താണ്? ഓറൽ പോളിയോ വാക്സിൻ. അതായത് വായിലൂടെ നൽകുന്ന വാക്സിൻ. എന്തായിരിക്കും അപ്പോൾ? തുള്ളിമരുന്നായിരിക്കും അല്ലേ. അപ്പോൾ പോളിയോ തുള്ളിമരുന്നിന്റെ മറ്റൊരു പേരാണ് എന്ത്? OPV അല്ലെങ്കിൽ ഓറൽ പോളിയോ വാക്സിൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. പോളിയോ തുള്ളിമരുന്നിന്റെ മറ്റൊരു പേരാണ് എന്ത്? OPV അല്ലെങ്കിൽ ഓറൽ പോളിയോ വാക്സിൻ.
ഇനി ശ്രദ്ധിക്കാം, ഈ ഓറൽ പോളിയോ വാക്സിൻ അല്ലെങ്കിൽ ഈ തുള്ളിമരുന്ന് കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ആൽബർട്ട് സാബിനാണ് അല്ലെ. ആരാണ്? ആൽബർട്ട് സാബിനാണ്. അതുകൊണ്ട് തന്നെ OPV അറിയപ്പെടുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്. എന്താണ്? സാബിൻ വാക്സിൻ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? OPV ആണ്. ഓർത്തു വയ്ക്കുക, ഓറൽ പോളിയോ വാക്സിൻ ആണ് ഏത്? OPV എന്നറിയപ്പെടുന്നു. അതായത് എന്താണ്? തുള്ളിമരുന്നാണ്, വായിലൂടെ നൽകുന്നതല്ലേ, അതായത് തുള്ളിമരുന്നാണ്. ഇത് കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ആൽബർട്ട് സാബിനാണ്. അതുകൊണ്ട് തന്നെ ഓറൽ പോളിയോ വാക്സിന് പറയുന്ന പേരാണ് എന്ത്? സാബിൻ വാക്സിൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു പോളിയോ വാക്സിൻ ആണ് എന്ത് പറയുന്നത്? IPV എന്നറിയപ്പെടുന്നു. IPV നമ്മൾ പറഞ്ഞു എന്താണ്? അതൊരു കുത്തിവയ്പ്പാണ് അല്ലേ, ഇഞ്ചക്ഷൻ ആണ്. കുത്തിവയ്പ്പിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? IPV എന്നറിയപ്പെടുന്നത്. അതായത് പോളിയോ കുത്തിവയ്പ്പ്. ഈ IPVയുടെ ഫുൾ ഫോം എന്താണ്? ഓർത്ത് വയ്ക്കുക. I എന്ന് പറയുന്നത് ഇൻജക്റ്റഡ് എന്നല്ല, മീനിങ് എന്താണ്? ഇനാക്ടിവേറ്റഡ്. ഓർത്ത് വയ്ക്കുക, എന്താണ്? ഇനാക്ടിവേറ്റഡ് എന്നാണ്. ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിനാണ് ഏത്? IPV, ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ. ഓക്കെ ആണല്ലോ. അതായത് IPV അല്ലെങ്കിൽ അതാ കുത്തിവയ്പ്പ് കൊണ്ടുവന്ന വ്യക്തിയുടെ പേരാണ് എന്ത്? ജോനാസ് സാൽക്ക്. ആരാണ്? ജോനാസ് സാൽക്കാണ്. അതുകൊണ്ട് തന്നെ IPV അറിയപ്പെടുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്. എന്താണ്? സാൽക്ക് വാക്സിൻ. എന്തെന്നറിയപ്പെടുന്നു? സാൽക്ക് വാക്സിൻ എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? IPV ആണ്. കാരണം എന്താണ്? ജോനാസ് സാൽക്കാണ് IPV ആദ്യമായി കൊണ്ടുവന്നത്. അപ്പോൾ ഇത്രയും ഒന്ന് ഓർത്ത് വയ്ക്കുക. പോളിയോ വാക്സിൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാൻ പറ്റും. ഒന്ന് ഓറലി കൊടുക്കാൻ പറ്റും. ഓറൽ പോളിയോ വാക്സിൻ അഥവാ OPV. ഇത് കൊണ്ടുവന്ന വ്യക്തി ആരാണ്? ആൽബർട്ട് സാബിനാണ്. അതുകൊണ്ട് തന്നെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? സാബിൻ വാക്സിൻ എന്നറിയപ്പെടുന്നു. ഇനി മറ്റൊന്നുണ്ട്, ഏതാണ്? IPV അല്ലെങ്കിൽ ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ. അതെന്താണ്? കുത്തിവയ്പ്പാണ് അല്ലേ. ഇത് കൊണ്ടുവന്ന വ്യക്തിയാണ് ആര്? ജോനാസ് സാൽക്ക്. അതുകൊണ്ട് തന്നെ അറിയപ്പെടുന്ന പേരുണ്ട്. എന്താണ്? സാൽക്ക് വാക്സിൻ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? IPV ആണ്. ഇനി മറ്റൊരു പോയിന്റ് കൂടെ ശ്രദ്ധിക്കുക. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ആരംഭിച്ച വർഷം എന്നാണ്? 1995 പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ആരംഭിച്ച വർഷം എന്നാണ്? 1995. മറ്റൊരു വൈറസ് ബാധയാണ് ഇത്? റാബീസ് എന്നറിയപ്പെടുന്നത്. റാബീസ്. ഈ റാബീസ് ആണ് എന്ത്? പേപ്പട്ടി വിഷബാധ എന്നറിയപ്പെടുന്നത് അല്ലെ. പേപ്പട്ടി വിഷബാധ എന്നറിയപ്പെടുന്നത് റാബീസ് ആണ്. ഈ റാബീസിന് കാരണമാകുന്ന വൈറസിന്റെ പേരും എന്ത് തന്നെയാണ്? റാബീസ് എന്ന് തന്നെയാണ്. എന്താണ്? റാബീസ് വൈറസ് തന്നെയാണ് റാബീസിന് കാരണമാകുന്നത്. അതുപോലെ ഈ റാബീസ് അല്ലെങ്കിൽ പേപ്പട്ടി വിഷബാധ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്. എന്താണ്? ഹൈഡ്രോഫോബിയ. എന്തെന്നറിയപ്പെടുന്നു? ഹൈഡ്രോഫോബിയ. അതായത് വെള്ളത്തിനോടുള്ള ഭയമാണ് എന്ത്? ഹൈഡ്രോഫോബിയ. ഓർത്തു വയ്ക്കുക. റാബീസ് അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്. എന്താണ്? ഹൈഡ്രോഫോബിയ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഈ പേപ്പട്ടി വിഷം ബാധിച്ചവർക്ക് എന്താണ്? വെള്ളത്തിനോട് ഭയമായിരിക്കും. ഓർത്ത് വയ്ക്കുക. അതുപോലെ റാബീസിന് ആദ്യമായിട്ടൊരു വാക്സിൻ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ലൂയിസ് പാസ്റ്റർ ആണ്. ആരാണ്? ലൂയിസ് പാസ്റ്റർ ആണ് ആദ്യമായിട്ട് ഒരു വാക്സിൻ, റാബീസിന് വേണ്ടിയിട്ട് അതിനെതിരായിട്ടൊരു വാക്സിൻ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ലൂയിസ് പാസ്റ്റർ ആണ്. അതുപോലെ ഓർത്ത് വയ്ക്കുക. പാസ്റ്റർ ട്രീറ്റ്മെന്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പേപ്പട്ടി വിഷബാധ അല്ലെങ്കിൽ റാബീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ റാബീസിന് കാരണമാകുന്ന വൈറസിന്റെ പേരെന്താണ്? റാബീസ് വൈറസ് എന്നാണ്. അതുപോലെ തന്നെ റാബീസ് അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്. എന്താണ്? ഹൈഡ്രോഫോബിയ. ഇതിന്റെ വാക്സിൻ എന്താണ്? വാക്സിൻ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത വ്യക്തിയുടെ പേര് ആരാണ്? ലൂയിസ് പാസ്റ്റർ എന്നാണ്. അതുപോലെ തന്നെ പാസ്റ്റർ ട്രീറ്റ്മെന്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? റാബീസ് അല്ലെങ്കിൽ പേപ്പട്ടി വിഷബാധയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റൊരു വൈറസ് രോഗമാണ് ഏത് പറയുന്നത്? വസൂരി അല്ലെങ്കിൽ സ്മോൾ പോക്സ് എന്നറിയപ്പെടുന്നത്. ഈ വസൂരിക്ക് കാരണമാകുന്ന വൈറസിന്റെ പേരെന്താണ്? വേരിയോള വൈറസ്. എന്താണ്? വേരിയോള വൈറസ്. വസൂരി രോഗത്തിന് കാരണമാകുന്ന വൈറസിന്റെ പേരെന്താണ്? വേരിയോള വൈറസ് എന്നാണ്. അതുപോലെ തന്നെ വസൂരി അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്. എന്താണ്? ചുവന്ന പ്ലേഗ്. എന്താണ്? ചുവന്ന പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമേതാണ്? വസൂരിയാണ്. ചുവന്ന പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമേതാണ്? വസൂരിയാണ്. വസൂരിക്ക് കാരണമാകുന്ന വൈറസിന്റെ പേരെന്താണ്? വേരിയോള വൈറസ് എന്നാണ്. അതുപോലെ ഓർത്തു വയ്ക്കുക. ഈ വസൂരി രോഗം ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ടതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച വർഷമുണ്ട്. എന്നാണ്? 1980 മെയ് 8 ലോകാരോഗ്യ സംഘടന വസൂരി രോഗത്തെ തുടച്ചു നീക്കപ്പെട്ടതായി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക. 1980 മെയ് 8 ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കപ്പെട്ടതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വസൂരി രോഗമാണ്.
നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, വസൂരി വാക്സിൻ ആദ്യമായി കണ്ടുപിടിച്ച ഏത് രോഗത്തിനെതിരെയാണെന്ന് ചോദിച്ചിരുന്നത് ഏതാണ്? വസൂരിക്കെതിരെയാണ് അല്ലേ. അപ്പൊ വസൂരി വാക്സിൻ കണ്ടുപിടിച്ച വ്യക്തിയാണ് ആര്? എഡ്വേർഡ് ജെന്നർ. വസൂരി വാക്സിൻ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. അതുപോലെ പരീക്ഷിച്ചത് ആരിലാണെന്നും പറഞ്ഞിരുന്നു? ജെയിംസ് ഫിപ്സ് എന്ന വ്യക്തിയിലാണ് ആദ്യമായി ഇത് പരീക്ഷിച്ചത്. അപ്പൊ ഇത്രയും ഒന്ന് ഓർത്ത് വയ്ക്കുക. വസൂരിക്ക് കാരണമാകുന്ന രോഗാണുവിന്റെ പേരെന്താണ്? വേരിയോള വൈറസ് ആണ്. ചുവന്ന പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? വസൂരിയാണ്. ചുവന്ന പ്ലേഗ് എന്നറിയപ്പെടുന്ന ഏതാണ്? വസൂരിയാണ്. അതുപോലെ വസൂരി രോഗത്തെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കപ്പെട്ടതായി ലോക ആരോഗ്യ സംഘടന പ്രഖ്യാപിച്ചതെന്നാണ്? 1980 മെയ് 8-നാണ്. വസൂരി വാക്സിൻ വികസിപ്പിച്ചെടുത്ത വ്യക്തിയാണ് എഡ്വേർഡ് ജെന്നർ. ആദ്യമായി പരീക്ഷിച്ചത് ആരിലാണെന്ന് ചോദിച്ചാൽ അത് ജെയിംസ് ഫിപ്സിലാണ്. മറ്റൊരു വൈറസ് രോഗമാണ് ഏത്? സാർസ്. സാർസ് എന്നറിയപ്പെടുന്നത്. ഈ സാർസ് രോഗത്തിന് കാരണമാകുന്ന വൈറസിന്റെ പേരെന്താണ്? കൊറോണ വൈറസ്. സാർസ് രോഗത്തിന് കാരണമാകുന്ന വൈറസിന്റെ പേരെന്താണ്? കൊറോണ വൈറസ് എന്ന് തന്നെയാണ്. ഈ സാർസ് അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, എന്താണ്? കില്ലർ ന്യൂമോണിയ. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? സാർസിനെയാണ്. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? സാർസിനെയാണ്. അപ്പൊ സാർസിന് കാരണമാകുന്ന രോഗാണുവിന്റെ പേരെന്താണ്? കൊറോണ വൈറസ് എന്നാണ് പേര്. അതുപോലെ ഇത് ഏതാണ്? ഇതിന്റെ മറ്റൊരു പേരുണ്ട്, എന്തെന്നറിയപ്പെടുന്നു? കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്നു. സാർസ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ലോകത്തിൽ ആദ്യമായി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഹോങ്കോങ്ങിലാണ്. സാർസ് രോഗം ലോകത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ്? ഹോങ്കോങ്ങിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സാർസ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട എവിടെയാണ്? ഗോവയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സാർസ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ്? ഗോവയിലാണ്. അപ്പോൾ സാർസ് രോഗത്തിന് കാരണമാകുന്ന രോഗാണുവിന്റെ പേരാണ് എന്ത്? കൊറോണ വൈറസ് എന്നറിയപ്പെടുന്നു. അതുപോലെ കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗവും ഏത് തന്നെയാണ്? സാർസ് തന്നെയാണ്. അതുപോലെ സാർസ് ഏതിനെയാണ് ബാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏതിനെയാണ്? ശ്വാസകോശത്തെ തന്നെയാണ് ബാധിക്കുന്നത്. ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് ഏത് പറയുന്നത്? സാർസ് എന്നറിയപ്പെടുന്നത്. അതുപോലെ സാർസ് ലോകത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ഹോങ്കോങ്ങിലാണ്. ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ഗോവയിലാണ്. ഇനി മറ്റൊരു രോഗമുണ്ട്, ഏതാണ്? മെർസ്. മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നറിയപ്പെടുന്ന മെർസ്. ഈ മെർസും ഏത് തന്നെയാണ് രോഗാണു എന്ന് ചോദിച്ചാൽ കൊറോണ വൈറസ് തന്നെയാണ്. കൊറോണ വൈറസ് രോഗാണുവായിട്ടുള്ള മറ്റൊരു രോഗമാണ് ഏത്? മെർസ് എന്നറിയപ്പെടുന്നത്. ഇത് ബാധിക്കുന്നതും ഏതിനെ തന്നെയാണ്? ശ്വാസകോശത്തെ തന്നെയാണ് ബാധിക്കുന്നത്. അപ്പോൾ സാർസ്, മെർസ് തുടങ്ങിയവ ഏതാണ്? കൊറോണ വൈറസ് തന്നെയാണ് രണ്ടിൻ്റെയും രോഗാണു. അതുപോലെ നമുക്കറിയാം മറ്റൊരു രോഗവും കൂടി ഉണ്ട്, ഏതാണ്? COVID-19. അതിന്റെ രോഗാണുവും ഏത് തന്നെയാണ്? കൊറോണ വൈറസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ COVID-19 അല്ലേ, COVID-19 എന്ന് പറയുന്നതും ഏത് തന്നെയാണ് രോഗാണുമായിട്ട് വരുന്നത്? കൊറോണ വൈറസ് തന്നെയാണ് അതിൻ്റെയും പ്രധാനപ്പെട്ട രോഗാണു എന്ന് പറയുന്നത്. ഈ കൊറോണ വൈറസിന്റെ ഏത് വകഭേദമാണ് COVID-19 കാരണമാകുന്നത്? സാർസ് SARS-CoV-2 ഏതാണ്? SARS-CoV-2 ആണ് ഏതിന് കാരണമായിട്ട് വരുന്നത്? COVID-19 കാരണമായിട്ട് വരുന്ന രോഗമാണ്. അപ്പോൾ പൊതുവേ പറഞ്ഞാൽ അത് എന്താണ്? ഒരു കൊറോണ വൈറസ് തന്നെയാണ്. അതിന്റെ ഏത് രൂപമാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അത് SARS-CoV-2 ആണ്. അപ്പോൾ COVID-19 കാരണമാകുന്ന വൈറസിന്റെ പേരെന്താണ്? SARS-CoV-2 എന്നാണ്. ഇനി നോക്കാം പക്ഷിപ്പനി. മറ്റൊരു വൈറസ് രോഗമാണ് ഏത്? പക്ഷിപ്പനി എന്നറിയപ്പെടുന്നത് അല്ലെ. പക്ഷിപ്പനിയുടെ വൈറസിന്റെ പേരെന്താണ്? H5N1 എന്നാണ്. H5N1 ആണ് ഏത്? പക്ഷിപ്പനി. പക്ഷിപ്പനി അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, എന്താണ്? പക്ഷി പ്ലേഗ് എന്നറിയപ്പെടുന്നതും ഏതിനെ തന്നെയാണ്? പക്ഷിപ്പനിയെ തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ H5N1 ആണ് ഏതിന്റെ വൈറസ് എന്ന് പറയുന്നത്? പക്ഷിപ്പനിയുടെ വൈറസ്. അതുപോലെ തന്നെ പക്ഷി പ്ലേഗ് എന്നറിയപ്പെടുന്നതും ഏതിനെ തന്നെയാണ്? പക്ഷിപ്പനിയാണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. മറ്റൊരു വൈറസ് രോഗമാണ് ഏത്? പന്നിപ്പനി അല്ലെങ്കിൽ സ്വൈൻ ഫ്ലൂ എന്നറിയപ്പെടുന്നത് അല്ലെ. പന്നിപ്പനി. ഇതിന് കാരണമാകുന്ന വൈറസിന്റെ പേരെന്താണ്? H1N1 ആണ്. പക്ഷിപ്പനിയാണെങ്കിൽ ഏതായിരുന്നു? H5N1 ആണ്. എന്നാൽ പന്നിപ്പനി ഏതാണെന്ന് ചോദിച്ചാൽ H1N1 ആണ്. ഈ പന്നിപ്പനി ലോകത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? മെക്സിക്കോയിലാണ്. ഓർത്തു വയ്ക്കുക, ലോകത്തിൽ ആദ്യമായി പന്നിപ്പനി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? മെക്സിക്കോയിലാണ്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. അതുപോലെ കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരത്താണ്. ഓർത്തു വയ്ക്കുക, പന്നിപ്പനി എന്താണ്? വൈറസിന്റെ പേരെന്താണ്? H1N1 ആണ്.
ലോകത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് മെക്സിക്കോ, ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഹൈദരാബാദ്, കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ ഈ പന്നിപ്പനിയെ ആഗോള പകർച്ചവ്യാധിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. എന്നാണെന്ന് ചോദിച്ചാൽ 2009 ജൂൺ 11 പന്നിപ്പനിയെ ആഗോള പകർച്ചവ്യാധിയായി പ്രഖ്യാപിക്കുകയുണ്ടായി. 2009 ജൂൺ 11 ആഗോള പകർച്ചവ്യാധിയായിട്ട് പ്രഖ്യാപിച്ച രോഗമാണേത്? പന്നിപ്പനി. കാരണമാകുന്ന വൈറസ് H1N1 ആണ്. ലോകത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് മെക്സിക്കോയിലും, ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഹൈദരാബാദ്, കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അതുപോലെ 2009 ജൂൺ 11 ആഗോള പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ച രോഗമാണേത്? പന്നിപ്പനി. അടുത്ത വൈറസ് രോഗമാണേത്? ഡെങ്കിപ്പനി. ഈ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന വൈറസിന്റെ പേര് ഓർത്തു വയ്ക്കുക. ഫ്ലാവി വൈറസ് അല്ലെങ്കിൽ ആർബോ വൈറസ്. ഒന്നുകിൽ അത് ഫ്ലാവി വൈറസ് അല്ലെങ്കിൽ ആർബോ വൈറസ് ആണ് ഏതിന് കാരണമായിട്ട് വരുന്നത്? ഡെങ്കിപ്പനിക്ക് കാരണമായിട്ട് വരുന്നത്. ഫ്ലാവി വൈറസ് അല്ലെങ്കിൽ ആർബോ വൈറസ് ആണ്. അതുപോലെ DHF എന്നറിയപ്പെടുന്ന എന്തിനാണ്? ഡെങ്കിപ്പനിയെ തന്നെയാണ്. DHF എന്താണ്? DHF ഡെങ്കു ഹെമറേജിക് ഫീവർ. ഡെങ്കു ഹെമറേജിക് ഫീവർ ആണ് എന്ത്? DHF. അപ്പോൾ DHF എന്നറിയപ്പെടുന്ന എന്തിനാണ്? ഡെങ്കിപ്പനിയെ തന്നെയാണ്. അതുപോലെ ഓർക്കുക, ഡെങ്കിപ്പനിയുടെ വാഹകരായിട്ട് വരുന്നത് ആരാണ്? കൊതുകുകളാണ് അല്ലേ? ഏത് കൊതുകുകളാണ്? ഈഡിസ് ഈജിപ്റ്റി എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കൊതുകുകളാണ് ഡെങ്കിപ്പനിയുടെ വാഹകർ. ഈഡിസ് ഈജിപ്റ്റി വിഭാഗത്തിൽ വരുന്ന കൊതുകുകളാണ് ഏതിന്റെ വാഹകർ? ഡെങ്കിപ്പനിയുടെ വാഹകർ. അപ്പോൾ വൈറസിന്റെ പേരെന്താണ്? ഫ്ലാവി വൈറസ് അല്ലെങ്കിൽ ആർബോ വൈറസ് ആണ്. വാഹകരാരാണ്? ഈഡിസ് ഈജിപ്റ്റി കൊതുകുകളാണ്. അതുപോലെ ഓർത്തു വയ്ക്കുക, ഈ ഡെങ്കിപ്പനിയുടെ മറ്റൊരു വിശേഷണമുണ്ട്, ബ്രേക്ക് ബോൺ ഫീവർ. ഓർത്തു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഡെങ്കിപ്പനിയാണ്. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഡെങ്കിപ്പനിയാണ്. ഈ ഡെങ്കിപ്പനിയെ തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്ന ടെസ്റ്റ് ഉണ്ട്. ഏതാണ്? ടൂർണിക്കറ്റ് ടെസ്റ്റ്. ഏതാണ്? ടൂർണിക്കറ്റ് ടെസ്റ്റ്. ഓർത്തു വയ്ക്കുക, ഡെങ്കിപ്പനി തിരിച്ചറിയുന്നതിന് വേണ്ടി സഹായിക്കുന്ന ടെസ്റ്റിന്റെ പേരെന്താണ്? ടൂർണിക്കറ്റ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ബ്രേക്ക് ബോൺ ഫീവർ എന്താണ്? ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനി തിരിച്ചറിയുന്നതിന് വേണ്ടി സഹായിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ടൂർണിക്കറ്റ് ടെസ്റ്റ് ആണ്. മറ്റൊരു രോഗമാണ് മഞ്ഞപ്പനി എന്നറിയപ്പെടുന്നത്. ഈ മഞ്ഞപ്പനിക്ക് കാരണമാകുന്ന വൈറസ് ആണ് ഏത്? ആർബോ വൈറസ്. മഞ്ഞപ്പനിക്ക് കാരണമാകുന്ന വൈറസ് ഏത് തന്നെയാണ്? ആർബോ വൈറസ് തന്നെയാണ്. ഇതിന്റെ വാഹകരും ആര് തന്നെയാണ്? ഈഡിസ് ഈജിപ്റ്റി കൊതുകുകളാണ്. ഈഡിസ് ഈജിപ്റ്റി കൊതുകുകളാണ് ഏതിന്റെ വാഹകര്? മഞ്ഞപ്പനിയുടെ വാഹകര്. അപ്പോൾ ആർബോ വൈറസ് ആണ് എന്തിന് കാരണമായിട്ട് വരുന്നത്? മഞ്ഞപ്പനിക്ക് കാരണമായിട്ട് വരുന്നത്. അതുപോലെ ഇതിന്റെ വാഹകരെന്ന് പറയുന്നത് ആരാണ്? ഈഡിസ് ഈജിപ്റ്റി കൊതുകുകളാണ്. ഓർത്തു വയ്ക്കുക, ഹവാനയിലെ മഹാമാരി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഹവാനയിലെ മഹാമാരി എന്നറിയപ്പെടുന്ന രോഗമാണേത്? മഞ്ഞപ്പനി. ഹവാനയിലെ മഹാമാരി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? മഞ്ഞപ്പനി. എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്? അതായത് ക്യൂബയിലെ ഒരു പ്രദേശമാണേത്? ഹവാന എന്നറിയപ്പെടുന്നത്. അവിടെയാണ് ഈ മഞ്ഞപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഹവാനയിലെ മഹാമാരി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? മഞ്ഞപ്പനിയാണ്. മറ്റൊന്നാണ് ജപ്പാൻ ജ്വരം. ജപ്പാൻ ജ്വരം എന്തിനെയാണ് ബാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് തലച്ചോറിനെ ബാധിക്കുന്ന രോഗമാണ്. തലച്ചോറിനെ ബാധിക്കുന്ന രോഗമാണേത്? ജപ്പാൻ ജ്വരം. അതുപോലെ ഏത് വൈറസാണ് കാരണമായിട്ട് വരുന്നത്? ഫ്ലാവി വൈറസ് ആണ്. ഏതാണ്? ഫ്ലാവി വൈറസ് ആണ് ഏതിന് കാരണമായിട്ട് വരുന്നത്? ജപ്പാൻ ജ്വരത്തിന് കാരണം. അപ്പൊ തലച്ചോറിനെയാണ് ഇത് ബാധിക്കുന്നത്. വൈറസിന്റെ പേരെന്താണ്? ഫ്ലാവി വൈറസ്. മറ്റൊന്നാണ് എന്ത്? കുരങ്ങുപനി. ഈ കുരങ്ങുപനിക്ക് കാരണമാകുന്ന വൈറസിന്റെ പേരാണെന്ത്? ഫ്ലാവി വൈറസ്. ഏതാണ്? ഫ്ലാവി വൈറസ്. കുരങ്ങുപനിക്ക് കാരണമാകുന്ന വൈറസിന്റെ പേരെന്താണ്? ഫ്ലാവി വൈറസ് എന്നാണ്. ഓർത്തു വയ്ക്കുക, KFD എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതിനെയാണ്? കുരങ്ങുപനിയാണ്. KFD. എന്താണ് KFD? ക്യാസന്നൂർ ഫോറസ്റ്റ് ഡിസീസ്. KFD എന്താണ്? ക്യാസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? കുരങ്ങുപനിയാണ്. എന്തുകൊണ്ട് അറിയപ്പെടാൻ കാരണം? അതായത് കർണാടകയിലെ ഒരു വനമേഖലയാണ് ഏതെന്ന് പറയുന്നത്? ക്യാസന്നൂർ എന്നറിയപ്പെടുന്നത്. ഈ ക്യാസന്നൂർ വനമേഖലകളിലാണ് ആദ്യമായി കുരങ്ങുപനി സ്ഥിരീകരിച്ചത്. അതുകൊണ്ട് തന്നെ എന്തെന്നറിയപ്പെടുന്നു? കുരങ്ങുപനിയെ KFD അല്ലെങ്കിൽ ക്യാസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഓർത്തു വയ്ക്കുക, കുരങ്ങുപനി അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്. എന്താണ്? KFD അല്ലെങ്കിൽ
ക്യാസന്നൂർ ഫോറസ്റ്റ് ഡിസീസ്. ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ക്യാസന്നൂർ വനമേഖല എവിടെയാണ്? കർണാടകയിലാണ്. അതുപോലെ ഇതിന് കാരണമാകുന്ന വൈറസിന്റെ പേരാണ് എന്ത്? ഫ്ലാവി വൈറസ്. മറ്റൊരു രോഗമാണ് ഏത്? നിപ്പ. ഈ നിപ്പയ്ക്ക് കാരണമാകുന്ന വൈറസ് പേര് അതുപോലെ തന്നെയാണ് എന്ത്? നിപ്പ വൈറസ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. നിപ്പ വൈറസ്. ഏതാണ് ഇതിന്റെ വാഹകര്? വവ്വാലാണ് അല്ലെ. വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു രോഗമാണ് ഏത്? നിപ്പ എന്നറിയപ്പെടുന്നത്. അപ്പൊ വാഹകരാരാണ്? വവ്വാലുകളാണ്. ഇനി ശ്രദ്ധിക്കുക, ഇത് ആദ്യമായി ലോകത്തിൽ ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മലേഷ്യയിലാണ്. ലോകത്തിൽ ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? മലേഷ്യയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? സിലിഗുരിയിലാണ്. എവിടെയാണ്? സിലിഗുരി. സിലിഗുരി എന്ന് പറയുന്നത് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലെ ഒരു സ്ഥലമാണ് ഏത്? സിലിഗുരി എന്നറിയപ്പെടുന്നത്. ഈ സിലിഗുരിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്തത്. ഇനി ഓർത്തു വയ്ക്കുക, കേരളത്തിൽ ആദ്യമായി നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലാണ്. എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലാണ് ആദ്യമായി നിപ്പ രോഗം കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ഇനി ഓർത്തു വയ്ക്കുക, അവിടെ തന്നെ ഒരു ഗ്രാമമുണ്ട്. ഏത് ഗ്രാമത്തിലാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ ചെങ്ങരോത്ത് ഗ്രാമം. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലുള്ള ചെങ്ങരോത്ത് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് നിപ്പ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഓർത്തു വയ്ക്കുക, നിപ്പയ്ക്ക് കാരണമാകുന്ന രോഗാണുവിന്റെ പേരെന്താണ്? നിപ്പ വൈറസ് എന്ന് തന്നെയാണ്. വാഹകരാരാണ്? വവ്വാലുകളാണ്. ലോകത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? മലേഷ്യയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് വെസ്റ്റ് ബംഗാളിലെ സിലിഗുരിയിലാണ്. കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലുള്ള ചെങ്ങരോത്ത് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. മറ്റൊരു വൈറസ് രോഗമാണ് ഏത്? സിക്ക എന്നറിയപ്പെടുന്നത്. സിക്ക രോഗത്തിന് കാരണമാകുന്ന വൈറസിന്റെ പേരെന്താണ്? അതുപോലെ തന്നെയാണ് എന്ത്? സിക്ക വൈറസ് എന്ന് തന്നെയാണ് ആ പേര് തന്നെയാണ് അറിയപ്പെടുന്നത്. സിക്ക വൈറസ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഓർത്തു വയ്ക്കുക, സിക്ക രോഗം ഏത് രോഗത്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ STDക്ക് ഉദാഹരണം. എന്താണ്? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന് ഉദാഹരണമാണ് ഏത്? സിക്ക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സിക്കയ്ക്ക് കാരണമാകുന്ന വൈറസിന്റെ പേരെന്താണ്? സിക്ക വൈറസ് എന്ന് തന്നെയാണ്. ഏത് രോഗത്തിന് ഉദാഹരണമാണ്? STDക്ക് ഉദാഹരണമാണ്. അതുപോലെ മറ്റൊരു വൈറസ് രോഗം ഓർത്തു വയ്ക്കുക, എന്താണ്? കുളമ്പ് രോഗം. കുളമ്പ് രോഗം. കുളമ്പ് രോഗത്തിന് കാരണമാകുന്ന വൈറസിന്റെ പേരെന്താണ്? പിക്കോർണ വൈറസ്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വയ്ക്കുക. ഏതാണ്? പിക്കോർണ വൈറസ് ആണ്. കുളമ്പ് രോഗത്തിന് കാരണമാകുന്ന വൈറസിന്റെ പേരെന്താണ്? പിക്കോർണ വൈറസ് എന്നാണ്. ഓക്കെ, അതുപോലെ മറ്റൊരു വൈറസ് രോഗമാണ് ഏത്? അരിമ്പാറ. ഈ അരിമ്പാറയ്ക്ക് കാരണമാകുന്ന വൈറസിന്റെ പേരെന്ന് ഓർത്തു വയ്ക്കുക, എന്താണ്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അല്ലെങ്കിൽ HPV. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അല്ലെങ്കിൽ HPV ഏതിന് കാരണമാകുന്നു? അരിമ്പാറയ്ക്ക് കാരണമാകുന്ന വൈറസ് ആണ് ഏത്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അല്ലെങ്കിൽ HPV. ഇനി മറ്റൊരു ഡിസീസാണ് ഹെർപ്പിസ് എന്നറിയപ്പെടുന്നത്. ഹെർപ്പിസ്. ഈ ഹെർപ്പിസിന് കാരണമാകുന്ന വൈറസിന്റെ പേരാണ് ഹെർപ്പിസ് സിംപ്ലക്സ് വൈറസ്. ഹെർപ്പിസ് സിംപ്ലക്സ് വൈറസ് അല്ലെങ്കിൽ HSV. ഹെർപ്പിസ് സിംപ്ലക്സ് വൈറസ് അല്ലെങ്കിൽ HSV. ഇത്രയുമാണ് പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങൾ. പ്രോട്ടോസോവൻ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏത്? മന്ത് എന്നറിയപ്പെടുന്നത്. മന്ത്. അപ്പൊ മന്ത് എന്ന് പറയുന്നത് ഏത് രോഗത്തിന് ഉദാഹരണമാണ്? പ്രോട്ടോസോവ രോഗത്തിന് ഉദാഹരണമാണ്. ഈ മന്ത് അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? എലിഫന്റിയാസിസ് എന്നും അറിയപ്പെടുന്നുണ്ട്, ഫൈലേറിയാസിസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഓർത്തു വയ്ക്കുക, എലിഫന്റിയാസിസ്, ഫൈലേറിയാസിസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രോഗമാണ് ഏത്? മന്ത്. എലിഫന്റിയാസിസ് എന്നും ഫൈലേറിയാസിസ് എന്നും അറിയപ്പെടുന്ന രോഗം ഏതാണ്? മന്താണ്. ഈ മന്ത് രോഗത്തിന് കാരണമാകുന്ന പ്രോട്ടോസോവയുടെ പേരെന്താണ്? അതായത് അതൊരു ഫൈലേറിയൻ വിരകളാണ് അല്ലെ. ഒരു ഫൈലേറിയൻ വിരകളാണ് മന്ത് രോഗത്തിന് കാരണമായിട്ട് വരുന്നത്. അതിന്റെ ശാസ്ത്രീയ നാമമാണ് എന്ത്? ഉച്ചറേറിയ ബാൻക്രോഫ്റ്റി. ഓർത്തു വയ്ക്കുക, ഫൈലേറിയൻ വിര, മന്ത് രോഗത്തിന് കാരണമാകുന്ന ഫൈലേറിയൻ വിരയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഉച്ചറേറിയ ബാൻക്രോഫ്റ്റി എന്നതാണ്. അതുപോലെ മന്ത് ഏതിനെയാണ് ബാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ ലിംഫിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഇത് മന്ത് എന്ന് പറയുന്നത്. ഓക്കെ, ലിംഫിനെയാണ് ഇത് ബാധിക്കുന്നത്. ഓർത്തു വയ്ക്കാം, മന്ത് എന്ന് പറയുന്നത് അതിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? അതൊരു പ്രോട്ടോസോവൻ രോഗമാണ്. എലിഫന്റിയാസിസ് എന്നും ഫൈലേറിയാസിസ് എന്നും അറിയപ്പെടുന്ന ഏതിനെയാണ്? മന്തിനെയാണ്. അതുപോലെ മന്ത് പരത്തുന്നത് എന്താണ്? ഫൈലേറിയൻ വിരകളാണ് കാരണമായിട്ട് വരുന്നത്. ഈ ഫൈലേറിയൻ വിരകളുടെ ശാസ്ത്രീയ നാമമാണ് എന്ത്? ഉച്ചറേറിയ ബാൻക്രോഫ്റ്റി. അതുപോലെ ഏതിനെയാണ് ഇത് ബാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ ലിംഫിനെയാണ് ബാധിക്കുന്നത്. ശ്രദ്ധിക്കുക, രാത്രിയിൽ രക്തപരിചരണം
രക്തപരിശോധന നടത്തി തിരിച്ചറിയുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മന്താണ്. രാത്രിയിൽ രക്തപരിശോധന നടത്തി തിരിച്ചറിയുന്ന രോഗം ഏതാണ്? മന്താണ്. എന്താണ് കാരണം? അതായത് ഈ ഫൈലേറിയൻ വിരകൾ രക്തത്തിൽ ആക്റ്റീവ് ആകുന്ന സമയം എന്ന് പറയുന്നത് രാത്രി സമയത്താണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? രാത്രി സമയങ്ങളിൽ രക്തപരിശോധന നടത്തിയാൽ മാത്രമേ മന്ത് രോഗം തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇത് നൽകുന്ന ടാബ്ലറ്റുകളാണ് ഏതൊക്കെ? ആൽബൻഡസോളും ഉണ്ട്, അതുപോലെ DEC ഉണ്ട്. ആൽബൻഡസോൾ, DEC എന്നിവ മന്ത് രോഗത്തെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി നൽകുന്ന ടാബ്ലറ്റുകളാണ്. അതുപോലെ മന്ത് രോഗത്തിന്റെ വാഹകരാരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ക്യൂലെക്സ് കൊതുകുകളാണ്. പേരെന്താണ്? ക്യൂലെക്സ് കൊതുകുകളാണ് മന്ത് രോഗത്തിന്റെ വാഹകർ. മന്ത് രോഗത്തിന് കാരണമാകുന്ന എന്താണ് രോഗമാണ് ചോദിച്ചാൽ അതൊരു പ്രോട്ടോസോവയാണ്. ഏതാണ്? ഫൈലേറിയൻ വിരകളാണ് അല്ലെ. ആ വിരകളുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഉച്ചറേറിയ ബാൻക്രോഫ്റ്റി എന്നാണ്. എന്നാൽ ഇതിന്റെ വാഹകരാരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ക്യൂലെക്സ് കൊതുകുകളാണ്. ആരാണ്? ക്യൂലെക്സ് കൊതുകുകളാണ്. അതുപോലെ രാത്രിയിൽ രക്തപരിശോധന നടത്തി തിരിച്ചറിയുന്ന രോഗമാണ് ഏത്? മന്ത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രോട്ടോസോവൻ രോഗമാണ് മലേറിയ അല്ലെങ്കിൽ മലമ്പനി എന്നറിയപ്പെടുന്നത്. എന്താണ്? മലേറിയ അല്ലെങ്കിൽ മലമ്പനി. ഈ മലേറിയ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്. എന്താണ്? ചതുപ്പ് രോഗം. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? മലേറിയ അല്ലെങ്കിൽ മലമ്പനിയാണ്. അതുപോലെ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നതും ഏതിനെ തന്നെയാണ്? മലേറിയ അല്ലെങ്കിൽ മലമ്പനിയാണ്. അപ്പോൾ മലേറിയ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവൻ രോഗമാണ്. എന്തെന്നറിയപ്പെടുന്നു? ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നു. അതുപോലെ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നതും ഏതിനെ തന്നെയാണ്? മലേറിയ അല്ലെങ്കിൽ മലമ്പനിയാണ്. ഇനി മലേറിയയ്ക്ക് കാരണമാകുന്ന പ്രോട്ടോസോവയുടെ പേരെന്താണ്? പ്ലാസ്മോഡിയം വൈവാക്സ് ആണ്. ഏതാണ്? പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് മലമ്പനി അല്ലെങ്കിൽ മലേറിയയ്ക്ക് കാരണം. പ്ലാസ്മോഡിയം വൈവാക്സ് ആണ്. അതുപോലെ മെഡിസിൻസ് ഉണ്ട്. മലമ്പനി അല്ലെങ്കിൽ മലേറിയക്കെതിരായിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്യുനൈനും വരുന്നുണ്ട്, അതുപോലെ ക്ലോറോക്വിനും ഉണ്ട്. ക്യുനൈനും ക്ലോറോക്വിനുമാണ് പ്രധാനപ്പെട്ട മെഡിസിൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ക്യുനൈൻ എന്ന് പറയുന്നത് ഒരു ചെടിയിൽ നിന്നാണ് വേർതിരിച്ചെടുത്തിട്ടുള്ളത്. ഏത് മരത്തിൽ നിന്നാണെന്ന് ചോദിച്ചാൽ അത് സിങ്കോണ. സിങ്കോണ എന്ന മരത്തിൽ നിന്നും വേർതിരിച്ചെടുത്തിട്ടുള്ള മെഡിസിനാണ് ഏത്? ക്യുനൈൻ എന്ന് പറയുന്നത്. അതുപോലെ ക്ലോറോക്വിൻ എന്ന് പറയുന്നതും ഏതിനു വേണ്ടി ഉപയോഗിക്കുകയാണ്? മലമ്പനി അല്ലെങ്കിൽ മലേറിയയ്ക്ക് എതിരായിട്ട് ഉപയോഗിക്കുന്ന ഔഷധമാണ്. ഓർത്തു വയ്ക്കുക, മലമ്പനി അല്ലെങ്കിൽ മലേറിയ എന്ന് പറയുന്നത് ഒരു എന്താണ്? പ്രോട്ടോസോവൻ രോഗമാണ്. കാരണമാകുന്നത് ഏതാണ്? പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവയാണ്. അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ്? ചതുപ്പ് രോഗമെന്നും അതുപോലെ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നതും മലമ്പനിയാണ്. അതുപോലെ തന്നെ മലമ്പനിക്ക് എതിരായിട്ട് ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്യുനൈനും ക്ലോറോക്വിനുമാണ്. ഇതിൽ ക്യുനൈൻ എന്ന് പറയുന്ന വേർതിരിച്ചെടുത്തിട്ടുള്ളത് സിങ്കോണ എന്ന് പറയുന്ന ഒരു മരത്തിൽ നിന്നാണ്. മലമ്പനിയുടെ വാഹകരാരാണെന്ന് ചോദിച്ചാൽ അത് അനോഫിലസ് പെൺകൊതുകുകളാണ്. വാഹകരാരാണ്? അനോഫിലസ് പെൺകൊതുകുകളാണ് മലമ്പനിയുടെ വാഹകരായിട്ട് വരുന്നത്. അനോഫിലസ് പെൺകൊതുകുകളാണ്. ഓർത്തു വയ്ക്കുക, ഈ അനോഫിലസ് പെൺകൊതുകുകളാണ് മലമ്പനിക്ക് കാരണമാകുന്നതെന്ന് കണ്ടുപിടിച്ച ഒരു വ്യക്തിയുണ്ട്. ആരാണ്? റൊണാൾഡ് റോസ്. ആരാണ്? റൊണാൾഡ് റോസ് ആണ് ആദ്യമായി കണ്ടുപിടിച്ചത്. എന്തിനെ കണ്ടുപിടിച്ചത്? അനോഫിലസ് പെൺകൊതുകുകളാണ് മലമ്പനിക്ക് കാരണമാകുന്നത് എന്ന് കണ്ടുപിടിച്ചത്. വർഷം എന്നാണ്? 1897 റൊണാൾഡ് റോസ് ഇത് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ 1902 മെഡിസിനുള്ള നൊബേൽ പ്രൈസിന് അർഹനായ വ്യക്തിയും ആര് തന്നെയാണ്? റൊണാൾഡ് റോസ് ആയിരുന്നു. കണ്ടുപിടുത്തം എന്താണ്? അനോഫിലസ് പെൺകൊതുകുകളാണ് മലേറിയ കാരണമാകുന്നത് എന്ന് കണ്ടുപിടിച്ച വ്യക്തിയാണ് റൊണാൾഡ് റോസ്. 1897 അദ്ദേഹം ഇത് കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ 1902 മെഡിസിനുള്ള നൊബേൽ പ്രൈസിന് അർഹനായത് ആരാണ്? റൊണാൾഡ് റോസ് ആണ്. അതുപോലെ ഓർത്തു വയ്ക്കുക, ലോക മലേറിയ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 25. മലേറിയ ദിനം ഏപ്രിൽ 25. അപ്പോൾ മലേറിയയുടെ വാഹകരെന്ന് പറയുന്നത് അനോഫിലസ് പെൺകൊതുകുകളാണ്. ഇതിനെ കണ്ടുപിടിച്ച വ്യക്തിയാണ് ആര്? റൊണാൾഡ് റോസ്. 1897 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ച വർഷം 1902. അതുപോലെ മലേറിയ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 25. മറ്റൊരു പ്രോട്ടോസോവൻ രോഗമാണ് ഏത്? കാലാ അസർ എന്നറിയപ്പെടുന്നു. കാലാ അസർ. ഈ കാലാ അസർ തന്നെ അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്?
കരിമ്പനി, ലീഷ്മാനിയാസിസ്, ഡംഡം ഫീവർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏതിനെയാണ്? കാല അസറിനെയാണ്. ഏതൊക്കെ പേരുകളാണ്? കരിമ്പനി, ലീഷ്മാനിയാസിസ്, ഡംഡം ഫീവർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതിനെയാണെന്ന് ചോദിച്ചാൽ കാല അസറിനെയാണ്. അതുപോലെ ഓർത്തു വയ്ക്കുക, കാല അസറിന് കാരണമാകുന്ന പ്രോട്ടോസോവയുടെ പേരെന്താണ്? ലീഷ്മാനിയ. പ്രോട്ടോസോവയുടെ പേരെന്താണ്? ലീഷ്മാനിയ എന്നാണ്. കാല അസറിന് കാരണമാകുന്ന പ്രോട്ടോസോവയുടെ പേരെന്താണ്? ലീഷ്മാനിയ എന്നാണ്. അതുകൊണ്ട് തന്നെ എന്ത് പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്? ലീഷ്മാനിയാസിസ് എന്ന പേരിൽ അറിയപ്പെടുന്നതും ഏതിനെ തന്നെയാണ്? കാല അസറിനെയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ലീഷ്മാനിയാസിസ്, കരിമ്പനി അല്ലെങ്കിൽ ബ്ലാക്ക് ഫീവർ, അതുപോലെ ഡംഡം ഫീവർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഏതാണ്? കാല അസറാണ്. അതുപോലെ ഈ കാല അസറിന് വാഹകരായിട്ട് വരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ സാൻഡ് ഫ്ലൈ അല്ലെങ്കിൽ മണലീച്ചകളാണ്. വാഹകരാരാണ്? സാൻഡ് ഫ്ലൈ അല്ലെങ്കിൽ മണലീച്ചകളാണ് കാല അസറിന്റെ വാഹകർ. എന്തിനെയൊക്കെയാണ് ഇത് ബാധിക്കുന്നത്? സ്പ്ലീൻ, കരൾ, അസ്ഥിമജ്ജ എന്നിവയെ ബാധിക്കുന്ന ഒരു പ്രോട്ടോസോവൻ രോഗമാണേത്? കാല അസർ. അപ്പോൾ കാല അസറിന് കാരണമാകുന്ന പ്രോട്ടോസോവയുടെ പേരെന്താണ്? ലീഷ്മാനിയ എന്നാണ്. ഈ ലീഷ്മാനിയാസിസ് എന്നും കരിമ്പനി എന്നും ഡംഡം ഫീവർ എന്നും അറിയപ്പെടുന്നത് ഏതിനെ തന്നെയാണ്? കാല അസറിനെയാണ്. അതുപോലെ വാഹകരാരാണ്? സാൻഡ് ഫ്ലൈ അല്ലെങ്കിൽ മണലീച്ചയാണ്. ഏതിനെയൊക്കെയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത്? സ്പ്ലീൻ, കരൾ, അസ്ഥിമജ്ജ എന്നിവയെ ബാധിക്കുന്ന രോഗമാണേത്? കാല അസർ. മറ്റു പ്രോട്ടോസോവൻ രോഗങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞല്ലേ, ഏതൊക്കെയാണ്? മന്ത്, മലമ്പനി അല്ലെങ്കിൽ മലേറിയ ഏതിന് കാരണമാകുന്നുണ്ട്? അതുപോലെ കാല അസറും ഏതാണ്? പ്രോട്ടോസോവൻ രോഗങ്ങളാണ്. ഇനി മറ്റു പ്രോട്ടോസോവൻ രോഗങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് അറിഞ്ഞു വയ്ക്കുക. അമീബിയാസിസ്, അസ്കാരിയോസിസ്, അമീബിക് ഡിസെൻറ്ററി തുടങ്ങിയവയൊക്കെ ഏതാണ്? പ്രോട്ടോസോവൻ രോഗങ്ങളാണ്. അപ്പോൾ മന്ത്, മലേറിയ, കാല അസർ, അമീബിയാസിസ്, അസ്കാരിയോസിസ്, അതുപോലെ അമീബിക് ഡിസെൻറ്ററി തുടങ്ങിയവയെല്ലാം പ്രധാനപ്പെട്ട പ്രോട്ടോസോവൻ രോഗങ്ങളാണ്. ഇനി മറ്റൊന്നാണ് പ്രധാനപ്പെട്ട ഫംഗസ് രോഗങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട ഫംഗസ് രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അറ്റ്ലസ് ഫൂട്ട്. ആ പേരുകളൊന്ന് അറിഞ്ഞു വെക്കുക. അറ്റ്ലസ് ഫൂട്ട്, റിംഗ്വേം അല്ലെങ്കിൽ വട്ടച്ചൊറി, അസ്പർജില്ലോസിസ്, മധുര ഫൂട്ട്, കാൻഡിഡിയാസിസ് തുടങ്ങിയവയെല്ലാം പ്രധാനപ്പെട്ട ഫംഗസ് രോഗങ്ങളാണ്. ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള താഴെ പറയുന്നതിൽ ഫംഗസ് രോഗം ഏതെന്നോ അല്ലാത്തത് ഏതെന്നോ ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ പേരുകളൊന്ന് അറിഞ്ഞു വയ്ക്കുക. ഏതൊക്കെയാണ്? അറ്റ്ലസ് ഫൂട്ട്, മധുര ഫൂട്ട്, റിംഗ്വേം അല്ലെങ്കിൽ വട്ടച്ചൊറി, അസ്പർജില്ലോസിസ്, കാൻഡിഡിയാസിസ് തുടങ്ങിയവയെല്ലാം പ്രധാനപ്പെട്ട ഫംഗസ് രോഗങ്ങളാണ്. രോഗം പരത്തുന്ന മറ്റൊരു ജീവിയാണ് എന്ത്? റിക്കറ്റ്സിയ എന്നറിയപ്പെടുന്നു. റിക്കറ്റ്സിയ. ഈ റിക്കറ്റ്സിയ പരത്തുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ റിക്കറ്റ്സിയ കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ടൈഫസ്, ക്യൂ ഫീവർ, സ്പോട്ടഡ് ഫീവർ തുടങ്ങിയവയെല്ലാം റിക്കറ്റ്സിയ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ്. ഏതൊക്കെയാണ്? ടൈഫസ്, ക്യൂ ഫീവർ, സ്പോട്ടഡ് ഫീവർ തുടങ്ങിയവയെല്ലാം റിക്കറ്റ്സിയ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ്. അതുപോലെ മറ്റൊരു ജീവിയാണ് ഏത്? പ്രിയോൺസ് എന്നറിയപ്പെടുന്നത്. പ്രിയോൺസ്. ഈ പ്രിയോൺസ് കാരണം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? ഭ്രാന്തി പശു രോഗം അല്ലെങ്കിൽ ക്രൂസ്ഫെൽറ്റ് ജേക്കബ് രോഗം എന്നറിയപ്പെടുന്നു. ഓർത്തു വയ്ക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഭ്രാന്തി പശു രോഗത്തിന് കാരണമാകുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? പ്രിയോൺസ് ആണ്. ഭ്രാന്തി പശു രോഗത്തിന് കാരണമാകുന്നത് എന്താണ്? പ്രിയോൺസ് ആണ്. അതായത് പ്രിയോൺസ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ഭ്രാന്തി പശു രോഗം അല്ലെങ്കിൽ ക്രൂസ്ഫെൽറ്റ് ജേക്കബ് രോഗം. ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേര് തന്നെയാണ് എന്ത്? ക്രൂസ്ഫെൽറ്റ് ജേക്കബ് രോഗമെന്ന് അറിയപ്പെടുന്നു. ഓക്കെ. ഭ്രാന്തി പശു രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലണ്ടിലാണ്. ഭ്രാന്തി പശു രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ഇപ്പോൾ രണ്ട് രോഗകാരികൾ കൂടിയുണ്ട്. ഏതാണ്? റിക്കറ്റ്സിയയും പ്രിയോൺസും. ഈ റിക്കറ്റ്സിയ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ടൈഫസ്, ക്യൂ ഫീവർ, സ്പോട്ടഡ് ഫീവർ തുടങ്ങിയവയാണ് റിക്കറ്റ്സിയ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ. ഈ റിക്കറ്റ്സിയ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്? പേൻ, ചെള്ള് തുടങ്ങിയവയൊക്കെയാണ് റിക്കറ്റ്സിയ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. അല്ല, ചെള്ള് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഏത്? ടൈഫസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ടൈഫസ്, ക്യൂ ഫീവർ, സ്പോട്ടഡ് ഫീവർ തുടങ്ങിയവയെല്ലാം റിക്കറ്റ്സിയ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ്. മറ്റൊന്നാണ് പ്രിയോൺസ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഭ്രാന്തി പശു രോഗത്തിന് കാരണമാകുന്നത് ഏതാണ്? പ്രിയോൺസ് ആണ്. ഭ്രാന്തി പശു രോഗം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? ക്രൂസ്ഫെൽറ്റ് ജേക്കബ്
ജേക്കബ് രോഗം എന്നറിയപ്പെടുന്നു. ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങളും രോഗകാരികളും എന്ന ടോപ്പിക്കിൽ വരുന്നത്. ഇനി കുറച്ച് തൊഴിൽ ജന്യ രോഗങ്ങളെ പരിചയപ്പെടും. അതായത് തൊഴിലിടവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കുറച്ച് രോഗങ്ങളുണ്ട്. അത് ഏതിൻ്റെയൊക്കെ കൂടുതൽ കൊണ്ടുണ്ടാകുന്നതാണ് എന്ന കാര്യങ്ങളാണ് നോക്കുന്നത്. ഓക്കെ, കാഡ്മിയം വിഷബാധ കൊണ്ടുണ്ടാകുന്ന ഒരു രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ഇതായി ആണ്. ഏതാണ്? ഇതായി ആണ് കാഡ്മിയം വിഷബാധ കൊണ്ടുണ്ടാകുന്ന രോഗം. അതുപോലെ മെർക്കുറി വിഷബാധ കൊണ്ടുണ്ടാകുന്നതാണ് ഏത്? മീനമാത. മെർക്കുറി വിഷബാധ കൊണ്ടുണ്ടാകുന്നത് ഏതാണ്? മീനമാതയാണ്. ലെഡ് വിഷബാധ കൊണ്ടുണ്ടാകുന്നതാണ് ഏത്? പ്ലംബിസം. ലെഡ് വിഷബാധ കൊണ്ടുണ്ടാകുന്ന ഏതാണ്? പ്ലംബിസം ആണ്. ഇനി മറ്റൊരു രോഗമുണ്ട്, കാർപ്പൽ ടണൽ സിൻഡ്രോം. എന്താണ് ഈ രോഗം? കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് ഉണ്ടാകുന്ന രോഗമാണ് ഏത്? കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നറിയപ്പെടുന്നു. അതുപോലെ ആസ്ബസ്റ്റോസിസ് ഉണ്ട്. എന്താണ്? ആസ്ബസ്റ്റോസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാകുന്ന രോഗമാണ് ഏത്? ആസ്ബസ്റ്റോസിസ് എന്നറിയപ്പെടുന്നു. ഇനി മറ്റൊന്നാണ് സിലിക്കോസിസ്. ഏത് മേഖലയിൽ പണിയെടുക്കുന്നവർക്കാണ്? ക്വാറി മേഖലയിൽ പണിയെടുക്കുന്നവർക്കുണ്ടാകുന്ന രോഗമാണ് ഏത്? സിലിക്കോസിസ്. അതുപോലെ ബൈസിനോസിസ് എന്ന് പറയുന്ന ഏതാണ്? പരുത്തി വ്യവസായവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു രോഗമാണ് ഏത്? ബൈസിനോസിസ്. പരുത്തി വ്യവസായവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗമാണ് ബൈസിനോസിസ്. കൽക്കരി ഖനിയിൽ പണിയെടുക്കുന്നവർക്കുണ്ടാകുന്ന രോഗമാണ് ബ്ലാക്ക് ലങ് സിൻഡ്രോം. ബ്ലാക്ക് ലങ് സിൻഡ്രോം എന്നത് കൽക്കരി ഖനിയിൽ പണിയെടുക്കുന്നവർക്കുണ്ടാകുന്ന രോഗമാണ്. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട തൊഴിൽ ജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇതായി കാഡ്മിയം വിഷബാധ, മീനമാത, മെർക്കുറി വിഷബാധ, ലെഡ് വിഷബാധയാണെങ്കിൽ എന്താണ്? പ്ലംബിസം. കാർപ്പൽ ടണൽ സിൻഡ്രോം കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആസ്ബസ്റ്റോസിസ് ആസ്ബസ്റ്റോസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. ക്വാറി മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് സിലിക്കോസിസ്. അതുപോലെ ബൈസിനോസിസ് എന്ന് പറയുന്നത് എന്താണ്? പരുത്തി വ്യവസായവുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതുപോലെ കൽക്കരി ഖനികളിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ടാകുന്ന രോഗമാണ് ബ്ലാക്ക് ലങ് സിൻഡ്രോം. നമ്മൾ പറഞ്ഞ രോഗങ്ങളിലെ ബാക്ടീരിയൽ രോഗം പറഞ്ഞു, വൈറസ് രോഗം, പ്രോട്ടോസോവ, അങ്ങനെ കുറേ രോഗങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഏതൊക്കെ അവയവങ്ങളെയാണ് ബാധിക്കുന്നത് എന്ന് പൊതുവായിട്ടൊന്ന് പറയുന്നതാണ്. ഈ പറഞ്ഞ രോഗങ്ങളും പറയാത്തവയും ഉണ്ട്. അപ്പൊ അതെല്ലാം ഏതൊക്കെ അവയവങ്ങളെയാണ് ബാധിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിക്കാം, നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് ഏതൊക്കെ വരുന്നത്? തിമിരം, മയോപ്പിയ, ഗ്ലോക്കോമ, ട്രക്കോമ, സിറോഫ്താൽമിയ, അസ്റ്റിഗ്മാറ്റിസം തുടങ്ങിയവയെല്ലാം കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. കണ്ണിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ ഏതൊക്കെയാണ്? തിമിരം, മയോപ്പിയ, ഗ്ലോക്കോമ, ട്രക്കോമ, സിറോഫ്താൽമിയ, അസ്റ്റിഗ്മാറ്റിസം തുടങ്ങിയവയെല്ലാം കണ്ണിനെ ബാധിക്കുന്നവയാണ്. അതിൽ നമ്മൾ പറഞ്ഞു ട്രക്കോമ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ബാക്ടീരിയൽ രോഗമാണ്. ഓക്കെ, അടുത്തത് മോണയെ ബാധിക്കുന്ന രോഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? പയോറിയ, ജിഞ്ചിവൈറ്റിസ് തുടങ്ങിയവയെല്ലാം മോണയെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ഏതൊക്കെയാണ്? പയോറിയ, ജിഞ്ചിവൈറ്റിസ് തുടങ്ങിയവ മോണയെ ബാധിക്കുന്ന രോഗങ്ങളാണ്. അതുപോലെ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ് ഏതൊക്കെ? സാർസ്, സിലിക്കോസിസ്, ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ തുടങ്ങിയവയൊക്കെ ഏതാണ്? ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. മെർസ്, COVID-19 തുടങ്ങിയവയൊക്കെ എന്താണ്? ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ്. അതുപോലെ ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഓർത്തുവെക്കുക. എക്സിമ, മെലനോമ, ഡെർമറ്റൈറ്റിസ്, സോറിയാസിസ് തുടങ്ങിയവ ത്വക്കിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ്. അതുപോലെ പേപ്പട്ടി വിഷബാധ, എൻസെഫലൈറ്റിസ് തുടങ്ങിയവ മസ്തിഷ്കത്തെയും സുഷുമ്നയെയും എല്ലാം ബാധിക്കുന്ന രോഗങ്ങളാണ് ഏത്? പേപ്പട്ടി വിഷബാധ, അതുപോലെ എൻസെഫലൈറ്റിസ് തുടങ്ങിയവ മസ്തിഷ്കത്തെയും സുഷുമ്നയെയുമാണ് ഇത് ബാധിക്കുന്നത്. പോളിയോ, അപസ്മാരം തുടങ്ങിയവ ബാധിക്കുന്നത് ഏതിനെയാണ്? നാഡീവ്യവസ്ഥയാണ് ബാധിക്കുന്നത്. പോളിയോ, അപസ്മാരം തുടങ്ങിയവ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നു. ഗോയിറ്റർ എന്ന് പറയുന്നത് ഏതിനെയാണ്? തൈറോയിഡിനെയാണ്. ഓർത്തുവയ്ക്കുക, ഗോയിറ്റർ തൈറോയിഡ് ഗ്രന്ഥിയാണ് ബാധിക്കുന്നത്. അതുപോലെ എയ്ഡ്സ് ഏതിനെയാണ്? രോഗ പ്രതിരോധത്തെയാണ് ബാധിക്കുന്നത്. പാർക്കിൻസൺസ്, ഹണ്ടിങ്സൺസ് തുടങ്ങിയ രോഗങ്ങൾ ഏതിനെയാണ്? നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ഏതൊക്കെ? പാർക്കിൻസൺസ്, ഹണ്ടിങ്സൺസ് തുടങ്ങിയവ. ഇനി ശ്രദ്ധിക്കുക, ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഏതിനെയാണ് ബാധിക്കുന്നത്? സന്ധികളെയാണ് ബാധിക്കുന്നത്. ടെറ്റനി എന്ന് പറയുന്നത് ഏതിനെയാണ്? പേശികളെ ബാധിക്കുന്നു. അതുപോലെ മഞ്ഞപ്പിത്തം എവിടെയാണ്? കരളിനെ ബാധിക്കുന്ന രോഗമാണ് ഏത്? മഞ്ഞപ്പിത്തം. ഡിഫ്തീരിയ എവിടെയാണ്? തൊണ്ടയെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ മുണ്ടിനീർ എന്ന് പറയുന്നത് ഉമിനീർ ഗ്രന്ഥി അല്ലെങ്കിൽ പരോട്ടിഡ് ഗ്രന്ഥിയാണ് ബാധിക്കുന്നത്. അപ്പോൾ ആർത്രൈറ്റിസ് സന്ധികളെ ബാധിക്കുന്നു, ടെറ്റനി പേശികളെ ബാധിക്കുന്നു, മഞ്ഞപ്പിത്തം കരളിനെ ബാധിക്കുന്നു, അതുപോലെ ഡിഫ്തീരിയ തൊണ്ടയെ ബാധിക്കുന്നുണ്ട്. പരോട്ടിഡ് ഗ്രന്ഥി അല്ലെങ്കിൽ ഉമിനീർ ഗ്രന്ഥിയെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഏത്? മുണ്ടിനീര്. അതുപോലെ പ്രമേഹം എന്ന് പറയുന്നത് പാൻക്രിയാസിനെയാണ് ബാധിക്കുന്നത് അല്ലെ? പ്രമേഹം എന്ന് പറയുന്നത് പാൻക്രിയാസിനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ വൃക്കയെ ബാധിക്കുന്നതാണ് ഏത്? യുറീമിയ, നെഫ്രൈറ്റിസ്, ബ്രൈറ്റ് രോഗം.
രോഗം ഓർത്തു വയ്ക്കുക. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ, ബ്രൈറ്റ് രോഗം എന്ന് പറയുന്നത് ഏതിനെയാണ് ബാധിക്കുന്നത്? വൃക്കയെയാണ് ബാധിക്കുന്നത്. യുറീമിയ, നെഫ്രൈറ്റിസ്, ബ്രൈറ്റ് രോഗം തുടങ്ങിയവ ബാധിക്കുന്ന വൃക്കയെയാണ്. ടൈഫോയിഡ് ഏതിനെ ബാധിക്കുന്നു? കുടലിനെ ബാധിക്കുന്നു. ഓർത്തു വയ്ക്കുക, ടൈഫോയിഡ് എന്ന് പറയുന്നത് കുടലിനെയാണ് ബാധിക്കുന്നത്. അതുപോലെ മന്ത് ബാധിക്കുന്ന എവിടെയാണ്? ലിംഫാണ് അല്ലെ, അല്ലെങ്കിൽ ലസിക നാളികളെയാണ് ഏത് ബാധിക്കുന്നത്? മന്ത് ബാധിക്കുന്നത്. അതുപോലെ മലേറിയ എന്ന് പറയുന്നത് സ്പ്ലീൻ അല്ലെങ്കിൽ പ്ലീഹയെയാണ് ബാധിക്കുന്നത്. മലേറിയ എന്ന് പറയുന്ന സ്പ്ലീൻ അല്ലെങ്കിൽ പ്ലീഹയെ ബാധിക്കുന്ന ഒരു രോഗമാണിത്, മലേറിയ അല്ലെങ്കിൽ മലമ്പനി. പ്രധാനപ്പെട്ട രോഗവിശേഷണങ്ങളാണ് പറയുന്നത്. കുറേയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളവയാണ്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. എന്താണ്? കറുത്ത മരണം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? പ്ലേഗിനെയാണ് അല്ലേ. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? പ്ലേഗിനെയാണ്. അതുപോലെ പിള്ളവാതം, ഇൻഫന്റൈൻ പാരാലിസിസ് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? പോളിയോയാണ്. പിള്ളവാതം എന്നറിയപ്പെടുന്നത് ഏതാണ്? പോളിയോയാണ്. ഇൻഫന്റൈൻ പാരാലിസിസ് എന്നറിയപ്പെടുന്നതും ഏതിനെയാണ്? പോളിയോയാണ്. അമേരിക്കൻ പ്ലേഗ് എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? മഞ്ഞപ്പനിയാണ്. അമേരിക്കൻ പ്ലേഗ് എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? മഞ്ഞപ്പനിയാണ്. ചുവന്ന പ്ലേഗ് എന്നറിയപ്പെടുന്ന ഏതാണ്? സ്മോൾ പോക്സ് ആണ്. അതുപോലെ വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? ക്ഷയത്തെയാണ്. ഓർത്തു വയ്ക്കുക, കറുത്ത മരണം എന്താണ്? പ്ലേഗ് ആണ്. അമേരിക്കൻ പ്ലേഗ് എന്നറിയപ്പെടുന്നത് മഞ്ഞപ്പനിയാണ്. അതുപോലെ ചുവന്ന പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്മോൾ പോക്സ് അല്ലെങ്കിൽ വസൂരിയാണ്. അതുപോലെ വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്ന ഏതാണ്? ക്ഷയമാണ്. ചതുപ്പ് രോഗം, ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏതാണ്? മലമ്പനിയാണ്. ചതുപ്പ് രോഗം, ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഏതാണ്? മലമ്പനിയാണ്. എൻഡറിക് ഫീവർ എന്നറിയപ്പെടുന്ന ഏതാണ്? ടൈഫോയിഡ് ആണ്. എൻഡറിക് ഫീവർ ഏതാണ്? ടൈഫോയിഡ് ആണ്. അതുപോലെ സ്കർവി അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, എന്താണ്? നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നു. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? സ്കർവിയാണ്. അതായത് സ്കർവി എന്ന് പറയുന്നത് എന്താണ്? വൈറ്റമിൻ സിയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഏത്? സ്കർവി എന്നറിയപ്പെടുന്നത്. ഈ സ്കർവി അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, എന്താണ്? നാവികരുടെ പ്ലേഗ് എന്ന് അറിയപ്പെടുന്നു. ക്ഷയരോഗം അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ്? കോക്സ് ഡിസീസ്, വെളുത്ത പ്ലേഗ്, രോഗങ്ങളുടെ രാജാവ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഏതാണ്? ക്ഷയരോഗമാണ്. കോക്സ് ഡിസീസ്, രോഗങ്ങളുടെ രാജാവ്, വെളുത്ത പ്ലേഗ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന എന്തിനെയാണ്? ക്ഷയരോഗത്തെയാണ്. അതുപോലെ ഓർത്തു വയ്ക്കുക, കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന ഏതാണ്? സാർസ് ആണ്. കില്ലർ ന്യൂമോണിയ. അതുപോലെ ഹാൻസൺസ് രോഗം എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? കുഷ്ഠമാണ്. ഹാൻസൺസ് രോഗം ഏതാണ്? കുഷ്ഠമാണ്. ഗ്രിഡ് ഡിസീസ്, സ്ലിം ഡിസീസ്, പേഷ്യന്റ് സീറോ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഏതിനെയാണ്? എയ്ഡ്സിനെയാണ്. ഗ്രിഡ് ഡിസീസ്, സ്ലിം ഡിസീസ്, പേഷ്യന്റ് സീറോ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഏതാണ്? എയ്ഡ്സ് ആണ്. അതുപോലെ കോമൺ കോൾഡ് എന്നറിയപ്പെടുന്ന ഏതാണ്? ജലദോഷമാണ്. കോമൺ കോൾഡ് ഏതാണ്? ജലദോഷമാണ്. തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്? ഡിഫ്തീരിയ. തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഡിഫ്തീരിയാണ്. വിഷൂചിക, റിവറൈൻ രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഏതിനെയാണ്? കോളറയാണ്. വിഷൂചിക, റിവറൈൻ രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഏതിനെയാണ്? കോളറയാണ്. അതുപോലെ അരിവാൾ രോഗം എന്നറിയപ്പെടുന്ന ഏതാണ്? ഒരു ജനിതക രോഗമാണ് അല്ലേ. ഏതാണ്? സിക്കിൾ സെൽ അനീമിയ. ഓർത്തു വയ്ക്കുക, അരിവാൾ രോഗം എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? സിക്കിൾ സെൽ അനീമിയയാണ് എന്തെന്നറിയപ്പെടുന്നത്? അരിവാൾ രോഗം എന്നറിയപ്പെടുന്നത്. എലിപ്പനി അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് എന്തൊക്കെ? വീൽസ് ഡിസീസ്, ബ്ലാക്ക് ജോണ്ടിസ്, ലെപ്റ്റോസ്പൈറോസിസ്, 7 ഡേ ഫീവർ, കർഷകരുടെ രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന എന്തിനെയാണ്? എലിപ്പനിയാണ്. അതുപോലെ ടെറ്റനസ് അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ്? ലോക്ജ, കുതിരസന്നി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഏതിനെയാണ്? ടെറ്റനസിനെയാണ്. ആന്ത്രാക്സ് അറിയപ്പെടുന്ന പേരുകളാണ് എന്തൊക്കെ? വൂൾ സോർട്ടേഴ്സ് രോഗം, റാഗി പിക്കേഴ്സ് രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന എന്തിനെയാണ്? ആന്ത്രാക്സിനെയാണ്. വൂൾ സോർട്ടേഴ്സ് രോഗം, റാഗി പിക്കേഴ്സ് രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഏതാണ്? ആന്ത്രാക്സ് ആണ്. അതുപോലെ മീസിൽസ് അറിയപ്പെടുന്ന പേരുകളാണ് എന്തൊക്കെ? അഞ്ചാം പനി, റുബല്ല എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഇതിൽ ശ്രദ്ധിക്കുക, റുബല്ല എന്ന് പറയുമ്പോൾ എന്താണ്? ജർമ്മൻ മീസിൽസ് ആണ് അല്ലെ. ജർമ്മൻ മീസിൽസ് ആണ് ഏത് പറയുന്നത്? റുബല്ല എന്നറിയപ്പെടുന്നത്. ജർമ്മൻ മീസിൽസ് ആണ് ഏതെന്ന് പറയുന്നത്? റുബല്ല. അഞ്ചാം പനി എന്നറിയപ്പെടുന്ന എന്താണ്? മീസിൽസ് ആണ്. ഓക്കെ. അതുപോലെ ജ്വരമാണ് എന്ത്? ടൈഫോയിഡ്. ടൈഫോയിഡ് എന്നറിയപ്പെടുന്ന എന്താണ്? ജ്വരമാണ്. അതുപോലെ ശ്രദ്ധിക്കുക, അൽഷിമേഴ്സ്. ഈ അൽഷിമേഴ്സ് എന്ന് പറയുന്നത് അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ്? മറവി രോഗം, സ്മൃതി നാശക രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന എന്തിനെയാണ്? അൽഷിമേഴ്സിനെയാണ്. മറവി രോഗം എന്നും സ്മൃതി നാശക രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഏതാണ്? അൽഷിമേഴ്സ് ആണ്. 24 hour ഫ്ലൂ എന്നറിയപ്പെടുന്ന ഏതാണ്? ഇൻഫ്ലുവൻസയാണ്. 24 hour ഫ്ലൂ എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? ഇൻഫ്ലുവൻസയാണ്. അതുപോലെ ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന ഏതാണ്? ഡെങ്കിപ്പനിയാണ്. ബ്രേക്ക് ബോൺ ഫീവർ ഏതാണ്? ഡെങ്കിപ്പനിയാണ്. പറങ്കിപ്പുണ്ണ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? സിഫിലിസ് ആണ്. പറങ്കിപ്പുണ്ണ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്? സിഫിലിസ്. അതുപോലെ ശ്രദ്ധിക്കുക, ഗ്രേവ്സ് ഡിസീസ്. ഓർത്തു വയ്ക്കുക, ഗ്രേവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന ഏതിനെയാണ്?
എക്സോഫ്താൽമിക് ഗോയിറ്റർ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ഗ്രേവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? എക്സോഫ്താൽമിക് ഗോയിറ്റർ ആണ്. വിശപ്പിന്റെ രോഗം എന്നറിയപ്പെടുന്ന ഏതാണ്? മരാസ്മസ് ആണ്. വിശപ്പിന്റെ രോഗം ഏതാണ്? മരാസ്മസ് ആണ്. എലിഫന്റിയാസിസ് എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? മന്തിനെയാണ്. എലിഫന്റിയാസിസ് എന്താണ്? മന്താണ്. വിശപ്പിന്റെ രോഗം എന്താണ്? മരാസ്മസ് ആണ്. അതുപോലെ എക്സോഫ്താൽമിക് ഗോയിറ്റർ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഗ്രേവ്സ് രോഗം. അടുത്ത ശ്രദ്ധിക്കുക, ഡം ഡം ഫീവർ എന്നും കരിമ്പനി എന്നൊക്കെ അറിയപ്പെടുന്ന ഏതിനെയാണ്? കാലാ അസറിനെയാണ് അല്ലെ. ഒരു പ്രോട്ടോസോവൻ രോഗമായിട്ടുള്ള കാലാ അസറിനെ അറിയപ്പെടുന്ന പേരാണ് എന്തൊക്കെ? ഡം ഡം ഫീവർ. അതുപോലെ ലീഷ്മാനിയാസിസ്, കരിമ്പനി എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന ഏതാണ്? കാലാ അസറാണ്. അതുപോലെ പെർട്ടോസിസ് എന്നറിയപ്പെടുന്ന ഏതാണെന്ന് പറഞ്ഞു? വില്ലൻ ചുമ അല്ലെ. ഊഫിംഗ് കഫ് എന്നറിയപ്പെടുന്ന വില്ലൻ ചുമയാണ് ഏത്? പെർട്ടോസിസ്. ഇനി ശ്രദ്ധിക്കാം, ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്? പാർക്കിൻസൺസ്. ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്നത് ഏതാണ്? പാർക്കിൻസൺസ് ആണ്. അതുപോലെ ക്രിസ്മസ് രോഗമെന്നും രാജകീയ രോഗമെന്നും അറിയപ്പെടുന്ന ഏതാണ്? ഹീമോഫീലിയ ആണ്. ക്രിസ്മസ് രോഗം, രാജകീയ രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഏതാണ്? ഹീമോഫീലിയ. മാൾട്ടാപ്പനി എന്നും റോക്ക് ഫീവർ എന്നും അറിയപ്പെടുന്ന ഏതിനെയാണ്? ബ്രൂസല്ലോസിസിനെയാണ്. മാൾട്ടാപ്പനി എന്നും അതുപോലെ തന്നെ റോക്ക് ഫീവർ എന്നും അറിയപ്പെടുന്ന ഏതിനെയാണ്? ബ്രൂസല്ലോസിസ് ആണ്. അതുപോലെ ഓർത്തു വയ്ക്കുക, ഭ്രാന്തിപ്പശു രോഗം എന്തൊക്കെ പേരുകളിലാണ് അറിയപ്പെടുന്നത്? ക്രൂസ്ഫെൽറ്റ് ജേക്കബ് രോഗം, ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഏതിനെയാണ്? ഭ്രാന്തിപ്പശു രോഗത്തെയാണ്. അപ്പോൾ രണ്ട് പേരുകൾ ഓർത്തു വയ്ക്കുക. ക്രൂസ്ഫെൽറ്റ് ജേക്കബ് രോഗം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ഭ്രാന്തിപ്പശു രോഗത്തെയാണ്. അതുപോലെ ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി എന്നറിയപ്പെടുന്നതും എന്തിനെ തന്നെയാണ്? ക്രൂസ്ഫെൽറ്റ് ജേക്കബ് രോഗമായിട്ടുള്ള ഭ്രാന്തി പശു രോഗത്തെയാണ്. അടുത്ത പ്രധാനപ്പെട്ട രോഗനിർണയ ടെസ്റ്റുകളാണ് ഏതൊക്കെയുണ്ട്? ബിലിറൂബിൻ ടെസ്റ്റ്. ഏതാണ്? മഞ്ഞപ്പിത്തം ടെസ്റ്റ് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ഇത് പറയുന്നത്. ബിലിറൂബിൻ ടെസ്റ്റ്. മഞ്ഞപ്പിത്തം തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റാണ് ഇത് ബിലിറൂബിൻ ടെസ്റ്റ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സിഫിലിസ് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റുകളാണ് ഏതൊക്കെ? വാസർമാൻ ടെസ്റ്റ് ഉണ്ട്, VDRL ഉണ്ട് അല്ലെ. വാസർമാൻ ടെസ്റ്റ്, VDRL എന്നിവ ഏതിൻ്റെയാണ്? സിഫിലിസ് തിരിച്ചറിയുന്നതിന് വേണ്ടി സഹായിക്കുന്ന ടെസ്റ്റുകളാണ്. EEG എന്താണ്? EEG ഇലക്ട്രോ എൻസെഫലോഗ്രാഫ്. ഏതിനു വേണ്ടിയിട്ടാണ്? മസ്തിഷ്ക രോഗങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയുള്ളതാണ് ഏത്? EEG എന്നറിയപ്പെടുന്നത്. അതുപോലെ ECG എന്താണ്? ഹൃദ്രോഗങ്ങൾ. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഏതാണ്? ഹൃദ്രോഗങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ ആൻജിയോഗ്രാം എന്ന് പറയുന്നതും ഏതാണ്? ഹൃദ്രോഗങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടി സഹായിക്കുന്ന ടെസ്റ്റാണ് ഏത്? ആൻജിയോഗ്രാം. മാമോഗ്രഫി എന്തിൻ്റെയാണെന്ന് ചോദിച്ചാൽ അത് സ്ഥാനാർബുദം അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ഇത് മാമോഗ്രഫി എന്നറിയപ്പെടുന്നത്. സ്ഥാനാർബുദം തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റാണ് ഇത് മാമോഗ്രഫി. അതുപോലെ മറ്റൊന്നാണ് പാപ്സ്മിയർ ടെസ്റ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വയ്ക്കുക. ഗർഭാശയ ക്യാൻസർ തിരിച്ചറിയുന്നതിന് വേണ്ടി സഹായിക്കുന്ന ടെസ്റ്റാണ് ഇത് പാപ്സ്മിയർ ടെസ്റ്റ്. ഗർഭാശയ ക്യാൻസർ തിരിച്ചറിയുന്നതിന് വേണ്ടി സഹായിക്കുന്ന ടെസ്റ്റ് ഏതാണ്? പാപ്സ്മിയർ ടെസ്റ്റ് ആണ്. അതുപോലെ സിറോഫ്താൽമിയ തിരിച്ചറിയുന്നതിന് വേണ്ടി സഹായിക്കുന്ന ടെസ്റ്റ് ആണ് ഇത് റോസ് ബംഗാൾ ടെസ്റ്റ്. സിറോഫ്താൽമിയ തിരിച്ചറിയുന്നതിന് വേണ്ടി സഹായിക്കുന്ന ടെസ്റ്റ് ഏതാണ്? റോസ് ബംഗാൾ ടെസ്റ്റ് ആണ്. ഡെങ്കിപ്പനി തിരിച്ചറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ടൂർണിക്കറ്റ് ടെസ്റ്റ് ആണ്. അതുപോലെ പിതൃപരിശോധന എന്ന് പറയുമ്പോൾ എന്ത് ടെസ്റ്റ് ആണ്? DNA ടെസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. നുണ പരിശോധനയാണെങ്കിൽ അത് പോളിഗ്രാഫ് ടെസ്റ്റ് ആണ്. നുണ പരിശോധന ഏതാണ്? പോളിഗ്രാഫ് ടെസ്റ്റ് ആണ്. പിതൃപരിശോധനയാണെങ്കിൽ അത് DNA ടെസ്റ്റ് ആണ്. ഡെങ്കിപ്പനിക്കാണെങ്കിൽ എന്താണ്? ടൂർണിക്കറ്റ് ടെസ്റ്റ് ആണുള്ളത്. സിറോഫ്താൽമിയ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റ് ആണ് ഇത് റോസ് ബംഗാൾ ടെസ്റ്റ്. അതുപോലെ ഉത്തേജക മരുന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഡോപ്പ് ടെസ്റ്റ് ആണ്. ഉത്തേജക മരുന്നിന്റെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ഡോപ്പ് ടെസ്റ്റ് ആണ്. അതുപോലെ ക്ഷയരോഗം തിരിച്ചറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ് ഏതൊക്കെ? മാൻഡോക്സ് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ ടൈൻ ടെസ്റ്റ് ഉണ്ട്. മാൻഡോക്സ്, ടൈൻ എന്നിവ ഏതാണ്? ക്ഷയരോഗം തിരിച്ചറിയുന്നതിന് വേണ്ടി സഹായിക്കുന്ന ടെസ്റ്റുകളാണ്. അതുപോലെ ശ്രദ്ധിക്കുക, കുഷ്ഠരോഗം തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹിസ്റ്റമിൻ ടെസ്റ്റ് ഉണ്ട്, ലെപ്രോമിൻ ടെസ്റ്റ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. കുഷ്ഠരോഗം തിരിച്ചറിയുന്നതിന് വേണ്ടി സഹായിക്കുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? ഹിസ്റ്റമിൻ ടെസ്റ്റ് ഉണ്ട്, ലെപ്രോമിൻ ടെസ്റ്റ് ഉണ്ട്. അടുത്ത ശ്രദ്ധിക്കുക, എയ്ഡ്സ് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞത് തന്നെയാണല്ലേ. ഏതൊക്കെയാണ്? എലിസ ടെസ്റ്റ് ഉണ്ട്, വെസ്റ്റേൺ ബ്ലോട്ട്, നേവ, സോർട്ട് ടെസ്റ്റ്, റാപ്പിഡ് ടെസ്റ്റ്, PCR തുടങ്ങിയവയൊക്കെ ഏതാണ്? എയ്ഡ്സ് തിരിച്ചറിയുന്നതിന് വേണ്ടി സഹായിക്കുന്ന ടെസ്റ്റുകളാണ്. അതിൽ തന്നെ എയ്ഡ്സിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? വെസ്റ്റേൺ ബ്ലോട്ട് ആണ്. എയ്ഡ്സിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് വെസ്റ്റേൺ ബ്ലോട്ട് ആണ്. മറ്റു ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? എലിസ, നേവ,
സോർട്ട് ടെസ്റ്റ്, റാപ്പിഡ് ടെസ്റ്റ്, PCR തുടങ്ങിയവയൊക്കെ എയ്ഡ്സിന്റെ പ്രധാനപ്പെട്ട ടെസ്റ്റുകളാണ്. അതുപോലെ ഷിക് ടെസ്റ്റ് എന്തിൻ്റെയാണ്? ഡിഫ്തീരിയയുടെയാണ് അല്ലേ? ഷിക് ടെസ്റ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഡിഫ്തീരിയയുടെ ടെസ്റ്റ് ആണ് അത് ഷിക് ടെസ്റ്റ്. ടൈഫോയിഡിന്റെ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വൈഡാൾ ടെസ്റ്റ്. വൈഡാൾ ടെസ്റ്റ് ഏതിൻ്റെയാണ്? ടൈഫോയിഡിൻ്റെയാണ്. അതുപോലെ ബയോപ്സി എന്ന് പറയുന്നത് എന്തിൻ്റെ ടെസ്റ്റാണ്? ക്യാൻസറിൻ്റെ ടെസ്റ്റാണ്. ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റാണ് ഇത് ബയോപ്സി. അതുപോലെ ശ്രദ്ധിക്കുക, ഇഷിഹാര ടെസ്റ്റ്. ഇഷിഹാര ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വർണ്ണാന്ധത തിരിച്ചറിയുന്നതിന് വേണ്ടി സഹായിക്കുന്ന ടെസ്റ്റാണ് ഇത് ഇഷിഹാര. വർണ്ണാന്ധത തിരിച്ചറിയുന്നതിന് വേണ്ടി സഹായിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ഇഷിഹാരയാണ്. ക്യാൻസർ തിരിച്ചറിയുന്നതിന് വേണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ബയോപ്സിയാണ്. വൈഡാൾ ടെസ്റ്റ്, ടൈഫോയിഡ്. ഷിക് ടെസ്റ്റ് ഏതാണ്? ഡിഫ്തീരിയ. രോഗങ്ങൾ, രോഗകാരികൾ എന്നതിൻ്റെ അവസാനത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്